ദൈവത്തിന് ഒരു വിളിച്ചവരെ ദൈവം ചെയ്യും. ദൈവം വിളിച്ചവനെ ദൈവം നീതീകരിക്കും. 2, നീതീകരിച്ചവനെ ദൈവം തേജസ്കരിക്കും. ഇപ്പം തിരഞ്ഞെടുത്ത ദൈവം, നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ദൈവത്തെ തിരഞ്ഞെടുത്തവരാണെങ്കിൽ ഈ പറഞ്ഞത് നടക്കണമെന്നില്ല. പക്ഷേ ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, അതാണ് ഉദാഹരണമാണ് സഹോദരിയുടെ ജീവിതത്തിൽ വളരെ വേഗത്തിൽ തിരഞ്ഞെടുത്ത ദൈവമായതുകൊണ്ട് പെട്ടെന്ന് നീതീകരിക്കപ്പെട്ടു, തേജസ്കരിക്കപ്പെട്ടു, അവർ മഹത്വം കണ്ടവരായി മാറി. നിങ്ങൾ ദൈവത്തെ തിരഞ്ഞെടുക്കുന്നവരുണ്ട്. ആ ദൈവത്തെ തിരഞ്ഞെടുക്കുന്നവർ 30, 40, 50 വർഷം ബൈബിളും എടുത്തുകൊണ്ട് ചർച്ചയിൽ വന്നിരിക്കും, അതുപോലെ വന്നിട്ട് പോകും, ചന്തയിൽ വരുന്നത് പോലെ തന്നെ പോകും. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ദൈവം തിരഞ്ഞെടുത്തവൻ്റെ പ്രത്യേകത, വന്ന് എന്നും ഒരുപോലെ ഇരിക്കുകയില്ല. അവന് മാനസാന്തരം ഉണ്ടാകും. അവൻ മാനസാന്തരത്തിൻ്റെ ഫലം കായ്ക്കും. അവൻ അനുഗ്രഹിക്കപ്പെടും, അവൻ നീതീകരിക്കപ്പെടും, അവൻ തേജസ്കരിക്കപ്പെടും. നല്ല നിലത്ത് വീണ വിത്ത് പോലെ അവൻ വചനത്തെ ഹൃദയത്തിൽ ഏറ്റെടുക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അങ്ങനെ ദൈവം തിരഞ്ഞെടുത്തവർ ഇന്ന് ഇതിനകത്തുണ്ടെങ്കിൽ, ഈ മീറ്റിംഗ് കഴിയുമ്പോൾ ദൈവം നിങ്ങളുടെ ലൈഫിൽ കഴിഞ്ഞ നാളുകൾ, കഴിഞ്ഞ മണിക്കൂറുകൾ, മിനിറ്റുകളിലുള്ളതിൽ നിന്നും വ്യത്യസ്തമായി ചില കെട്ടുകൾ നിങ്ങൾ പോലും അറിയാതെ പൊട്ടി പുറത്തു വരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മളെ തലയിൽ കൈവയ്ക്കണ്ട. നിങ്ങളെ അരിയാട്ടുന്നത് പോലെ 1.5 മണിക്കൂർ തലയിൽ കൈവച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ വചനം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ദൈവവചനം നിങ്ങളുടെ കെട്ടുകളെ അഴിക്കുവാനിടയാകും. നിങ്ങൾ വചനം കേൾക്കുമ്പോൾ ഇത് നിങ്ങൾക്കുള്ളതാണ്, ഇത് എല്ലാവർക്കും ഉള്ളതല്ല. എപ്പോഴും മനസ്സിലാക്കുക, ഒരു വചനം പ്രസംഗിക്കുമ്പോൾ അത് അയ്യോ ഇത് എനിക്കിട്ടാണ് എന്നൊരു കുത്താനും വെട്ടാനും നമ്മൾ ഇറച്ചി വെട്ടുകാരനല്ല ഞാൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ കർത്താവിൻ്റെ അഭിഷിക്തനാണ്, ശുശ്രൂഷകനാണ്. ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് കറക്റ്റായിട്ട് ദൈവത്തിൻ്റെ വചനം പറഞ്ഞാൽ ഭൂതവും പിശാചും ഉള്ളവന് കുത്തുകൊള്ളും. ഈ കുത്തുകൊള്ളുന്നവൻ മനസ്സിലാക്കണം, ഇതെനിക്കുള്ള ദൂതാണ്, മാനസാന്തരം എനിക്ക് വേണം. പ്രൈസ് ദി ലോർഡ്. കുത്തു കൊണ്ടില്ലെങ്കിൽ അത് നിനക്കുള്ളതല്ല. ഹല്ലേലൂയ. നിൻ്റെ ഹൃദയത്തിനകത്തുകൂടെ ഒരു അസ്വസ്ഥത, ഒരു വേദന, ഒരു പെയിന് ഒക്കെ തോന്നുകയാണെങ്കിൽ, ഇതെനിക്കുള്ളതാണ് ഇതെന്ന് തോന്നുകയാണെങ്കിൽ നീ രക്ഷപ്പെട്ടെന്നതിൻ്റെ അർത്ഥം. കാരണം നിന്നെ ദൈവം സ്നേഹത്തോടെ ബാലശിക്ഷ കഴിച്ച് നിന്നെ ഫലം കായ്ക്കുന്ന വ്യക്തിയാക്കി മാറ്റുകയാണ്. നല്ല ഫലം കായ്ക്കുന്ന ഒരു വ്യക്തി. ഒരു ദൈവസഭയിൽ വരുമ്പോൾ ഒരു സ്കൂൾ കുട്ടിയെ പോലെ ബൈബിൾ എടുത്ത് വന്ന് ഇരിക്കണം. ഞാൻ സ്കൂളിൽ പോവുകയാണ്, എന്നെ നിത്യതയിൽ കൊണ്ടുപോകാൻ വേണ്ടി എന്നെ റെഡിയാക്കുന്ന ഒരു നല്ല സ്കൂളിൽ പോവുകയാണ്. അതാണ് സഭ എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ തോട്ടത്തിൽ പോവുകയാണ്, ഞാൻ എൻ്റെ പിതാവിനെ കാണാൻ പോവുകയാണ്. അവിടെ എനിക്ക് ദൈവഹിതമില്ലാത്ത പന്തലിച്ച് നിൽക്കുന്ന എൻ്റെ വളർച്ചയെ തടയുന്ന ചില കൊമ്പുകളെ ദൈവം വചനത്താൽ വെട്ടി, ഹല്ലേലൂയ, എന്നെ ഫലം കായ്ക്കുന്ന വ്യക്തിയാക്കി മാറ്റും. അതാണ് ദൈവസഭ. എല്ലാം തികഞ്ഞവനുള്ളതല്ല സഭ, തികയാനുള്ളവനാണ് ദൈവസഭ. ഹല്ലേലൂയ. കരങ്ങളെ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇന്ന് വളരെ വേഗത്തിൽ നമുക്ക് ദൈവവചനത്തിനകത്ത് കയറാം. അപ്പോൾ വളരെ വേഗത്തിൽ ഞാൻ ഉള്ള സമയത്ത് പെട്ടെന്ന് കുറേ ലക്ഷണങ്ങളും കാര്യങ്ങളും പറയും. കാരണം ആ ലക്ഷണങ്ങൾ പറഞ്ഞാൽ ഇത് ഒരുപാട് ഇതിന് അടിസ്ഥാനമൊക്കെ ഇട്ട് സംസാരിച്ചൊക്കെ നിങ്ങളെ പഠിപ്പിച്ചൊക്കെ റെഡിയാക്കണമെങ്കിൽ മണിക്കൂറുകൾ വേണം. പക്ഷേ നമുക്ക് ഉള്ള സമയത്ത് പെട്ടെന്ന് ശാപവും അനുഗ്രഹവും എല്ലാം പറഞ്ഞിട്ട് ശാപവും അനുഗ്രഹവും. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്തിനാണ്? അനുഗ്രഹിക്കപ്പെടുവാൻ. പറഞ്ഞാട്ടെ, ഉറക്കെ പറഞ്ഞാട്ടെ. ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്, എല്ലാവരും അങ്ങോട്ട് ഞാൻ മുഖത്ത് നോക്കി പറഞ്ഞു, എന്നെ ദൈവം വിളിച്ചത് അനുഗ്രഹം അനുഭവിക്കുവാൻ. ഹല്ലേലൂയ. എന്നെ ദൈവം വിളിച്ചത് അനുഗ്രഹം അനുഭവിക്കുവാനാണ്, ശപിക്കപ്പെടുവാനല്ല. യേശു കർത്താവ് 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയിൽ വന്ന് തന്നെത്താൻ, ആരും തന്നെ കൊന്നതല്ല, ആരും തന്നെ ബലാത്കാരമായി പിടിച്ച് കുന്തം കൊണ്ട് കുത്തി ചാട്ടവാർ കൊണ്ട് അടിച്ച് ഓടിച്ചിട്ട് പിടിച്ച് തനിക്കിഷ്ടമില്ലാതെ യേശുവിനെ കൊന്നതല്ല. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് മനഃപൂർവമായി തന്നെ മരണത്തിന് ഏൽപ്പിച്ചതാണ്. അത് വേറെ ആർക്കും വേണ്ടിയല്ല. അത് ഓർക്കുമ്പോൾ നിങ്ങൾ കൈയടിക്കും. അതാണ് നിങ്ങൾക്ക് വേണ്ടിയാണ് യേശു ക്രൂശിൽ മരിച്ചത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരു ആവശ്യവുമില്ല. ലോകത്ത് ആരെങ്കിലും ചെയ്യുമോ? ആരും. ഒരു മക്കള് ഒരു സ്വന്തം മക്കൾക്ക് വേണ്ടി അപ്പനമ്മമാർ ഇന്നത്തെ കാലത്ത് മരിക്കാൻ തയ്യാറാവോ? ഇല്ല. മരിക്കാൻ തയ്യാറാകുന്ന മാതാപിതാക്കൾ ഉണ്ടായിരുന്നു. പണ്ടുള്ള കാലങ്ങളിൽ
മാതാപിതാക്കളെന്ന് പറഞ്ഞാൽ മക്കൾ വന്ന് ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുമ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കാനില്ല. പിന്നെ ഒരു കഞ്ഞി ഒരു പാത്രം കഞ്ഞിയേ ഉള്ളൂ. ഇത് ഭർത്താവിന് കൊടുക്കണോ മക്കൾക്ക് കൊടുക്കണോ തന്നെത്താൻ കഴിക്കണോ ഒന്നും അറിയാതിരിക്കുമ്പോൾ ആ മാതാവ് ആ ഒരു പാത്രം കഞ്ഞി ഭർത്താവിനും മക്കൾക്കും വീതിച്ചു കൊടുത്തിട്ട് സ്നേഹത്തോടെ പട്ടിണി കിടക്കുന്ന അമ്മമാരുടെ ഒരു കാലഘട്ടം നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇന്നത്തെ അമ്മമാരാണെങ്കിൽ മക്കളും ഭർത്താവും വരുന്നതിന് മുമ്പേ മുകളിലോട്ട് എറിഞ്ഞ് പിടിച്ചങ്ങ് കഴിക്കും. ഹല്ലേലൂയ. അവർ പറയും ഒന്നുമില്ല അപ്പം ഞങ്ങൾ എന്ത് ചെയ്യും? വായു ഭക്ഷണം എന്നാണ് നിങ്ങൾക്ക്. പ്രൈസ് ദി ലോർഡ്. കാരണം ഇന്ന് ഈ കാലഘട്ടത്തിൽ അപ്പനും അമ്മയ്ക്കും സ്നേഹം ഉണ്ടോയെന്ന് ചോദിച്ചാൽ അവർക്ക് അവരോടാണ് സ്നേഹം. അതാണ് 1.5 മണിക്കൂർ കണ്ണാടിയുടെ മുമ്പ് നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കാരണം അവർക്ക് അവരോടാണ് സ്നേഹം. അവർ വീട്ടിനകത്ത് എല്ലാവരും പോകുമ്പോൾ ഇവർക്ക് ഉണക്ക കപ്പ കൊടുത്തിട്ട് പിന്നെ അവർ പോകുമ്പോൾ ഇവരെന്ത് ചെയ്യും? സ്വിഗ്ഗിയിൽ വിളിച്ചു പറഞ്ഞ് നല്ല ബിരിയാണി വാങ്ങിച്ച് തിന്നും. അതാണ് ഇന്നത്തെ കാലം. കാരണം സ്നേഹം നഷ്ടപ്പെട്ടിരിക്കുന്നു. ത്യാഗ മനോഭാവമില്ലാത്ത കാലം. മക്കളോട് സ്നേഹമില്ല, ഭർത്താവിനോട് സ്നേഹമില്ല, തന്നോട് തന്നെ സ്നേഹം. സ്വസ്നേഹികളായി വമ്പ് പറയുന്നവരായി ഭോഷ്കുള്ളവരായി മാറിയ കാലഘട്ടത്തിലാണ് ഈ അന്ത്യകാലത്ത് നമ്മളായിരിക്കുമ്പോൾ ഈ ദൈവത്തിൻ്റെ വചനവും സഭയും ഈ സമൂഹത്തിന് വളരെ ആവശ്യഘടകമായ ഒരു കാര്യമാണ്. മനുഷ്യൻ മൃഗത്തിന് തുല്യരായി മാറിയിരിക്കുന്നു. വിവേകഹീനനായ മനുഷ്യൻ മൃഗത്തിന് തുല്യനാണെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇന്ന് നമുക്കറിയാമോ, ഈ പിന്നെ നായ്ക്കളെ കൊണ്ട് വെളിയിറങ്ങി നടക്കാൻ വയ്യ. രാവിലെ വൈകുന്നേരം നമ്മൾ നടക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന ആൾക്കാർ കമ്പും വടിയും തോക്കുമാറ്റാൻ നടക്കുന്നത്. കാരണം വെളിയിലിറങ്ങി നടക്കാൻ വയ്യ. ഒരു കുഞ്ഞുങ്ങൾ വെളിയിലിറങ്ങി പിന്നെ കളിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളെ പട്ടികൾ കടിച്ച് കീറി ഓടുകയാണ്. യഥാർത്ഥത്തിൽ ഇത് ചെയ്യേണ്ടത് ഇവിടെ കിടക്കുന്ന സകല നായ്ക്കളെയും പിടിച്ചൊരു നാഷണൽ പെർമിറ്റ് വണ്ടി കയറ്റി ഒരു പാർട്ടിയുണ്ട് അവരുടെ വീട്ടിൽ കൊണ്ടുവന്ന് അങ്ങോട്ട് വിടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ അപ്പോൾ നോക്കണം, മനുഷ്യനോട് ഗവൺമെൻറ്റിന് ഒരു സ്നേഹമില്ല, മനുഷ്യന് പ്രാധാന്യമില്ല. മൃഗങ്ങൾക്കുള്ള പ്രാധാന്യം പോലും ഇന്നത്തെ സർക്കാരുകൾക്കോ ഗവൺമെൻറ്റുകൾക്കോ ഒരു മനുഷ്യനും മനുഷ്യനോടുള്ള സ്നേഹത്തെക്കാൾ സ്വന്തം നായ്ക്കളോടാണ് സ്നേഹം. പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ്റെ ജീവന് വിലയില്ലാത്ത കാലം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതെല്ലാം ബൈബിളിൽ നേരത്തെ എഴുതി. ഇതൊന്നും ഇന്നലെയുള്ള പുതിയ കാര്യമൊന്നുമല്ല. നിങ്ങൾ ബൈബിൾ വായിക്കുന്നവരാണെങ്കിൽ അതിനകത്ത് എല്ലാം എഴുതി വച്ചിട്ടുണ്ട്. അന്ത്യകാലത്തിൻ്റെ ലക്ഷണങ്ങളെല്ലാം എഴുതി വച്ചിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ 2 വർഷം ഇവിടെ നടന്നത് കൈ ഒരിക്കലും കഴുകാത്തവൻ വരെ, കൈ പിന്നെ പാൻറ്റിൽ തുടച്ചതിന് ശേഷം തിന്നുകൊണ്ടിരുന്നവൻ വരെ കൈ കഴുകി കഴിക്കത്തക്ക രീതിയിൽ ജനിച്ചതിന് ശേഷം ഇന്ന് വരെ കൈ കഴുകാത്തവനും ഒരു ദിവസം 100 പ്രാവശ്യം കൈ കഴുകി. ആ ദൈവം ഇട്ട ഏറ്റവും നല്ലൊരു പഠനശാലയാണ്. കാരണം കൊറോണ വന്നപ്പോൾ ഒരുപാട് പേർക്ക് കാര്യങ്ങൾ മനസ്സിലായി. വൃത്തിയും വെടുപ്പും വേണം, നല്ല രീതിയിൽ കൈ കഴുകണം, കാര്യങ്ങളെല്ലാം. കൈ കഴുകാതെ എവിടെയെങ്കിലും ചെന്ന ആരും കണ്ടില്ല. എന്താണ്? പ്രൈസ് ദി ലോർഡ്. പക്ഷേ നമുക്കൊരു സംസ്കാരത്തിലോട്ട് ദൈവം മടക്കി കൊണ്ടുവന്നു. എല്ലാ ദിവസവും കൈ അറിയാതെ നിനക്ക് പേടിച്ച് മരിച്ചു എന്നുള്ള പേടിയുണ്ട്, കഴുകും. പ്രൈസ് ദി ലോർഡ്. നമ്മളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ലാബിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ കൈ എടുത്ത് വെച്ച് അതിൻ്റെ പേരെന്തോ അതിനകത്തൂടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ബോധം കെട്ട് നിറയെ വീഴും. നമ്മുടെ ശരീരത്തിലുള്ള ബാക്ടീരിയകൾ ഡോക്ടർമാരുടെ ചോദിച്ചാൽ അറിയാം. ഒരാളിനെ പിടിച്ച് കൈ ഇങ്ങോട്ട് നമ്മൾ നല്ല വൃത്തിയുള്ള കൈ, അത് അങ്ങോട്ട് വയ്ക്കുമ്പോഴാണ് നമ്മൾ പെട്ടെന്നൊരു ബോധക്ഷയം. കാരണം ഇത്രയും വലിയ ജീവികൾ ഇതിനകത്തുണ്ടായിരുന്നു. കാരണം മനുഷ്യന് കാണാൻ പറ്റാത്ത അത്രയും വലിയ ബാക്ടീരിയകളും എല്ലാം കൊണ്ട് നടക്കുന്നവരാണ് നമ്മൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി. ചില ആൾക്കാർ കുളിച്ച് റെഡിയായി സ്പ്രേ ഒക്കെ അടിച്ച് വന്നിരിക്കുന്നു, ഞാൻ വലിയ വിശുദ്ധനാണ്, വിശുദ്ധീകരിക്കപ്പെട്ടവനാണ്, ഞാൻ ശുദ്ധനാണ്. പക്ഷേ നമ്മൾ മൊത്തം ബാക്ടീരിയ കൊണ്ട് നിറഞ്ഞവരാ. ഒന്ന് തുമ്മിയാൽ ലക്ഷക്കണക്കിന് ബാക്ടീരിയകൾ അന്തരീക്ഷത്തിൽ എറിയും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് AC ഇട്ടിരിക്കുന്ന ഹാളിനകത്ത് പനിയോ ജ്വരമോ ഡെങ്കിപ്പനിയോ ഉള്ളവൻ വന്നിരിക്കരുത്, മറ്റുള്ളവനെ നശിപ്പിക്കരുതെന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ഇന്നത്തെ തിരുവത്താഴ ശുശ്രൂഷകൾ ഓരോ കപ്പിലാക്കിയത്. പണ്ട് തിരുവത്താഴ ശുശ്രൂഷ ഒരു കപ്പിലാണ്, ഒരു അപ്പത്തിൻ്റെ അംശികളും ഒരു പാനപാത്രത്തിൻ്റെ അംശികളൊക്കെ എന്നൊക്കെ പറഞ്ഞ് പണ്ട് സംസ്കാരം ഓരോ ഇല്ലാത്ത ആൾക്കാർ ഒരു കപ്പിനകത്തെല്ലാം കുടിപ്പിച്ചുകൊണ്ടിരുന്ന അവസാനം എല്ലാം തട്ടിപ്പോയി. എന്തെങ്കിലും വൈറൽ ഫീവർ വന്നു കഴിഞ്ഞാൽ ഒരുമിച്ചങ്ങ് തീരും. മാർത്തോമക്കാർ കൊറോണ സമയത്ത് ഒരു പവർ കോൺഫറൻസ് കൊണ്ടുവച്ചു, എല്ലാവരും പോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം നമുക്ക് ദൈവം പരിജ്ഞാനം തന്നിട്ടുണ്ട്, വിവരം തന്നിട്ടുണ്ട്. അന്ന് 2 കാര്യം പഠിച്ചു. 1 കൈ കഴുകുക, 2 വായ് മൂടി കെട്ടുക. ഇത് 2ഉം ചെയ്താൽ എല്ലാവരും സ്വർഗത്തിൽ പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ഒന്ന് ഇതാണ് ശാപം എന്ന് പറഞ്ഞാൽ, ഒന്ന് കേഴ്സ് വരുന്നതേ വായിന്ന. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വാ തുറന്ന് നമ്മുടെ നാവ് ഒരു ജീവനും സമൃദ്ധിയായ ജീവനും നിന്റെ വായിലിരിക്കും, നാവിലിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ പ്രസംഗിച്ചു, ജീവനും മരണവും നമ്മുടെ നാവിലിരിക്കുന്നു. നിന്റെ അധരങ്ങൾ ജീവനെ എന്ത് ചെയ്യും? സൃഷ്ടിക്കും. പറഞ്ഞു തരുന്നമ്മ ഒരു അമ്മച്ചി ബാക്ക് സൈഡിലിരുന്നത് ഒരു മരിച്ചുപോയി. അവർ 2 കൃഷ്ണമണി മുകളിലോട്ട് വന്ന് മരിച്ചു. 2 മക്കളെ നിലവിളിച്ച് പറഞ്ഞു, എൻ്റെ അച്ഛൻ മരിച്ചതുപോലെ എൻ്റെ അമ്മ ദാ മരിച്ചു. പക്ഷേ അടുത്ത് ചെന്ന് ആ വചനം പറഞ്ഞപ്പോൾ മാതാവ് ചാടി എഴുന്നേറ്റു. നമ്മുടെ സഭയ്ക്കകത്ത് മരിച്ചവർ എഴുന്നേറ്റു. പ്രൈസ് ദി ലോർഡ്. ആ മരിച്ച വ്യക്തി എഴുന്നേറ്റ ഉടനെ അവരുടെ അനിയത്തി അവിടെ മരിച്ചു. ഇവിടുന്ന് അവർ എഴുന്നേറ്റ് വെളിയിൽ പോയി. ഫോൺ കോൾ ഫസ്റ്റ് വരുന്നത് അവരിവിടെ ഇരുന്ന് മരിച്ച അതേ സമയത്ത് അവരുടെ അനിയത്തി എന്ത് ചെയ്തു? മരിച്ചു. നിന്റെ ജീവന് പകരം ജാതികളുടെ ജീവനെ ഞാൻ കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. നിന്റെ ജീവൻ ദൈവത്തിന് വളരെ വിലപ്പെട്ടതാണ്. അവര് നേരെ പോയി വീട്ടിൽ കയറിയപ്പോൾ 3 വർഷം കൊണ്ട് എഴുന്നേറ്റ് നടക്കാത്ത അവരുടെ മകന്റെ മകൻ എഴുന്നേറ്റ് നടന്നു. ദൈവസഭയ്ക്കകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തി, നീ കേൾക്കുന്ന ദൈവവചനം, നീ ഇവിടെ വെറുതെയല്ല ഇരിക്കുന്നത്, ഇതിനകത്ത് ജീവൻ വ്യാപരിക്കുകയാണ്. ഈ സഭയ്ക്കകത്ത് വിളിച്ചു പറയുന്ന വചനം അത് ദൈവത്തിന്റെ ആത്മാവാണ് പറയുന്നത്. അത് മനുഷ്യന്റെ വാക്കുകളല്ല, മനുഷ്യനല്ല പ്രസംഗിക്കുന്നത്. ദൈവം പറയുന്ന വചനങ്ങൾ, റിസറക്ഷൻ പവർ അല്ലെങ്കിൽ ജീവന്റെ വചനങ്ങൾ നീ കേട്ടിട്ട് മിണ്ടാതിരിക്കുന്നതിന് പകരം അത് റിസീവ് ചെയ്യുമ്പോൾ അവിടെ ജീവൻ വ്യാപരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മളെ ദൈവം സൃഷ്ടിച്ചത് അനുഗ്രഹം അനുഭവിക്കാൻ, ജീവനും സമൃദ്ധിയായ ജീവനും വ്യാപരിക്കാൻ. നിന്റെ കൈകളെ കറയില്ലാത്ത കരങ്ങളാക്കി നീ മാറ്റണം. നിന്റെ നാവിനെ നീ ശുദ്ധിയുള്ള അധരങ്ങളാക്കി മാറ്റണം. അത് രണ്ടും ചെയ്യുമ്പോൾ നീ നിത്യതയ്ക്കകത്ത് കയറുവാൻ ഇടയാകും. ഇന്ന് പകൽ വിശ്വസിക്കുന്നവൻ ദൈവത്തിന്റെ മഹത്വം കാണാൻ പോവുകയാണ്. അനുഗ്രഹമുണ്ട്, ശാപവുമുണ്ട്. ഇന്ന് ചിലർ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നു. വിളിക്കപ്പെട്ടവർ, തെരഞ്ഞെടുക്കപ്പെട്ടവർ, ദൈവത്താൽ നീതീകരിക്കപ്പെട്ട് അനുഗ്രഹിക്കപ്പെട്ടവരായി മാറും. എന്നാൽ ചിലർ ശാപയോഗ്യരായി മാറും, ചിലർ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറും. 2 കാര്യങ്ങൾ വേദപുസ്തകം വെച്ചിട്ടുണ്ട്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നമ്മൾ വായിക്കുമ്പോൾ 2 ഉള്ളൂ. ഒന്ന് ശാപത്തിന്റെ വഴി, ഇടുക്കവും ഞെരുക്കമുള്ള വഴി, ആ ദൈവരാജ്യത്തിലേക്കുള്ള വഴി, വിശാലമായ വഴി, പാപത്തിലോട്ടും ശാപത്തിലോട്ടും മരണത്തിലോട്ടുമുള്ള വഴി. 2 വഴികൾ ബൈബിൾ നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഒരു മോക്ഷയാത്ര എന്ന് പറയുന്ന ഒരു പുസ്തകം, എന്തോ അതിന്റെ പേര് ഞാൻ മറന്നുപോയി, പരദേശി മോക്ഷയാത്ര. അത് നിങ്ങൾ ജോൺ ബനിയൻ എന്ന് പറയുന്ന ദൈവദാസൻ എഴുതിയ പരദേശി മോക്ഷയാത്ര കിട്ടുമെങ്കിൽ നിങ്ങളെടുത്ത് വായിക്കണം. ഭയങ്കര ഒരു നിത്യതയുമായി കണക്ട് ചെയ്ത് വലിയ ചരിത്ര സംഭവമായ ഒരു വലിയ പുസ്തകമാണ്. ഹല്ലേലൂയ. അത് വായിക്കുമ്പോൾ പറയുന്നുണ്ട്, ഒരമ്മച്ചി തൻ്റെ ഭാണ്ഡക്കെട്ടുമായി നടന്നു പോകുമ്പോൾ ഒരു വാഹനം കൊണ്ട് നടത്തി ആ മാതാവിനെ വാഹനത്തിനകത്ത് കയറ്റി. ആ ഡ്രൈവർ വാഹനത്തിനകത്ത് ഈ അമ്മച്ചിയെ കയറ്റിയത് ഈ ഭാണ്ഡക്കെട്ടിനെ തറയിൽ വെച്ച് ഒരാശ്വാസം ഉണ്ടാകാനാണ്. പക്ഷേ ആ അമ്മച്ചി ആ വണ്ടിക്കകത്ത് കയറിയിട്ടും ഭാണ്ഡക്കെട്ട് തറയിൽ വെക്കാതെ ആ വണ്ടിയിൽ നിൽക്കുമ്പോഴും ഭാണ്ഡക്കെട്ട് മുതുകിനകത്ത് ഞാൻ വെക്കുന്നത് കണ്ടപ്പോൾ ഡ്രൈവർ ചോദിച്ചു, എന്താ നിങ്ങളെ ഞാൻ കയറ്റിയത് ഈ ഭാണ്ഡവും ഈ ഭാരവും കൊണ്ട് നടക്കുന്നത് കൊണ്ട് അതൊന്ന് ഇറക്കി വെക്കാനാ നിങ്ങളെ കയറ്റിയത്. പക്ഷെ അമ്മച്ചി പറഞ്ഞു, ഈ ഭാരം ഇറക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുപോലെയാണ് പല മനുഷ്യരും യേശുവിനെ രക്ഷിതായി സ്വീകരിച്ചു, കർത്താവിനെ അഭിഷേകം പ്രാപിച്ചു, അവർ സ്നാനപ്പെട്ടു. പക്ഷേ പല ഭാണ്ഡക്കെട്ടുകളുമായി ഇന്നും ആ ക്രിസ്തുവിന്റെ കരങ്ങളിലോട്ട് അത് കൊടുക്കാതെ നിങ്ങൾ ചുമക്കുന്ന അനുഭവം, അതാണ് ശാപം എന്ന് പറയുന്നത്. ആകുല ചിന്ത, വ്യാകുല ചിന്ത, ഭാരങ്ങൾ, നിരാശകൾ, തകർച്ചകൾ, മാനസിക വിഷമങ്ങൾ, റിജക്ഷനുകൾ, പേടി, ഭയം, മനുഷ്യനെ പേടി, ലോകത്തെ പേടി, സകലത്തെ പേടി, ഭീരുക്കളായി അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എന്റെ അടുക്കൽ വരുവിൻ എന്ന് അരുളി ചെയ്തിട്ടും ആ ദൈവത്തിന്റെ കരങ്ങളിൽ നിന്റെ ജീവിതത്തെ കൊടുക്കാതെ നീ കൊണ്ട് നടക്കുമ്പോൾ നീ ഭാരം അനുഭവിച്ചുകൊണ്ടിരിക്കുക. യേശു ക്രിസ്തു രക്ഷകനാണ്. ആ കർത്താവ് പറയുന്ന, നീ ഭാരം ചുമക്കണ്ട, നീ അധ്വാനിക്കണ്ട, ഞാൻ അത് ചുമന്നുകൊള്ളാം. പ്രൈസ് ദി ലോർഡ്. നീ ആകുലപ്പെടരുത്, നീ വ്യാകുലപ്പെടരുത്, നീ ഭാരപ്പെടരുത് എന്ന് വചനം പറയുന്നു. എന്നാൽ നമ്മൾ ആകുലപ്പെടുകയാണ്, അതാണ് ശാപം. ഹല്ലേലൂയ. എന്താണ് കേഴ്സ് എന്ന് പറഞ്ഞാൽ, ഒറ്റ വാക്യം പറഞ്ഞാൽ ദൈവം വെച്ചിരിക്കുന്ന ഓർഡറിനെ തെറ്റിക്കുന്നതാണ് ശാപം. ഹല്ലേലൂയ. നമ്മളെല്ലാം ഒരു സിസ്റ്റത്തിൽ വളർന്നവരാണ്. നമ്മൾ നേഴ്സറിയിൽ പോയവരാണ്, നമ്മൾ സ്കൂളിൽ പോയവരാണ്, കോളേജിൽ പോയവരാണ്, നമുക്ക് ജോലി ചെയ്യുന്നവരാണ്. നിങ്ങൾക്കെല്ലാം നിങ്ങൾ പോകുന്ന ഇടങ്ങളിലെല്ലാം ഒരു സിസ്റ്റമുണ്ട്.
ഒരു ഓർഡറുണ്ട്. ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചു. രാവിലെ ഉദയവും വൈകുന്നേരം അസ്തമയം വെച്ചിരിക്കുന്നു. സൂര്യനെ ചന്ദ്രനെ വെച്ചിരിക്കുന്നു, നക്ഷത്രങ്ങളെ വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അത് ഉദിക്കേണ്ട സമയത്ത് ഉദിച്ചില്ലെങ്കിൽ ഇരുട്ട് വ്യാപരിക്കും, അസ്തമിക്കേണ്ട സമയത്ത് അസ്തമിച്ചില്ലെങ്കിൽ വലിയ വിഷയമാണ്. പക്ഷേ ഇതെല്ലാം സിസ്റ്റമായി കറക്റ്റായിട്ട് ഭൂമിക്ക് അതിരിട്ടിട്ടുണ്ട്. ആ സമുദ്രത്തിന് ഒരു അതിര്, പഞ്ചസാര മണൽ കൊണ്ട് എന്ത് ചെയ്തു, സമുദ്രത്തിന് ഒരു അതിരിട്ടിട്ടുണ്ട്. ദൈവം പറഞ്ഞു ഇവിടം വരെ മതി. ഇന്ന് വരെയും ആ കടൽ പോലും അതിനനുസരിക്കുന്നു. കാളകളും മൃഗങ്ങളും വരെ ദൈവത്തെ അനുസരിക്കുന്നു. ഇന്ന് വരെ ചരിത്രത്തിൽ ഒരു പുലിയോ ഒരു കുറുക്കനോ ഒരു സിംഹമോ ഒരാടോ വിശന്നു പട്ടിണിയാണ് കടഭാരമാണ് ലോണാണെന്ന് പറഞ്ഞ് തൂങ്ങിച്ചത്ത ചരിത്രം ഇല്ല ഈ ലോകത്ത്. പക്ഷെ മനുഷ്യൻ ദൈവത്തിൻ്റെ സൃഷ്ടിയായ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ തനി സ്വരൂപമായ മനുഷ്യൻ സൂയിസൈഡ് ചെയ്യുന്നു. ഒരു മൃഗങ്ങളെ ഏതെങ്കിലും ഇന്ന് വരെ കെട്ടിഞ്ഞാണ് ചത്ത ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താ അത് ചാവാത്തത്? ആ കാളയ്ക്ക് നാളെത്തെക്കുറിച്ചുള്ള ചിന്തയില്ല, പക്ഷികൾക്ക് നാളെക്കുറിച്ചുള്ള ചിന്തയില്ല, താമരയ്ക്ക് നാളെക്കുറിച്ചുള്ള ചിന്തയില്ല. പക്ഷികളെയും മൃഗങ്ങളെയും സസ്യങ്ങളെയും സകലത്തെയും സൃഷ്ടിച്ച ദൈവം നാളെക്കുറിച്ചത് ചിന്തിക്കാതിരിക്കുമ്പോൾ അവരാരും പട്ടിണി കിടക്കുന്നില്ല. അവർക്കെല്ലാം തക്ക സമയങ്ങളിൽ ദൈവം മഴ കൊടുക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു. ആരും ഒരു സിംഹവും ഒരു സിംഹക്കുട്ടികളും ആരും പട്ടിണി കിടക്കാതിരിക്കുമ്പോൾ ഇതാ മനുഷ്യൻ പട്ടിണി കിടക്കുന്നു, മനുഷ്യൻ സൂയിസൈഡ് ചെയ്യുന്നു, മനുഷ്യന്റെ കുടുംബജീവിതങ്ങൾ തകരുന്നു, മനുഷ്യന്റെ തലമുറകൾ നശിക്കുന്നു. മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ദൈവത്തിന്റെ സ്വന്തം സാദൃശ്യപ്രകാരമാണ്. അപ്പൊ സ്വന്തം ദൈവത്തിന്റെ സ്വന്തം സാദൃശ്യത്തിലുള്ള നമുക്ക് മൃഗങ്ങളെക്കാൾ ഉപരിയായ വിവേകം ദൈവം തന്നു, ബുദ്ധി തന്നു, സൗന്ദര്യം തന്നു, ആരോഗ്യം തന്നു, നമുക്ക് സൃഷ്ടിക്കാനുള്ള പവർ തന്നു, അഡ്മിനിസ്ട്രേഷൻ ചെയ്യാനുള്ള പവർ തന്നു. ഹല്ലേലൂയ. നമ്മൾ ഫ്ലൈറ്റുകൾ ഉണ്ടാക്കുന്നു, നമ്മൾ ഈ ലോകത്തിന് റോക്കറ്റുകൾ ഉണ്ടാക്കുന്നു, എന്തെല്ലാം ഉണ്ടാക്കുന്നു. മൃഗങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. മൃഗങ്ങൾക്ക് മനുഷ്യനാകാൻ പറ്റുന്നില്ല, പക്ഷെ മനുഷ്യന് മൃഗമാകാൻ പറ്റും. ഹല്ലേലൂയ. ഒരു മൃഗത്തിനും മനുഷ്യനാകാൻ പറ്റത്തില്ല, പക്ഷെ മനുഷ്യന് ഒറ്റ സെക്കൻഡ് കൊണ്ട് മൃഗമാകാൻ പറ്റും. നമുക്കറിയാം, ഈ നാളുകളിൽ നമ്മൾ പത്രം വായിക്കുന്നത്, പത്രം എടുത്താൽ ഹാർട്ട് അറ്റാക്ക് വരും. രാവിലെ ബൈബിൾ എടുക്കുന്നതിന് പകരം പത്രം എടുത്ത് ഫസ്റ്റ് പേജ് വായിക്കുമ്പോഴേ വെട്ടുന്നു, കൊല്ലുന്നു, അമ്മയെ കൊല്ലുന്നു, അച്ഛനെ കൊല്ലുന്നു, വെട്ടിക്കൊല്ലുന്നു, അടിച്ചു കൊല്ലുന്നു, ക്രൂരമായി വെട്ടി കഷണങ്ങളാക്കുന്നു. മനുഷ്യന് സാധിക്കുന്നു. എങ്ങനെ സാധിക്കുന്നു? ഹല്ലേലൂയ. മനുഷ്യൻ മൃഗത്തിന് സമാനമായിരിക്കുന്ന ഈ കാലയളവിൽ നമുക്ക് ഈ ബൈബിളിൻ്റെ അല്ലെങ്കിൽ വചനത്തിൻ്റെ ആവശ്യകത തിരിച്ചറിയണം. നമ്മുടെ എല്ലാ അകത്തൊരു മൃഗമുണ്ട്, നമ്മുടെ എല്ലാ അകത്തൊരു സർപ്പമുണ്ട്, നമ്മുടെ എല്ലാം അകത്ത് നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരു സത്വം ഒളിച്ചിരിപ്പുണ്ട്. അത് സാഹചര്യങ്ങൾ വരുമ്പോൾ അത് പണം ഉയർത്തി വെളിയിൽ വരുവാനിടയാകും. ഇന്ന് പകല് അതിനെ കൊല്ലണമെങ്കിൽ യേശുവിൻ്റെ രക്തത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ, യേശുവിൻ്റെ ശക്തിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. മനുഷ്യരെ മൃഗമാക്കുന്ന ഹല്ലേലൂയ ശാപം. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ മക്കൾ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. എന്താ പറയുന്നത്? ദൈവത്തിന്റെ മക്കൾ. അങ്ങനെയാണെങ്കിൽ പിശാചിന്റെ മക്കളുണ്ടല്ലേ? ദൈവത്തിന്റെ മക്കൾ എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുകയാണെങ്കിൽ മറു സൈഡിൽ പിശാചിന്റെ മക്കളും ഉണ്ട്. ഹല്ലേലൂയ. പിശാചിന്റെ മക്കൾ ചെയ്യുന്നത് ദൈവത്തിന്റെ മക്കൾ ചെയ്യുമ്പോഴാണ് അത് ശാപം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഓർഡറുകൾ തെറ്റിക്കുമ്പോൾ ദൈവം പറയുന്നു സ്നേഹിക്കാൻ, നമ്മൾ സ്നേഹിക്കുന്നില്ലെങ്കിൽ ഓർഡർ തെറ്റി. ദൈവം പറയുന്നു ക്ഷമിക്കാൻ, നമ്മൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ ഓർഡർ തെറ്റി. ദൈവം പറയുന്നു പരോപകാരം ചെയ്യാൻ, നന്മ ചെയ്യുന്നതിൽ നിന്ന് മടുത്തു പോകരുത് ദൈവം പറയുന്നു. പക്ഷേ നമ്മൾ തെറ്റിക്കുകയാണെങ്കിൽ തെറ്റി. ഹല്ലേലൂയ. ദൈവം പറയുന്ന അയൽവാസിയെ നിന്നെ പോലെ സ്നേഹിപ്പാൻ, ദൈവം പറയുന്ന നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിപ്പാൻ, സ്നേഹിക്കുന്നില്ലെങ്കിൽ തെറ്റി. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ദൈവം പറയുന്നു കരുണ കാണിക്ക്, ദൈവം പറയുന്നു സമാധാനം ആചരിക്ക്, ദൈവം പറയുന്നു നിങ്ങൾ മക്കളെങ്കിൽ മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുന്നവരായി മാറ്. ഇതെല്ലാം നമ്മൾ തെറ്റിക്കുമ്പോൾ അവിടെ ശാപം വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഒറ്റ വാക്കി പറഞ്ഞാൽ ഒരു ബോധവൽക്കരണമാണ് പറയുന്നത്. അതായത് ഒരു കൊതുക് നിവാരണം പോലെ നമ്മുടെ വീടിൻ്റെ പരിസരമെല്ലാം നമ്മൾ കൊതുക് ഒരിക്കലും ആരെയും മനഃപൂർവ്വമായി ഇന്ന വീട്ടുകാരെ നമുക്ക് അറ്റാക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്ത് വരുന്നതല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു ഈച്ച വരുന്നു, അത് പ്ലാൻ ചെയ്ത് വരുന്നതല്ല. ഇതെല്ലാം വരാൻ കാരണം എന്താ? അതിന് പറ്റിയ ഭക്ഷണം അവിടെ ഉള്ളതുകൊണ്ട്. ഹല്ലേലൂയ. കൊതുക് ഒരു വീട് നിറച്ച് കൊതുക, അല്ലെങ്കിൽ ഒരു ടേബിളിൽ നമ്മൾ ഫുഡ് കൊണ്ടുപോയി. ഇന്ന് കഴിഞ്ഞ ദിവസം ഞാൻ 2000 എത്രയോ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കി വെച്ച ഒരു വീട്ടിൽ പോയി.
4-5 കോടി രൂപ വെച്ച് ഉണ്ടാക്കിയൊരു വീട്, മനോഹരമായ വീട്. അകത്ത് ചെന്നു, അകത്ത് കയറി ഫുഡ് കഴിക്കാൻ ഞാനും എൻ്റെ ബ്രദറും കൂടെ ഇരുന്നു. ആ വീട് കണ്ട് ഞെട്ടി ബോധം കെട്ടാൻ നമ്മളിരിക്കുന്നു. അത്രയും വൃത്തിയും വെടുപ്പും ഭയങ്കര സംഭവമാണ്. പക്ഷേ ടേബിളിൽ ചെന്നിരുന്നപ്പോൾ ഫുഡ് കാണാൻ പറ്റുന്നില്ല, നിറയെ ഈച്ച. പ്രൈസ്. എന്തുകൊണ്ടാണ് ഈച്ച വന്നത്? നോക്കിയപ്പോൾ ചക്കപ്പഴം അതുപോലെയുള്ള ഫലങ്ങളെല്ലാം ഒരു വലിയ കുട്ടയ്ക്കകത്ത് അവിടെ വെച്ചിരിക്കുക. അത് വെച്ചതുകൊണ്ട് ഈച്ച കയറി. ഹല്ലേലൂയ. ദൈവം ഒരിക്കലും ആരെ ശപിക്കാനല്ല വിളിച്ചത്, അനുഗ്രഹിക്കാനാണ്. പക്ഷേ നമ്മുടെ അകത്ത് ചില ഈച്ചകൾ വരുന്നത്, നമ്മുടെ അകത്ത് ചില കൊതുക് വരുന്നത്, അതിന് വളരാനും മുട്ടയിടാനും തക്കവണ്ണം നമ്മുടെ ഉള്ളിൽ ചിലത് നമ്മൾ സൂക്ഷിക്കുന്നു. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടെങ്കിലും പലതും നമ്മൾ കളയാതെ ചിലതൊക്കെ നമ്മൾ കൊണ്ട് നടക്കുന്നവരാണ്, രസിക്കുന്നവരാണ്. അതൊരു ഈച്ച വന്നിരിക്കാൻ, കൊതുക് വന്നിരിക്കാൻ തക്കവണ്ണം നമ്മൾ എന്ത് ചെയ്യുക? പ്രൈസ് ദി ലോർഡ്, വളമിട്ട് വളർത്തിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് പല ദൈവമക്കളും അനുഗ്രഹിക്കപ്പെടാത്തത്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ആറ്റരകത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ. രാപ്പകൽ വചനം ധ്യാനിക്കുന്നതിനെ കുറിച്ച് പറയാം. രാപ്പകൽ വചനം ധ്യാനിക്കുന്നവൻ ഇല വാടാത്തതും തക്ക സമയത്ത് ഫലം കായ്ക്കുന്ന വൃക്ഷം പോലെ ഇരിക്കും. നീ ചെയ്യുന്നതൊക്കെ, അപ്പം നീ ചെയ്യുന്നത് സാധിക്കുന്നില്ലെങ്കിൽ മുകളിലടുത്ത കേസാണ് പ്രശ്നം. ഹല്ലേലൂയ. താഴോട്ട് വരുമ്പോൾ നീ ചെയ്യുന്നത് സാധിക്കുന്നില്ല, നീ തൊടുന്നതൊക്കെ അനുഗ്രഹിക്കപ്പെടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ആവർത്തനം 28:1-14 വരെ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ മക്കൾ അകത്ത് വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടും, പുറത്ത് പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടും. നിന്റെ കൃഷിയിടം അനുഗ്രഹിക്കപ്പെടും, നിന്റെ മൃഗസമ്പത്ത് അനുഗ്രഹിക്കപ്പെടും, നിന്റെ ആകാശം കിളിവാതിലുകളെ ദൈവം തുറക്കും. നീ എല്ലാം ചെയ്യുന്നതൊക്കെ ബ്ലെസ്സിങ് ആകും. നിന്റെ സന്തതികൾ അനുഗ്രഹിക്കപ്പെടും, നിന്റെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടും. എല്ലാം ബ്ലെസ്സിങ്, 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 ബ്ലെസ്സിങ്. അപ്പോൾ അവിടെ താഴെ 1-ാമത്തെ വാക്യം പറയുന്നത് എന്താ? എൻ്റെ കൽപ്പന അനുസരിക്കുന്നവൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടും. 14 കഴിഞ്ഞ് 15 കയറുമ്പോൾ ഈ കൽപ്പനകൾ അനുസരിക്കാത്തവൻ എന്ന് പറഞ്ഞ് പിന്നെ അങ്ങോട്ട് മറ്റേ ശാപുക. പൈൽസ് പിടിക്കും, ക്ഷയം പിടിക്കും, കുഷ്ഠം പിടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട്. അത് വായിക്കാതിരിക്കുന്ന വായിച്ച ബോധം കിട്ടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം അനുഗ്രഹം ഉണ്ട്, ശാപമുണ്ട്. ഈ അനുഗ്രഹം ഉണ്ടാകുന്നത് ഓർഡർ അനുസരിക്കുമ്പോൾ. ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ആ ദൈവത്തിൻ്റെ ഓർഡർ എന്നിൽ നിന്ന് മാറിയാൽ ഞാൻ ശപിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയും. ഒരിക്കൽ സാമ്പത്തിക കേസുമായ സാമ്പത്തിക ശാപം. ഒരു ദിവസം ഞാൻ ഗൂഗിൾ പേയിൽ 25,000 രൂപ എനിക്ക് തന്നെ ഞാനിട്ട് എൻ്റെ അക്കൗണ്ടിൽ നിന്നും, എൻ്റെ അക്കൗണ്ടിൽ ശ്രീജുവിൽ നിന്നും ശ്രീജുവിലോട്ട് SBIയിൽ നിന്നും കാനറ ബാങ്കിലോട്ട് ഞാൻ അയക്കുകയാണ്. പക്ഷേ ഞാൻ ഗൂഗിൾ പേയിൽ എൻ്റെ ഇങ്ങനെ സ്റ്റേറ്റ് ബാങ്കിൻ്റെ ഇതിൽ നിന്ന് കാനറയിലോട്ട് അയക്കുന്നതിന് ഞാൻ എടുത്തത് ശ്രീജു എന്ന് പറഞ്ഞിട്ട് പേര് വന്നു. ഉടനെ അതിലോട്ട് തന്നെ ഞാൻ അയച്ചു. ഞാൻ വിചാരിച്ചു എൻ്റെ പേരിലുള്ളത് എൻ്റേത്. പക്ഷേ നോക്കിയപ്പോൾ എൻ്റെ പേരിലുള്ള വേറെ ഏതോ ഒരാൾക്കത് പോയി. ഞാൻ ഗൂഗിൾ പേയിൽക്കാരോട് കംപ്ലയിൻറ്റ് ചെയ്തു. എൻ്റെ സഹോദരൻ ഞാനും കൂടെ ഇത് കുത്തിയിരുന്ന് നോക്കി പഠിച്ചു. ഗൂഗിൾക്കാരെ വിളിച്ചു, കാനറ ബാങ്കുകാരെ വിളിച്ചു, SBIക്കാരെ വിളിച്ചു. പൈസ പോയതാ. ഞങ്ങൾക്ക് ആർക്കും ഒരു ഉത്തരവാദിത്വമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ഞാൻ അങ്ങനെ പെട്ടെന്ന് എനിക്ക് ഇത്രയും പൈസ പോയി. ലോണിൻ്റെ പൈസയാണ് പോയിരിക്കുന്നത്. ഇത്രയും പൈസ എനിക്ക് പോയല്ലോ. ഭയങ്കര ഭാരപ്പെടുന്ന ദൈവം, എന്താണ് അതിന് കാരണം? നോക്കിയപ്പോൾ ഞാൻ ഏകദേശം 1 ലക്ഷം രൂപ എങ്ങാനും ആ സമയത്ത് എനിക്ക് കിട്ടിയതിൻ്റെ ദശാംശം ഞാൻ ഇട്ടില്ല. എൻ്റെ എൻ്റെ ആവശ്യങ്ങൾ 100 എണ്ണം ഉള്ളപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ചില സമയത്ത് നമ്മൾ ഫൈനാൻഷ്യൽ ബ്ലെസ്സിങ്ങിനെ കുറിച്ച് പഠിപ്പിക്കുന്ന നമ്മൾ തന്നെ ഓർഡർ തെറ്റിച്ചു. ഒറ്റ പോകിന് 10-25 പോവുക. ഞാൻ അവിടെ നിന്നൊരു തീരുമാനമെടുത്തു, കർത്താവ് ഈ പൈസ എനിക്ക് തിരിച്ച് കിട്ടിയാൽ ഇത്രയും പൈസ ഇതിൻ്റെ മൊത്തം ദശാംശം കൃത്യമായിട്ട് ഞാൻ കൊടുക്കും. ദശാംശമല്ല, ഓഹരി ഞാൻ കൊടുക്കും. ഈ പൈസ എൻ്റെതല്ല, തിരിച്ച് കിട്ടിയാലും അത് ദൈവരാജ്യത്തിനാണ്. പെട്ടെന്ന് ദൈവാത്മാവ് എനിക്കൊരു വെളിപ്പാട് തന്നു. ഈ പോയ പിന്നെ ഈ ശ്രീജു എന്ന് പറയുന്ന ആരാണ്, ഏതാണ് ഈ ശ്രീജു? ഞാൻ ചിന്തിച്ചപ്പോൾ, ഞാൻ പലപ്പോഴും ഞാൻ ചിന്തിച്ച് അവസാനം 2022 സെപ്റ്റംബർ മാസമാണ് ഒരു 2 വർഷത്തിന് മുമ്പ് 21 2021 സെപ്റ്റംബർ മാസം ഒരു 28-ാം തീയതി 29-ാം തീയതി ഞാൻ കോവളത്ത് ഉദയസമുദ്ര എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ പോയി. അവിടുന്ന്
ഏതോ ഒരു ആൾക്കാരുമായിട്ട് ഗസ്റ്റുകളുമായിട്ട് സംസാരിച്ച് അവിടെ ചെന്ന് ചായ കുടിച്ചുകൊണ്ട് കൊണ്ടിരുന്നു. അവിടുത്തെ ഹോട്ടലിൽ ഞാൻ പേ ചെയ്തതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ അവിടെ ചെന്ന്, എനിക്ക് ദൈവാത്മാ പറഞ്ഞു ഇന്ന സ്ഥലത്ത് പോകുക. അവിടെ ചെന്ന് ഞാൻ പറഞ്ഞു, ഇവിടെ ആരെങ്കിലും ശ്രീജു ഉണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇത് മുതലാളിയുടെ മകനാണ് ശ്രീജു. ഉടനെ അവർ വിളിച്ചു പറഞ്ഞു എന്നെ വേറൊരു ശ്രീജു വന്നിട്ടുണ്ട്, പുള്ളിയുടെ പൈസ അറിയാതെ നിങ്ങളുടെ അക്കൗണ്ട് വന്നു. അദ്ദേഹം പറഞ്ഞു വന്നു, കഴിഞ്ഞ ദിവസം വന്നു. അത് ഞാൻ വിചാരിച്ചു ഇവിടെ ഏതോ റൂം എടുത്തതാണ്. നല്ല പ്രൈസ് ദി ലോർഡ്, ഇത് അറിയാതെ വന്നതാണ്, തിരിച്ചുകൂടെ. അപ്പം തന്നെ എനിക്ക് തിരിച്ചു കിട്ടി. പ്രൈസ് ദി ലോർഡ്. നിനക്ക് നഷ്ടപ്പെട്ടതിനെ തിരിച്ചു കിട്ടും. സാമ്പത്തിക ശാപങ്ങൾ ഇന്ന് പകൽക്കാലം അഴിയണമെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവരാജ്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവനാണ് നീ. വിളിക്കപ്പെട്ടവനാണ് നീ, തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് നീ, തേജസ്കരിക്കപ്പെടേണ്ടവനാണെങ്കിൽ അങ്ങനെയുള്ളവരോട് മാത്രമാണ് ഞാൻ പറയുന്നത്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ദൈവം ചില പഠനം കൊടുക്കുകയുള്ളൂ. അങ്ങനെയുള്ളവരെ ദൈവം ടീച്ച് ചെയ്യാറുള്ളൂ. അങ്ങനെയുള്ളവരെ ദൈവം പഠിപ്പിക്കാറുള്ളൂ. അങ്ങനെയുള്ളവർക്ക് ചില ബാലശിക്ഷ കൊടുക്കാറുള്ളൂ. നീ ബാലശിക്ഷ കിട്ടിയാണ് വളരുന്നതെങ്കിൽ നീ ഉയർച്ച പ്രാപിച്ചിരിക്കും. ഹല്ലേലൂയ. നിനക്കൊരു ബാലശിക്ഷ കിട്ടിയാണ് വളരുന്നതോ, നിന്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റുന്നതല്ല ദൈവരാജ്യം. ദൈവരാജ്യത്തിൽ ഒരു സിസ്റ്റം ഉണ്ട്, ഒരു പാറ്റേൺ ഉണ്ട്. ഇപ്പം ദൈവം എന്നെ പഠിപ്പിച്ചതാ. ഞാൻ കൃത്യമായി ദശാംശം കൊടുക്കുന്ന ആളാണ്. ഞാൻ പഠിപ്പിക്കുന്ന മാത്രമല്ല, ദശാംശം അല്ല, ഓഹരി കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. എനിക്കുള്ളതല്ല ഞാനും ദൈവത്തിനാണ്. ഞാൻ പണ്ട് ഒരു പൈസ ഇല്ലാത്തപ്പോൾ ഞാൻ പണ്ട് വേറൊരു ദൈവദാസൻ ചെയ്തതുപോലെ ഒരു പ്രാവശ്യം ഞാൻ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നതിന് മുമ്പ് 5 പൈസ ഇല്ല, സ്തോത്രക്കാഴ്ചയ്ക്ക് പൈസ ഇടാനില്ലാത്തപ്പോൾ ഞാൻ പറഞ്ഞു ഈ സ്തോത്രക്കാഴ്ച പാത്രം കൊണ്ടെന്ന് പറഞ്ഞ് കർത്താവ് ഞാൻ എന്നെ തന്നെ സ്തോത്രക്കാഴ്ചയായി തരുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് വലിയൊരു പറച്ചിലായി. അതോടുകൂടി ദൈവം എന്നെ പിടിച്ച് റെഡിയാക്കി ശുശ്രൂഷയ്ക്ക് ഇറങ്ങി. പ്രൈസ് ദി ലോർഡ്. നമ്മളെ തന്നെ അങ്ങ് കൊടുത്തിരിക്കുക ദൈവത്തിന്, നമ്മുടെ സമയവും ആരോഗ്യവും എല്ലാം. ഹല്ലേലൂയ. അപ്പം നമ്മൾ ഓർഡർ തെറ്റിക്കുമ്പോഴാണ് കേഴ്സുകൾ വരുന്നത്, ശാപങ്ങൾ വരുന്നത്, നഷ്ടങ്ങൾ വരുന്നത്. അത് ഏത് പൈസ, ഇപ്പം സാമ്പത്തിക ശാപം ഉണ്ടാകും. കാരണം ഒന്നാമത് ദൈവത്തെ കൊള്ളയടിക്കരുത്. ഹാലേലു മനാക്കി 3:9 എടുത്ത് വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ മത്സരിക്കുന്നരുത്, നിങ്ങൾ ദൈവത്തെ കൊള്ളയടിക്കുന്നവരാകരുത്, നിങ്ങൾ ദൈവത്തെ പരീക്ഷിക്കരുത്. നിങ്ങൾ ധൈര്യത്തോടെ ഒരു കാര്യത്തെ ദൈവത്തെ പരീക്ഷിച്ചോ, നിങ്ങൾ കൊടുത്തു നോക്ക്, ഞാൻ 100 മടങ്ങ് ആകാശത്തിലെ കിളിവാതിൽ തുറന്ന് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾ എവിടെ കൊടുക്കണം? നിങ്ങൾ പോയി വചനം വായിക്കുന്ന, പഠിക്കുന്ന, നിങ്ങളെ വചനം പഠിപ്പിക്കുന്നവന് ഓഹരി കൊടുക്കണം എന്നെല്ലാം ദൈവം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പണ്ട് ഇങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് PG വർഗീസ് എന്ന് പറയുന്ന ഒരു അങ്കിള്, അദ്ദേഹമാണ് ഈ സാമ്പത്തികത്തിൻ്റെ ഒരു പുസ്തകം ഞാൻ വായിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു ഈ ഓഹരി എന്ന് പറയുന്നത് കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ട് ആൾക്കാർക്ക്, ദശാംശം കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്, പിന്നെയാണ് ഓഹരി കൊടുക്കുന്നത്. ദശാംശം കൊടുക്കാൻ പോലും വലിയ ആൾക്കാർക്ക് ബുദ്ധിമുട്ട്, പിന്നെയാണ് ഓഹരി. പക്ഷേ ഓഹരി കൊടുക്കുന്നതും ദശാംശം കൊടുക്കുന്നതല്ല. ചില വ്യക്തികളുണ്ട് ഹിസ്റ്ററി മേക്കറായി മാറുന്ന ചില ആൾക്കാരുണ്ട്. ഫൈനാൻഷ്യൽ ബ്രേക്ക് ത്രൂവിലൂടെ, സാമ്പത്തിക വിടുതലുകളുടെ ഫെയ്ത്ത്ഫുള്ളായിട്ട് ആ ദൈവരാജ്യത്തിന് വാരി കൊടുക്കുന്ന ചിലരുണ്ട്. അവരുടെ ഒരു പ്രത്യേകത, ലോണ് കിട്ടിയാലും ലോൺ എടുത്ത് പലിശയ്ക്ക് പൈസ എടുക്കുന്ന പൈസ വരെ ദൈവരാജ്യത്തിന് കൃത്യമായിട്ട് കൊടുക്കുന്ന വ്യക്തികൾ എനിക്കറിയാം. ഒരമ്മച്ചിയുണ്ട്, 4 ലക്ഷം രൂപയാണ് ഒരു വീടിന് അവർ ഈ ഗവൺമെൻറ് കൊടുക്കുന്ന 4 ലക്ഷം രൂപ കൊടുക്കുമല്ലോ വീടിൻ്റെ പൈസ, പഞ്ചായത്ത്. അപ്പോൾ നമ്മുടെ ചർച്ചിൽ വരുന്നൊരു അമ്മച്ചിയുണ്ട്, 4 ലക്ഷം രൂപ ഗവൺമെൻറ് കൊടുത്തതാ ലോണ്. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ ദശാംശവും കൊണ്ടുവന്ന് നിൽക്കുക. എന്താ എന്നറിയാമോ? നമ്മൾ പറയും ലോൺ എടുത്താൽ, പലിശയ്ക്ക് എടുത്താൽ, ഇത് പലിശയ്ക്കും ലോണൊക്കെ എടുക്കുന്ന പൈസ നമ്മൾ എങ്ങനെയാണ്, നീയാണോ അടയ്ക്കുന്നത്? നിനക്ക് എങ്ങനെയാണ് കിട്ടിയത്? പ്രൈസ് ദി ലോർഡ്. നീ ചെന്ന് ലോണിന് അപേക്ഷിച്ചാൽ ഉടനെ നിന്നെ കണ്ട് ചാടി വീണവരെല്ലാം അവിടെ തരുമോ? ദാ തമ്പുരാൻ വന്നിരിക്കുന്നു, ദാ എടുത്തോ. പ്രൈസ് ദി ലോർഡ്. എത്ര പ്രാർത്ഥിച്ചാൽ ലോണ് കിട്ടുന്നത്, എത്ര പ്രാർത്ഥിച്ചാൽ നിനക്ക് സമ്പത്ത് പണം കിട്ടുന്നത്? അത് തരുന്നത് ദൈവമാണെങ്കിൽ വിശ്വസ്തനായി ആ പണത്തിനും നിനക്ക് തിരിച്ചടയ്ക്കാൻ വഴി തുറക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ലോൺ എടുത്ത പൈസയ്ക്കും പലിശയ്ക്കെടുത്ത പൈസയ്ക്കും നമ്മൾ അധ്വാനിച്ചുണ്ട പൈസയും എല്ലാ പണവും ദൈവത്തിൻ്റെതാണ്. ഇതൊരു മാമോനാണ്. ഇത് തിരിച്ചടയ്ക്കാനും ചെയ്യാനും ഇതെല്ലാത്തിനും ദൈവമാണ് നിനക്ക് ശക്തി തരുന്നത്. പലരുടെയും ജീവിതത്തിൽ അവിശ്വസ്തരായി പലരും ദൈവത്തെ പരീക്ഷിച്ച് പലരും
പലരും സാമ്പത്തികമായി തകരാൻ കാരണം സാമ്പത്തിക ശാപം നിന്റെ ലൈഫിൽ ഉണ്ടാകാൻ കാരണം അല്പത്തിൽ വിശ്വസ്തനായവനെ അധികത്തിൽ വിചാരനാക്കുന്ന ഒരു ദൈവം, നിന്റെ പ്രവർത്തികളെ കാണുന്ന ദൈവം. നിന്നെ ഇന്ന് പകല് ചില വ്യക്തികളോട് ദൈവാത്മാവ് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിലുള്ള ലോണുകൾ കർത്താവ് പറയുക, ലോൺ എടുക്കുന്നത് വചനത്തിനകത്ത് പറയുന്ന ലോൺ എടുക്കുന്ന ദൈവഹിതമല്ല, കടം വാങ്ങിക്കുന്നത് ദൈവഹിതമില്ല. ദൈവം പറയുന്നത് നീ കടം കൊടുക്കുന്നവനായി മാറും. നീ കടം വാങ്ങുന്നവനല്ല, നീ കടം കൊടുക്കുന്നവനായി മാറും. കടം വാങ്ങുന്നത് ശാപമാണ്. വചനം പറയുന്നു കടം വാങ്ങുന്നത് ശാപം, പലിശയ്ക്ക് പൈസ എടുക്കുന്നത് ശാപം, ലോൺ അടയ്ക്കുന്നത് ശാപം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം നമ്മളെ കിരണശക്കിരുന്ന ദൈവദാസം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരിക്കലും ലോൺ എടുക്കത്തില്ല. കഴിഞ്ഞ ദിവസം മോഹൻ ശീലാസറിന്റെ അടുത്ത് പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരിക്കലും ലോൺ എടുത്തല്ല ഈ സഭ പണിതത്. ഹല്ലേലൂയ. അപ്പം നമ്മുടെ എല്ലാം ജീവിതത്തിൽ കെട്ടുപൊട്ടാനുണ്ട്. ഞാനും നിങ്ങളും അടക്കമുള്ളവർ ഇന്ന് പകൽ പ്രാർത്ഥിക്കണം. നമ്മളെ ലോണിനെ വലിച്ചു കീറണം, നമ്മുടെ കടഭാരത്തെ വലിച്ചു കീറണം. നമ്മൾ ലോൺ എടുത്ത് ജീവിക്കേണ്ടവരല്ല, കടം വാങ്ങിച്ച് ജീവിക്കേണ്ടവരല്ല. ഞാൻ പറയട്ടെ, കടം വാങ്ങിപ്പിക്കുന്നത് പിശാചാ. നിന്റെ കഴുത്തിൽ കുരുക്കിടാൻ വേണ്ടി പിശാച് നിന്നെ കടം വാങ്ങിപ്പിച്ച ചില ആൾക്കാർ കടം വാങ്ങിച്ച് ശീലിച്ച് അവിടെ നിന്ന് വാങ്ങിക്കാം, ഇവിടെ നിന്ന് വാങ്ങിക്കാം, ആര് ചോദിച്ചാലും കൊടുക്കും. എന്തെങ്കിലും ഒരു ചെറിയ മുറുക്കാൻ കട വെച്ചുകൊണ്ടിരിക്കുന്നവനും കടം വാങ്ങിക്കും. എന്തെങ്കിലും ഒരു സ്ഥാപനം ഉള്ളവൻ്റെ സ്ഥിരം പരിപാടി കടം വാങ്ങിക്കും. ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് നടത്തിക്കൊണ്ടിരുന്ന വട്ടപ്പാറയുള്ള ഒരു പാർട്ടി ഇവിടെ വരിക. 3.5 എത്രയോ കോടി രൂപയുടെ ആസ്തി ഉണ്ടായിരുന്നവരാ, അറിയപ്പെടുന്ന സൂപ്പർ മാർക്കറ്റായിരുന്നു. പക്ഷെ എന്താ പറ്റിയെന്ന് അറിയാമോ? തമിഴ്നാട്ടിൽ നിന്നെങ്ങാനും ആൾക്കാർ വന്ന് ഫണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് ഉണ്ടായിരുന്ന പൈസയും കടങ്ങളൊക്കെ വാങ്ങിച്ച് അവർക്ക് 12 ലക്ഷം രൂപ എന്തോ ബോണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞു കൊണ്ടുവന്ന് കൊടുത്ത് അവിടെ കാത്തു നിന്നു. ഹല്ലേലൂയ. ഇവിടെ കിഴക്കേക്കോട്ടയിൽ കാത്തു നിന്ന് 2 പേര്. അവസാനം അതുമില്ല ഇതുമില്ല, വാങ്ങിച്ചെന്ന് പോയി, എല്ലാം പോയി. ഇന്ന് 3.5 കോടി രൂപയ്ക്ക് ആ സ്ഥലം വിറ്റ് കടം തീർക്കാൻ തുടങ്ങി. ഇന്ന് ഒരു വലിയ മാനം ഉണ്ടായിരുന്നവൻ എല്ലാ മാനവും പോയി, ഇന്ന് തകർന്നവനായി കരഞ്ഞുകൊണ്ട് നടക്കുക. കാരണം കടം വാങ്ങിക്കുന്ന നീ ശീലമാക്കരുത്. നിന്റെ അടുക്കൽ വന്ന് ആരെങ്കിലും ഞാൻ എത്ര രൂപ ഞാൻ കടം തരാം, പലിശയ്ക്ക് തരാമെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മകനാണ്, വെളിപ്പാടുള്ള നീ പറയണം, ഞാൻ കടം വാങ്ങിക്കാനല്ല, കടം കൊടുക്കുന്നവനായി മാറും. പ്രൈസ് ദി ലോർഡ്. ഈ കടം വാങ്ങിക്കുന്നതിനെ നീ ശാസിക്കണം, പലിശയ്ക്ക് പൈസ എടുക്കുന്നതിനെ നീ ശാസിക്കണം. പ്രൈസ് ദി ലോർഡ്. ലോൺ എടുത്ത് ജീവിക്കുന്നതിനെ കീറിക്കളയണം, വലിച്ചു കീറണം. കാരണം അത് നിന്റെ കഴുത്തിൽ കുരുക്കായി മാറും. നീ എന്നേക്കുമായി തകർക്കാൻ, നിന്നെ നശിപ്പിക്കാൻ, നിന്നോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്വം ദൂതം എന്നേക്കുമായി തകരാൻ, നീ നാട് വിട്ടു പോകാൻ, നിന്നെ ആരുമല്ലാത്തവനാക്കാൻ പിശാചിടുന്ന പണിയാണ് ഈ പലിശക്കെടുപ്പ്, കടമായിപ്പ്, ലോൺ എടുപ്പ്. ആൾക്കാർ നീ ചോദിച്ചോറിനെ തരികയാണോ? ഹല്ലേലൂയ. അതിൻ്റെ അർത്ഥം പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉള്ളതെല്ലാം പോകാനിടയാകും. ദൈവമക്കളെ, ഇന്ന് പകൽ നിങ്ങളൊരു തീരുമാനം എടുക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവം തരുന്നത് മതി എനിക്ക്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ജീവിതത്തിൽ കടഭാരം പാടില്ല, അതെൻ്റെ കാൽ കീഴിലാകും. ലോണ് എടുക്കത്തില്ല, അതിൻ്റെ കാൽ കീഴിലാകും. ആ ശാപത്തെ ഞാൻ ബ്രേക്ക് ചെയ്യും. ഞാൻ ലോൺ എടുത്ത് ജീവിക്കുന്നവനല്ല, ഞാൻ കടം വാങ്ങിച്ച് ജീവിക്കുന്നവനല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചില ആൾക്കാർക്ക് ഒരിതുണ്ട്, 1 പവൻ്റെ 1/2 പവൻ്റെ മോതിരമോ ഒരു മാലയോ എന്തെങ്കിലും കഴുത്തിൽ വന്നാൽ, ഒരു കയ്യിൽ വന്നാൽ, ഈ കടഭാരം വന്ന ശാപമുള്ളവരും പണയം വയ്ക്കുന്ന ശാപമുള്ളവരുണ്ട്. ചില ആൾക്കാർക്ക് പണയം വയ്ക്കുന്ന സ്പിരിറ്റാണ്, ചില ആൾക്കാർക്ക് വിൽക്കുന്ന സ്പിരിറ്റ്, ചില ആൾക്കാർക്ക് വാങ്ങുന്ന സ്പിരിറ്റ്. പ്രൈസ് ദി ലോർഡ്. ഇതൊരു സ്പിരിറ്റാ, നമ്മുടെ കൈക്കകത്ത് വരും. ഇത് ഒരു സ്പിരിറ്റാ, അത് നമ്മുടെ കരത്തിൽ വരും കേട്ടോ. ഈ കടഭാരം സാമ്പത്തിക ശാപമുള്ളവർക്ക് ഒന്ന് താരൻ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ തലയിൽ സ്കിന്നിൽ ഭയങ്കരമായ താരൻ, വിട്ടുമാറാത്ത താരൻ, കടഭാരത്തിൻ്റെ സ്പിരിറ്റ്, ദാരിദ്ര്യത്തിൻ്റെ സ്പിരിറ്റ് ഉള്ളവരുടെ ലക്ഷണമാണ്. 1 ചൊറിച്ചിലുകൾ. പ്രൈസ് ദി ലോർഡ്. ഒരുപാട് ഓവറായിട്ടുള്ള ഫുഡ് കഴിക്കുന്ന സ്പിരിറ്റുകൾ. പ്രൈസ്. ഇതെല്ലാം പോവർട്ടിയുടെ സ്പിരിറ്റ് നിങ്ങളുടെ അകത്ത്, നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ ഇന്ന് പകൽ അതിൻ്റെ ഒരു സൈനാണത്. താരൻ്റെ സ്പിരിറ്റ്, ഭയങ്കര ശരീരം, പിന്നെ സ്കിൻ അലർജികൾ. ഹല്ലേലൂയ. സ്തോത്രം. ഓവർ ഫുഡ് കഴിക്കുന്ന സ്പിരിറ്റുകൾ, ടെൻഷൻ, വറി, സ്ട്രെസ്സുകൾ, മദ്യപാനം, സിഗരറ്റ് വലി, പ്രൈസ്, മറ്റ് പല വിധത്തിലുള്ള സ്പിരിറ്റുകൾ നിങ്ങളുടെ അകത്ത് കയറുന്ന, ഇത് ഒരു പോവർട്ടി സ്പിരിറ്റ് നിൻ്റെ അകത്തുണ്ടെങ്കിൽ, നിൻ്റെ കയ്യിൽ പണം വന്നാൽ 2 സെക്കൻഡ് കഴിയുമ്പോൾ ഓട്ടക്കയ്യെന്ന ആൾക്കാർ പറയും. ഹല്ലേലൂയ. 2 ലക്ഷം, 3 ലക്ഷം, 50 ലക്ഷം, 10 ലക്ഷം, 1000 കോടി വന്നാലും അടുത്ത സെക്കൻഡിൽ അത് പോവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നിൻ്റെ കെട്ട് പൊട്ടണം,
നിന്റെ ശാപം പൊട്ടണം. നീ പോവർട്ടി സ്പിരിറ്റിന്റെ അണ്ടറിലാണ്, നീ ഡേഞ്ചറസ് പോയിന്റിലാണ്. 100 രൂപ നിന്റെ കയ്യിൽ ഒരു ദിവസം അധ്വാനിച്ച് കിട്ടുന്നു. അടുത്ത നീ വീട്ടിൽ വന്നിട്ട് വേറൊരാളിൻ്റെ 100 രൂപ കൂടെ വാങ്ങിച്ച് നീ ചെലവഴിക്കുന്നവനാണെങ്കിൽ നീ ശപിക്കപ്പെട്ടവനാണ്. എന്നാൽ 100 രൂപ നിനക്ക് കിട്ടുന്നു. എത്ര ചെലവഴിച്ചാലും 80 രൂപ നീ ചെലവഴിച്ചു, ബാക്കി 20 രൂപ മിച്ചമുണ്ടോ, നീ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ഇന്ന് പകൽ നീ എങ്ങനെയാണ് അനുഗ്രഹിക്കപ്പെടുന്നത്? അനുഗ്രഹം എന്ന് പറയുന്നത് 1000 രൂപയാണെങ്കിലും 200 രൂപയാണെങ്കിലും 100 രൂപയാണെങ്കിലും വീണ്ടും 20 രൂപയെങ്കിലും നിനക്ക് മിച്ചമെടുക്കാനുണ്ടെങ്കിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. നീ 1000 കോടി നിന്റെ കയ്യിൽ കിട്ടിയാലും അടുത്ത നിമിഷം നിന്റെ കരം ശൂന്യമാണെങ്കിൽ നീ ശപിക്കപ്പെട്ടവനാണ്. വചനം പറയുന്നു, ഓവർഫ്ലോയിങ് ബ്ലെസ്സിംഗ്, ഞാൻ 1000 മടങ്ങ് നിന്നെ അനുഗ്രഹിക്കും. നീ ലോൺ കടം വാങ്ങിക്കത്തില്ല, നീ കടം കൊടുക്കുന്നവനായി മാറും. അബ്രഹാമിന്റെ അനുഗ്രഹം യേശുക്രിസ്തു മുഖാന്തരം നിന്റെ മേലുണ്ട്. ഇന്ന് പകല് ചിലരുടെ ലോണുകൾ, ഇന്ന് പകൽ ലോണുകൾ, ഇന്ന് പകൽ കടഭാരങ്ങൾ, കടബാധ്യതകൾ, അതിന്റെ ദാരിദ്ര്യത്തിന്റെ സ്പിരിറ്റുകൾ, വിഴുങ്ങുന്ന സ്പിരിറ്റ്, സർപ്പശക്തികൾ, നിന്റെ നന്മയെ വിഴുങ്ങുന്ന സ്പിരിറ്റുകൾ, പണയം വയ്ക്കുന്ന സ്പിരിറ്റുകൾ, പണയം വയ്ക്കുന്ന സ്പിരിറ്റുകൾ, കടം വാങ്ങിക്കുന്ന സ്പിരിറ്റുകൾ, ലോൺ എടുക്കുന്ന സ്പിരിറ്റുകൾ ഇപ്പോൾ അഴിയട്ടെ. ആവശ്യം ഇന്ന് പകൽ ചില കെട്ടുകൾ ഇന്ന് പകൽ പൊട്ടുകയാണ്. ആ ശാപത്തെ ബ്രേക്ക്, കേസ് ബ്രേക്കിംഗ്, കേസ് ബ്രേക്ക്. യേശുവിന്റെ നാമത്തിൽ ചില പണയം വയ്ക്കുന്ന, ചില കടം വാങ്ങിക്കുന്ന, ഒരിക്കലും കടം മാറാത്തവരുണ്ടോ ഇതിനകത്ത്? ദീർഘകാലമായി കടമുണ്ടെങ്കിൽ ഇന്ന് പകൽ നീ ശപിക്കപ്പെട്ടവനാണ്. ആ ശാപം പൊട്ടാൻ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു. ഞാൻ ശപിക്കപ്പെട്ടവനല്ല, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനത്രേ. എന്റെ ദാരിദ്ര്യം ഇന്ന് പകൽ പൊട്ടുന്നു. ഓ ജീസസ്, ചില കെട്ടുകൾ, ചില ശാപങ്ങൾ ഇന്ന് പകൽക്കാലം പൊട്ടിമാറുകയാണ്. ഓ ഓർഡറുകൾ തെറ്റുമ്പോൾ ശാപം വരുന്നു. യെസ്, കേസുകൾ, ദാരിദ്ര്യം, കടഭാരം, കടബാധ്യത, പണയം വയ്ക്കുന്നത്, പണയം കൊടുക്കുന്നത്, പലിശയ്ക്ക് പൈസ വാങ്ങിക്കുന്നത്, പലിശയ്ക്ക് പൈസ കൊടുക്കുന്നത്, ലോണിന്റെ കേസുകൾ, യെസ്, കടഭാരം, കടബാധ്യതകൾ, മാറാത്ത കടഭാരം, ഒരിക്കലും വിട്ടുമാറാത്ത ബാധ്യതകൾ, ഇന്ന് പകല ശാപങ്ങളെ, ജോലിയില്ലാത്ത അനുഭവം, കയ്യിൽ കിട്ടുന്ന പൈസ നിമിഷ നേരം കൊണ്ട് ശൂന്യമാകുന്ന ശാപം ഇന്ന് പകൽ അത് അഴിയട്ടെ. കേസുകൾ ബ്രേക്കാവുകയാണ്. വീടില്ല, വാടകയ്ക്ക് കിടക്കുന്ന അനുഭവം, സ്വന്തമായി വീടില്ലാത്ത ശാപം, സ്വന്തമായി വരുമാനമില്ലാത്ത ശാപം, ജോലിയില്ലാത്ത ശാപം, ദാരിദ്ര്യങ്ങൾ, ഓ വിവാഹം നടക്കാത്ത ശാപം, തലമുറയില്ലാത്ത ചില ശാപങ്ങൾ ഇന്ന് പകൽ അഴിയട്ടെ. I pray. Oh Jesus name. ഏത് കാര്യവും ദീർഘകാലമായിട്ടുള്ളതാണെങ്കിൽ അത് കേഴ്സാണ്. പ്രൈസ് ദി ലോർഡ്. ദീർഘകാലമായി ഒരു രോഗത്തിന് ഞാൻ ഗുളിക കഴിക്കുന്നു എന്നുള്ളവർ മാത്രം എഴുന്നേറ്റ് നിന്നാട്ടെ. ദീർഘകാലമായി ഞാൻ രോഗത്തിന് ഗുളിക കഴിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. 2, ദീർഘകാലമായിട്ട് ഞാൻ കടക്കാരനാണ്. ദീർഘകാലമായി ലോണുകൾ, കടഭാരം എനിക്കുണ്ട്. അങ്ങനെയുള്ളവർ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദീർഘകാലമായിട്ട് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് പറയുക, നിങ്ങളുടെ കെട്ടുകൾ ഇന്ന് ആത്മാവ് പൊട്ടി. നിങ്ങളുടെ കാൽ കീഴിൽ പിശാചിനെ ചവിട്ടി മതിക്കണം. വചനം പറയുന്ന സമാധാനത്തിന്റെ ദൈവം വേഗത്തിൽ സാത്താനെ നിന്റെ കാൽ കീഴിൽ മെതിച്ചു കളയും. പ്രൈസ് ദി ലോർഡ്. വൈരാഗ്യം കാണിക്കണം. നീ വൈരാഗ്യമുള്ളവരായി മാറണം. നിന്നെ ദൈവം വിളിച്ചത് വേറെ, പിശാച് നിന്നിൽ ഇട്ടിരിക്കുന്ന വേരുകൾ ഇന്ന് പകൽക്കാലം പൊട്ടിക്കാൻ നിന്റെ അകത്ത് ദൈവം ഒരു അധികാരം തന്നിട്ടുണ്ട്. ചവിട്ടി മെതിച്ചാട്ടെ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ. ദീർഘകാലമായ കടഭാരം, ദീർഘകാലമായ രോഗം, ദീർഘകാലമായ വേദനകൾ, ദീർഘകാലമായി രോഗബന്ധനങ്ങൾ, ദീർഘകാലമായ ദാരിദ്ര്യങ്ങൾ ഇന്ന് പകൽക്കാലം
കയ്യിൽ വരുന്ന പൈസ ഓട്ടക്കാരനെയാക്കി നിന്നെ മാറ്റുന്ന ആ ശാപത്തെ ഇന്ന് പകല ജോലി നഷ്ടപ്പെട്ട പൈസ തിരിച്ചു കിട്ടാനുള്ളവർ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഇരുന്നാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏത് കാര്യവും ദീർഘകാലമാണോ സൂക്ഷിക്കണം. നമ്മൾ അവസാനം അത് മരണത്തിൽ കൊണ്ടുപോയി. നമ്മൾ അവസാനം ഒറ്റ സെക്കൻഡിൽ ഏതെങ്കിലും ഒരു ടൈമിൽ പെട്ടെന്ന് എത്ര പ്രാർത്ഥിച്ച് എത്ര ആരാധിച്ച് എത്ര അഭിഷേകം ഉണ്ടെങ്കിലും എല്ലാവർക്കും എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കത്തില്ല. സ്പിരിച്വലെല്ലാം പെട്ടെന്ന് നമ്മളെ മനസ്സിനെ ഡൗൺ ആക്കിയാൽ അടുത്ത സെക്കൻഡ് പിശാച് അകത്ത് കയറി മരിയടാ, കൊല്ലടാ, ചാവടാ എന്ന് പറയും. ഹല്ലേലൂയ. പ്രൈസ്. അങ്ങനെയാണ് പല അഭിഷിക്തന്മാർ പോലും സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്. എത്രയോ ദൈവമക്കൾ മരിക്കുന്നു, എത്രയോ പേർ കൊലപാതക കേസിൽ പ്രതിയാകുന്നു, എത്രയോ പേർ സൂയിസൈഡ് ചെയ്യുന്നു. കാരണം ജീവിതത്തിലെ ദുഃഖകരമായ അനുഭവം എപ്പോഴും ആർക്കും നിയന്ത്രിച്ച് നിർത്താൻ പറ്റത്തില്ല. ചിലപ്പോൾ ഇമോഷണലി തകർന്ന് ആ സമയം പിശാച് അകത്ത് കയറി പെട്ടെന്ന് ബ്ലൈഡ് എടുത്ത് കയറാൻ പറയും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറയുന്നത് നീ ആരാധന മുടക്കരുതേ എന്ന് നിലവിളിക്കുന്നത്. ആരാധന മുടക്കരുത്, ഫാസ്റ്റിംഗ് പ്രയർ മുടക്കരുത്, വീട്ടിൽ കയറി കിടക്കരുത്, ഇരിക്കരുത്, ഓടിവാ ഓടിവാ എന്ന് ദൈവദാസന്മാർ വിളിച്ചു പറയുന്നത്. ദൈവമല്ല നമ്മളാരും, യേശു ക്രിസ്തു അല്ലാതെ നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല. ഏതോ നിമിഷവും നമുക്ക് വീഴ്ച സംഭവിക്കാം. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ ഒന്നാമത്തെ സാമ്പത്തിക ശാപങ്ങൾ ഇന്ന് പകൽക്കാലം അത് പൊട്ടാൻ പോവുകയാണ്. ചെറുതിൽ നിന്നും ചെറിയ അവിശ്വസ്തതയാണ് വലിയ കടക്കാരാക്കി നമ്മളെ മാറ്റുന്നത്. ഹല്ലേലൂയ. പലതും നമുക്ക് താങ്ങാൻ പറ്റാത്ത സ്ഥിതി വരുമ്പോൾ നമ്മൾ മെന്റലാവും. പ്രൈസ് ദി ലോർഡ്. അതിന് നമ്മൾ കണ്ടുപിടിക്കുന്ന വഴിയാണ് സിഗരറ്റ് വലി, മദ്യപാനം, ദേഷ്യം, പൊട്ടിത്തെറി. നമുക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ വീട്ടിൽ ചെന്ന് വീട്ടിലുള്ളവർക്കാണ് പ്രശ്നം. നമ്മുടെ ദേഷ്യം മുഴുവൻ മക്കളോട് കാണിക്കുന്നു, നമ്മുടെ ദേഷ്യം മുഴുവൻ അപ്പനോടും അമ്മയോടും കാണിക്കുന്നു, നമ്മളുടെ ദേഷ്യം മുഴുവൻ മറ്റു പലരോട് കാണിക്കുന്നു. അതിന് ഇടവരുത്താതെ നിങ്ങൾ വചനത്തിൽ ആശ്രയിക്കണം. നിങ്ങൾ മനഃപൂർവ്വമായി കർത്താവിൻ്റെ നാമത്തിൽ ആ കേഴ്സ് ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്നാമത് ദൈവത്തോടുള്ള മറുതലിപ്പ്. പറഞ്ഞാട്ടെ, ദൈവത്തോടുള്ള മറുതലിപ്പ് ഒരു വലിയ ശാപമാണ്. ദൈവത്തോടുള്ള മറുതലിപ്പ്. എന്താണ് ഈ ദൈവത്തോടുള്ള മറുതലിപ്പ്? ഏദൻ തോട്ടത്തിൽ പിതാവായ ദൈവം ആദാമിനെ ഹവ്വയെ സൃഷ്ടിച്ചു. പ്രൈസ് ദി ലോർഡ്. ആദാമിൻ്റെ തല ആരാണ്? ദൈവം. ഹല്ലേലൂയ. ഹവ്വയുടെ തല ആദാം. ഹല്ലേലൂയ. അതൊരു ഓർഡറാണ്, ഒരു സിസ്റ്റം. ആദാമിൻ്റെ തല കർത്താവ്. എല്ലാ വൈകുന്നേരങ്ങളിലും പിതാവ് ഇറങ്ങി വരും. തോട്ടത്തിനകത്തൂടെ കൈപിടിച്ചവർ നടന്ന് ആത്മാനിറവിൽ ആരാധിച്ച് കൂട്ടായ്മ ആചരിച്ച് അഭിഷേകം പകർന്ന് തലയെ കൈവച്ച് അനുഗ്രഹിച്ച് ആദാമിനെ ഹവ്വയും ബ്ലസ് ചെയ്ത് പിതാവ് കയറിപ്പോകും. പിറ്റേന്നും അതുപോലെ വൈകുന്നേരങ്ങളിൽ കടന്നു വരും. ഈ കൂട്ടായ്മ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഏദൻ തോട്ടം ഉണ്ടാകുന്നതിന് മുമ്പ് ഭൂമി ശൂന്യമായിരുന്നു, പാഴായിരുന്നു. പിശാച് വസിച്ചിരുന്ന ഭൂമിയെ, ശൂന്യമായ ഭൂമിയെ ദൈവം മനുഷ്യന് വസിക്കാൻ വേണ്ടി റെഡിയാക്കി. അതിനകത്ത് തോട്ടമുണ്ടാക്കി നാല് കൈവഴികളിലൂടെ ഒഴുകുന്ന ഒരു നദി ഉണ്ടാക്കി. നദി നിറച്ച് പീശോനിൽ നിറച്ച് പൊന്ന്, ഗോമേതകം ഇതെല്ലാം ഒരുക്കി എല്ലാം സെറ്റ് ചെയ്തു. മനോഹരമായൊരു തോട്ടം ഉണ്ടാക്കി. അതിനകത്ത് വെച്ചിട്ട് പറഞ്ഞു, ഞാൻ നിന്റെ പിതാവാണ്, നീ എൻ്റെ സ്വരൂപമാണ്, നീ എന്നെ ആരാധിക്കണം, എൻ്റെ ശബ്ദം നീ കേൾക്കണം. പക്ഷേ ഇല്ലീഗലായിട്ട് പിശാച് ഒരു സർപ്പത്തിനകത്ത് കയറി വന്നിട്ട് പറഞ്ഞു, ഈ ഹവ്വയെ വിളിച്ചു. ഹവ്വ കേൾക്കേണ്ട ശബ്ദം ആദാമിൻ്റെ ശബ്ദമാണ്. ഹവ്വ അനുസരിക്കേണ്ടത് ആദാമിനെയാണ്. പക്ഷേ എപ്പോൾ ഹവ്വ പിശാചിൻ്റെ സർപ്പത്തിൻ്റെ ശബ്ദം കേട്ടോ, ഓർഡർ തെറ്റി. ഹല്ലേലൂയ. ഓർഡർ തെറ്റിയപ്പോൾ പിശാച് നെഞ്ചു വിരിച്ച് നെളിഞ്ഞങ്ങ് തന്നു. എന്നിട്ട് പതുക്കെ ഹവ്വയോട് പറഞ്ഞു, ആ ഫലം എടുത്ത് കഴിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളെപ്പോഴും ദൈവത്തിൻ്റെ ശബ്ദമേ കേൾക്കാവൂ. നീ നിന്റെ വീട്ടിനകത്ത് നിന്റെ ഭർത്താവിൻ്റെ ശബ്ദം കേൾക്കണം. ഹല്ലേലൂയ. ഭർത്താവ് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കണം. ഇതാണ് ഓർഡർ. ദൈവ സ്വർഗത്തിൽ ബൈബിളിലെ ഓർഡറാണ്. പ്രൈസ് ദി ലോർഡ്. വേദപുസ്തകത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന ഓർഡറാണ്. മറ്റുള്ള ഓർഡറൊന്നും എനിക്കറിയത്തില്ല. ഞാൻ പറയുന്നത് ദൈവത്തിൻ്റെ വചനത്തിനകത്തുള്ള ഓർഡറാണ്. പ്രൈസ് ദി ലോർഡ്. വചനം പറയുകയാണ്, ബൈബിളിനകത്തുള്ള ഓർഡറാണ്. ഭർത്താവിൻ്റെ തല കർത്താവും ഭാര്യയുടെ തല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ഓർഡർ തെറ്റിയപ്പോൾ പിശാച് അകത്ത് കയറി. ഹല്ലേലൂയ. അതൊരു മറുതലിപ്പായി. അവിടെ മക്കൾ അസൂയ പിടിച്ചവരായി. ഏതെങ്കിലും പിള്ളേരെ നമ്മൾ ഇന്ന് വരെ ജനിച്ചതിന് ശേഷം രാവിലെ അപ്പനോ അമ്മയുടെ ചൂരൽ വെട്ടി എടുത്തുകൊണ്ടുവന്ന മോനെ, അസൂയ ഇന്നത്തെ വിഷയം. പഠിച്ചോ? മറുതലിപ്പ് രണ്ടാമത്തെ വിഷയം. നിനക്ക് 10-35 സബ്ജക്റ്റ് ഞാൻ പഠിപ്പിച്ചു തരാം.
അസൂയ എങ്ങനെ ഉണ്ടാക്കണം, മറുതലിക്കുന്നത് എങ്ങനെ, അനുസരണക്കേട് എങ്ങനെ, ഇത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാറുണ്ടോ? നമ്മളെ പിള്ളേരെ വിളിച്ചു കഴിഞ്ഞ് ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞാൽ അവൻ അങ്ങോട്ടേ പോകൂ. അതുകൊണ്ട് നമ്മൾ അറിഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോടാന്ന് പറഞ്ഞാൽ അവൻ ഇങ്ങോട്ട് വരും. നമ്മളൊരു കൊച്ചിനെ എടുത്ത് മൂത്ത കൊച്ച് നോക്കി നിൽക്കുമ്പോൾ ഇളയ കുഞ്ഞിനെടുത്ത് മടി വെച്ചാൽ ആ മൂത്ത കൊച്ചു 4 ഇടി. എനിക്കിഷ്ടപ്പെട്ടില്ല. കാരണം എന്താണ്? അസൂയ. പ്രൈസ് ദി ലോർഡ്. ആരെങ്കിലും പഠിപ്പിച്ചോ? രാവിലെ എഴുന്നേറ്റ് കുഞ്ഞ് ജനിച്ചോറിനെ കുളിപ്പിക്കുന്ന പായിലിട്ട് പിന്നെ പാളയിൽ ഇട്ട് കുളിപ്പിക്കുന്ന സമയത്തെ നമ്മൾ അസൂയയുടെ പാട്ടുപാടിയാണോ പഠിപ്പിച്ചത്? എങ്ങനെ ഇത് വന്ന അസൂയ? എങ്ങനെയാ അനുസരണക്കേട് വന്നത്? എങ്ങനെയാ അഹങ്കാരം വന്നത്? എങ്ങനെയാ നിഗളം വന്നത്? എങ്ങനെയാ കുസൃതി വന്നത്? നീ എന്താണോ അതാണ് നിന്റെ നിലവറ. പ്രൈസ് ദി ലോർഡ്. നിന്റെ DNA-ക്കകത്ത് പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്റർ എന്ന് പറഞ്ഞ പോലെ പിന്നെ എന്തുവാ, നീ തിരഞ്ഞെടുത്തത്, പിന്നെ ഭാര്യ പറയുന്നു ഭർത്താവിന് സെലക്ഷൻ ഇല്ല എന്ന് പറഞ്ഞതുപോലെ ആ സെലക്ഷൻ, ഒന്നാമത് സെലക്ഷൻ തെറ്റിക്കിടക്കുക ഭർത്താവിൻ്റെ. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ പറയുന്ന പോലെ ഒരു സൈഡിൽ മൂർച്ചയുള്ളതിനെ നൈഫ് എന്ന് പറയും, 2 സൈഡിൽ മൂർച്ചയുള്ളതിനെ വൈഫ് എന്ന് പറയും. അത് കണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നതിനെ ലൈഫ് എന്ന് പറയും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒരു സൈഡിൽ മൂർച്ചയുള്ളതിനെ നൈഫ്, 2 സൈഡിൽ മൂർച്ചയുള്ളത് വൈഫ്. അത് കണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഉള്ള തലയും കൊണ്ട് നടന്ന അതാണ് ലൈഫ്. അല്ലെങ്കിൽ ചെറുവത്തല എന്ത് ചെയ്യും? തലയിലിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം നമ്മുടെ ജീവിതത്തിലെ ഓർഡറുകൾ, മനുഷ്യൻ്റെ ലൈഫിലെ ഓർഡറുകളെല്ലാം തെറ്റിക്കിടക്കുക. തെറ്റിക്കിടക്കുന്നവരാണ് സഭയിൽ വന്ന് ചാടി ഡൈവ് ചെയ്ത് ഏറി നിന്ന് ആരാധിക്കുന്നത്. ഹല്ലേലൂയ. സകലതും തെറ്റിക്കിടക്കുക, ഓർഡറുകളെല്ലാം തെറ്റിക്കിടക്കുക. അവർ വന്ന് കസേര ഓടിക്കുന്നു, ഉരുളുന്നു, ഡൈവ് ചെയ്യുന്നു, എന്തെല്ലാം കുച്ചിപ്പൊടിയും മോഹിനിയാട്ടം നടത്തുന്നു. അവർ സ്വയം ചിന്തിക്കുന്നു ഞാൻ സ്വർഗത്തിൽ പോകും. വീട്ടിൽ ചെല്ലുമ്പോൾ ഓർഡർ തെറ്റിക്കിടക്കുക. പ്രൈസ് ദി ലോർഡ്. ഭർത്താവ് അടുക്കളയിൽ നിൽക്കുന്നു, ഭാര്യ നിൽക്കേണ്ട സ്ഥാനത്ത് ഭർത്താവ്. ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ, ഡൽഹിയിലൊരു വീട്ടിൽ ചെന്നു. ഞാൻ ചെന്ന് കയറിയപ്പോൾ സഹോദരി അവിടെ ഇരിക്കുക, ഫ്രണ്ടിൽ കസേരയിൽ കാലുമേ കാല് വെട്ടിഞ്ഞിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഞാൻ പാർഷാണെന്ന് വന്ന് ഈ സഹോദരി അറിഞ്ഞില്ല. എന്നെ വിളിച്ചത് അച്ചായനാണ് വിളിച്ചത്. ഞാൻ അവിടെ ചെന്നപ്പോൾ അച്ചായ എവിടെ പോയെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ഇവിടെ കിച്ചണിൽ നിൽക്കുക. അവർ ഹിന്ദിയിൽ അരേ എന്ന് പറഞ്ഞൊരു വേറൊരു ഭാഷ പറഞ്ഞു. ഞാൻ ഹിന്ദി എനിക്ക് മനസ്സിലായി, ഹിന്ദി അറിഞ്ഞുകൂടെങ്കിലും മനസ്സിലായി അവരെന്താ വിളിച്ചതെന്ന്. അങ്ങേര് പറഞ്ഞു ഞാനിപ്പോൾ വരാടി, ഞാനിവിടെ ചായ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയല്ലേ. അവർ അടുക്കളയിലോട്ട് ഇപ്പം വരാമെന്ന് പറഞ്ഞ് അകത്തോട്ട് പോയിട്ട് അവിടെ ഈ ഗദ്ദ എന്ന് പറയുന്നൊരു വാക്കുണ്ട്, എന്നാൽ കഴുത, അതിൻ്റെ പേരെ കഴുത എന്ന് പറഞ്ഞുകൊണ്ട് ഇയാളെ അടുക്കളയിൽ നിന്ന് ചീത്ത വിളിക്കുക. അയാൾ കാല് പിടിച്ചിട്ട് പറഞ്ഞു വെളിയിൽ വന്നിരിക്കുന്ന പാസ്റ്ററാ, ഇന്ന് വന്ന ഗസ്റ്റ് വാഷാടി, ഒന്നും മിണ്ടാതിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഈ ബഹളം എല്ലാം കേട്ടുകൊണ്ട് ഞാൻ വെളി നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. പിന്നെ അവർ വളരെ സന്തോഷം, തലയിൽ തുണിയൊക്കെ ഇട്ട് സന്തോഷമായി പാസ്റ്ററെ ചായ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്ന് സഹോദര, നിങ്ങൾ ഒരു അവാർഡ് തരട്ടെ. 35 വർഷമായ കല്യാണം കഴിഞ്ഞിട്ട്, അതെ, ഒരു പത്മഭൂഷന് വേണ്ടി ഞാൻ കൊടുക്കാം. നമ്മുടെ നെടുമങ്ങാട് ചർച്ചിലുള്ളൊരു വീട്ടിൽ വിസിറ്റിങ്ങിന് വേണ്ടി ഞാൻ പോയപ്പോൾ ഒരു സഹോദരിയെ ഒരാൾ വലിയ കൊടുവാളും കൊണ്ട് ഓടിക്കുന്നു. സഹോദരി 40 ദിവസത്തെ ഫാസ്റ്റിംഗ് കഴിഞ്ഞിട്ട് ഈ ഭർത്താവിൻ്റെ ഭൂതം ഇളകി മാറാൻ വേണ്ടി എന്ത് ചെയ്യുക, 40 ദിവസത്തെ ഫാസ്റ്റിംഗ് ചുടലമാടൻ ഇരിക്കുന്നു എന്നാണ് അവർ പറഞ്ഞു. ഭർത്താവിൻ്റെ അകത്ത് ചുടലമാടൻ ഇരിക്കുന്നു. അങ്ങനെ ഞാൻ എന്നെ വിളിച്ച് അവിടെ ചെന്നതാ. അയ്യോ പാഷേ, എന്നെ കൊല്ലാൻ ഇയാൾ എന്നെ ഇന്ന് വെട്ടിക്കൊല്ലും, ഉടനെ പാഷ വരണം, എല്ലാവരും കൂടെ വരും. ഞങ്ങൾ ഓടിച്ചെന്ന്, ഈ കൊലപാതകം നടന്ന നമ്മൾ സഭയിൽ വരുന്ന ആളല്ലേ. ഓടിച്ചെന്നപ്പോൾ ഭാര്യയും മക്കളും എല്ലാം റോഡിൽ നിൽക്കുന്നു, അങ്ങേരെ കൊടുവാളുമായിട്ട് നിൽക്കുക. ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ വളരെ പേടിച്ച്, വളരെ പേടി ആ ഭാഗത്തുണ്ടെങ്കിലും വെളിയിൽ ബ്രദറെ ഞങ്ങളങ്ങോട്ട് വരട്ടെ, ഒരു പ്രശ്നമല്ല, വാള് താഴെ ഇടാൻ പറഞ്ഞു. അതേ പറഞ്ഞു ഇല്ല ഭാഷ, ഇന്ന് അവളെ ഞാൻ വെട്ടിക്കൊല്ലും, ഞാൻ കഷണമാക്കും. ഞാൻ പറഞ്ഞു ബീഫൊക്കെ വയ്ക്കാം, നമുക്ക് സമയമുണ്ട്, കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്യാം. കാര്യം അറിഞ്ഞിട്ട് കട്ട് ചെയ്യാം. കാര്യം അറിഞ്ഞാൽ എൻ്റെ മുമ്പ് വെച്ച് നിങ്ങളെ ഇവരെ വെട്ടി അടിക്കുകയോ ചെയ്തോ, നോ പ്രോബ്ലം. എന്താണ് വിഷയം? എനിക്ക് നേരത്തെ അറിയാം വിഷയം, ഞാനത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. പ്രശ്നം ഈ പുള്ളിക്കല്ല. പ്രശ്നം ആരാണ്? ഭർത്താവിന് 40 ദിവസം 21 ദിവസം ഫാസ്റ്റ് ചെയ്ത് ഭർത്താവ് മാനസാന്തരപ്പെടണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്ത്രീക്കാണ് വിഷയം. ഇവർക്ക് അവന് ചുടലമാടനാണെങ്കിൽ ഇവർക്ക് കള്ളിയങ്കാട്ട് നീര് കയറിയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ചത് യാദൃച്ഛികമായി കണ്ട് ഒരു റബ്ബറിൻ്റെ ചുവട്ടിൽ വെച്ച് കണ്ടു. അങ്ങോട്ട് നോക്കുമ്പോൾ ഒരു 4-5 ദിവസം കണ്ടപ്പോൾ പുള്ളി ചിരിച്ചു, അവരും ചിരിച്ചു, അങ്ങോട്ടും ചിരിച്ചു. പരിചയമുള്ളതുകൊണ്ട് ചിരിച്ചതാ. ഒരു ദിവസം പുള്ളി പാലും വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ പുള്ളിക്കാരിയോട് സംസാരിച്ച് ഇവിടെ എന്താണ് ചോദിച്ചുകൊണ്ട് നിന്നപ്പോൾ 2-3 പയ്യന്മാർ സദാചാരവാദികൾ ഓടി വന്ന് രണ്ടുപേരും കൂടെ പിടിച്ച് കെട്ടിവെച്ചു. സാഹചര്യത്തിൻ്റെ നടുവിൽ വേറൊരു ജാതി, പുള്ളിക്കാരി നല്ല സുന്ദരിയായൊരു സ്ത്രീ, പുള്ളിക്കാരനെ കണ്ട ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. പെട്ടെന്ന് പുള്ളിക്കാരിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വയ്യ, ഇഷ്ടപ്പെടുന്നില്ല. അന്ന് 2 പിള്ളേരുണ്ടായെന്നേ ഉള്ളൂ. 10, 20, 25 വർഷമായി അവർ ഒരുമിച്ചൊരു വീട്ടിലാണെങ്കിലും ആ പുള്ളിക്കാരി മക്കളും ഒരു റൂമിൽ കിടക്കുന്നു, ഭർത്താവ് വേറൊരു റൂമിൽ കിടക്കുന്നു. ഭർത്താവ് വെളിയിൽ ചായ്പിൽ ഒരു സോഫയെ കിടക്കുമെന്ന് തുടങ്ങിയിട്ട് 25 വർഷമായി. പുള്ളി വെട്ടുകത്തി എടുത്തില്ലെങ്കിലേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. മെഷീൻ കണ്ണുണ്ടായിരുന്നെങ്കിൽ പുള്ളി അതുകൊണ്ട് വെടിവെച്ച് വന്നല്ലേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ കാരണം ആരാ? പുള്ളിക്കാരൻ ചർച്ചയിൽ വരുന്നില്ല, ആരാധിക്കുന്നില്ല. കാരണം സ്നേഹം കിട്ടുന്നില്ല, അംഗീകാരം കിട്ടുന്നില്ല, മാന്യത കിട്ടുന്നില്ല, ബഹുമാനം കിട്ടുന്നില്ല. ആ വ്യക്തി മെന്റലി തകർന്നു പോയി. താൻ ഒരു കുറ്റവും ചെയ്തില്ല, 2 മക്കള് തനിക്ക് അതിലുണ്ട്. പക്ഷേ ഈ സ്ത്രീക്ക് തൻ്റെ സ്വന്തം ഭർത്താവിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ കപട വേഷധാരിയായി ഭക്തിയുടെ വേഷം കെട്ടി സഭയിൽ വന്ന ആരാധന, പ്രാർത്ഥന, ഭയങ്കര ഉപവാസം, എന്നിട്ട് പറയുക ഭർത്താവിന് ചുടല മാടനാണ്. ഞാൻ അവരോട് പറഞ്ഞു, ഇപ്പം അവർ സഭയിൽ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ് സഹോദരി, നിങ്ങളെ ഈ പിശാച് പിടിച്ച നിങ്ങളെ ഈ ഭൂതം വിട്ടുമാറണം, നിങ്ങൾ ഭർത്താവിന് കീഴ്പ്പെടണം. പ്രൈസിന്. അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ആ പുള്ളി നിങ്ങളെ ശിരച്ഛേദം ചെയ്യും. ഹല്ലേലൂയ. നമ്മൾ ആരും പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം മനുഷ്യനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് അനവധി കുടുംബങ്ങളുടെ പ്രശ്നം എന്താണെന്നറിയാം? മക്കൾ നിങ്ങളുടെ കുടുംബജീവിതം കണ്ടുമ്പോൾ നിങ്ങളുടെ തലമുറ പഠിക്കുകയാണ്. നിങ്ങളുടെ കുടുംബജീവിതം നിങ്ങളുടെ തലമുറകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കുടുംബജീവിതം കണ്ടാണ്. ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കുടുംബജീവിതം ശരിയല്ലെങ്കിൽ മക്കളുടെ കുടുംബജീവിതം ശരിയാകത്തില്ല. ഹല്ലേലൂയ. എങ്ങനെയാണ് നിങ്ങൾ ജീവിക്കുന്നത്? നിങ്ങളുടെ മക്കൾ. എനിക്കറിയാം, ഒരു വലിയൊരു അഭിഷിക്തനുണ്ട്. അദ്ദേഹം കല്യാണം കഴിച്ച് ഇപ്പോൾ 10-25 വർഷമായി. അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താണ്? വിവാഹം കഴിച്ചു, പക്ഷേ ആ സ്ത്രീക്ക് കുടുംബജീവിതം ഇഷ്ടമല്ല, താല്പര്യമില്ല. ഞങ്ങൾ തിരക്കിയപ്പോൾ ആ സ്ത്രീയുടെ സഹോദരൻ കഴിച്ചു, അതുപോലെ തന്നെ അവന് താല്പര്യമില്ല. അവർ രണ്ടുപേരുടെയും ശാപം, ആ ശാപം കൊണ്ട് ഈ ദൈവദാസന് ഇപ്പോൾ ഷുഗറും വന്ന് ജാവാറായി ഇറക്കിയ, ടെൻഷൻ അടിച്ച് തകർന്ന് അദ്ദേഹത്തിന് അതുപോലെ കഷ്ടപ്പെട്ട് ജീവിക്കുക. എത്രയോ പുരുഷന്മാർ തകർന്നവരായി ജീവിക്കുന്നുണ്ട്. കാരണം ഭാര്യമാരുടെ സ്നേഹമില്ലായ്മ, അംഗീകാരമില്ലായ്മ, റെസ്പെക്റ്റ് ഇല്ലായ്മ, ഒരു കുടുംബജീവിതത്തിൽ ഭർത്താവിന് കൊടുക്കേണ്ട സ്ഥാനമാനങ്ങൾ, ബഹുമാനം കൊടുക്കാതെ വാശിയോടെ, വൈരാഗ്യത്തോടെ, പകയോടെ, അനിഷ്ടത്തോടെ അവരെ മാറ്റി നിർത്തുമ്പോൾ ആ സഹോദരിമാരുടെ പ്രാർത്ഥന കേൾക്കുന്നവനല്ല ദൈവം. ഇന്ന് പകല് ദൈവം പ്രാർത്ഥന കേൾക്കണമെങ്കിൽ ഓർഡർ നീ അനുസരിക്കുമ്പോൾ, നീ ദൈവത്തിന്റെ ഓർഡർ അനുസരിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. അല്ലാതെ ഒരു സ്ത്രീയുടെയും കണ്ണുനീരും പ്രാർത്ഥന നിങ്ങൾ വെറുതെ വന്ന് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ലെന്ന് ഞാൻ പറഞ്ഞത്. കാരണം ആ പ്രാർത്ഥനയൊന്നും ദൈവം കേൾക്കുന്നില്ല. ദൈവം നീതിമാനാണ്. ദൈവം നമ്മളെപ്പോലെ ഒരാളല്ല. നമ്മൾ ഇഷ്ടം പോലെ ജീവിച്ചിട്ട് ദൈവം വന്ന് അനുഗ്രഹിക്കാൻ പറഞ്ഞാൽ യേശു അനുഗ്രഹ തൊഴിലാളിയല്ല നിന്നെ അനുഗ്രഹിക്കാൻ. നിന്റെ തലമുറയുടെ ജീവിതത്തിന് വിടുതലുണ്ടാകണമെങ്കിൽ, നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, നാളെ നിന്റെ തലമുറയുടെ ജീവിതം തകരാതിരിക്കണമെങ്കിൽ ഇന്ന് പകല് മാതാപിതാക്കൾ ഓർഡറിനകത്ത് കയറി വന്ന് കുടുംബജീവിതങ്ങളെ റെഡിയാക്കി നിങ്ങളുടെ യാഗപീഠം ക്ലിയർ ആകുമ്പോൾ അതിനകത്ത് ദൈവത്തിന്റെ തീ ഇറങ്ങാനിടയാകും. ഇന്ന് പകൽ ആ ശാപങ്ങൾ പൊട്ടിമാറട്ടെ, ആ ശാപങ്ങൾ പൊട്ടിമാറട്ടെ. ഭർത്താവിനെ റെസ്പെക്ട് ചെയ്യുക, ഭർത്താവിനെ ബഹുമാനിക്കുക, ഭർത്താവിനെ സ്നേഹിക്കുക എന്ന് വചനം പറയുമ്പോൾ മറുതലിക്കുന്നവരുടെ ഇടയിൽ ദൈവം വസിക്കുന്നില്ല. ഇന്ന് പകൽ ആ മറുതലിപ്പിന്റെ ശക്തികൾ തകരട്ടെ. സ്തോത്രം. ഒരു മേഖലയിലും മറുതലിക്കരുത്. ദൈവത്തോട് മറുതലി പറഞ്ഞാട്ടെ, എല്ലാവരും പറഞ്ഞാട്ടെ, ദൈവത്തോട് മറുതലിക്കരുത്. ദൈവം പറയുന്ന കൽപ്പനകളോട് മറുതലിക്കരുത്. ദൈവം പറയുന്ന വചനത്തോട് നീ മറുതലിക്കരുത്. നീ മറുതലിച്ചാൽ അതിൻ്റെ അർത്ഥം നിന്റെ അകത്ത് ഒരിക്കലും മാറാത്ത ദുരാത്മാവിനെ നീ കൊണ്ടു നടക്കുകയാണ്. ആ പിശാച് ഇന്നല്ലെങ്കിൽ നാളെ നിന്നെ ആത്മഹത്യയിലോ അല്ലെങ്കിൽ കൊലപാതകങ്ങളിലോ കൊണ്ടുപോകും. ഞാൻ പറയട്ടെ, പത്രങ്ങളിൽ വാർത്ത വരുന്നത് മറുതലിപ്പിൻ്റെ ആത്മാവുമായി സ്പിരിറ്റായി പല സ്ത്രീകളും അവരുടെ ഭർത്താക്കന്മാർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ദൈവഹിതമില്ലാത്ത പല ട്രാപ്പുകളിലും പെട്ട് അവർ കണ്ട് ചിരിച്ച് മയക്കി കൊണ്ടുപോയി നിങ്ങളുടെ പണവും നിങ്ങളുടെ
നിങ്ങളുടെ എല്ലാം കവർന്നെടുത്തിട്ട് ഏതെങ്കിലും ഹോട്ടലിൽ കൊണ്ടുപോയി ഒറ്റ ദിവസം കൊണ്ട് വല്ല പിന്നെ ഈ തലയണയൊക്കെ എടുത്ത് വെച്ച് ശ്വാസം മുട്ടിച്ച് കൊന്ന് ദൂരെ കളഞ്ഞിട്ട് പോകുന്നതും വെട്ടി നുറുക്കുന്നതും കാരണം എന്താ? ഓർഡറുകൾ നഷ്ടപ്പെട്ട് ഓർഡർ ഇല്ലാതെ നടക്കുന്ന വ്യക്തികൾക്ക് ദൈവം കൊടുക്കുന്ന ശിക്ഷയാണ്. ഇന്ന് എത്രയോ പെണ്ണുങ്ങളെ വെട്ടിക്കൊല്ലുന്നു. പ്രൈസ് ദി ലോർഡ്. റോങ് റിലേഷൻഷിപ്പ് അവസാനം ചെന്ന് നിൽക്കുന്നത് മരണത്തിനും കൊലപാതകത്തിനുമാണ്. കാരണം വിടത്തില്ല. അയ്യോ നിന്നെ ഞാൻ വിടത്തില്ല, നിന്നെ ഞാൻ കല്യാണം കഴിക്കാൻ അനുവദിക്കത്തില്ല, എന്നെ തന്നെ കെട്ടണം എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയ ഒരു ബ്യൂട്ടി പാർലർകാരിയാണ് എന്താണ് വെട്ടിക്കൊന്നതവൻ. നല്ല ചെറുപ്പക്കാരെ അവസാനം വെട്ടിയങ്ങ് കൊന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് അനവധി ആൾക്കാർ അങ്ങനെ വെട്ടിക്കൊന്നുകൊണ്ടിരിക്കുന്നു, ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ശ്വാസം മുട്ടാൻ ഇടവരരുത് എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഹിതപ്രകാരം ഓർഡർ അനുസരിച്ച് ഉള്ളതും കൊണ്ട് ജീവിച്ചാൽ നിനക്ക് കൊള്ളാം. പ്രൈസ്. അല്ലെങ്കിൽ നിന്റെ കാര്യം ശ്വാസം മുട്ടും. ഹല്ലേലൂയ. സ്തോത്രം. അടുത്തത് അന്യ ദൈവങ്ങളെ സേവിക്കരുത്. അന്യ ദൈവങ്ങളെ, വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ഭാരതം എന്ന് പറയുന്ന രാജ്യത്തിനകത്ത് ദാരിദ്ര്യം കുടികൊള്ളുന്നതിന് കാരണം വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതാണ്. വിഗ്രഹാരാധന. ഞങ്ങൾ ദാരിദ്ര്യവും ശാപവും നിറഞ്ഞവരായി മാറി യേശു ക്രിസ്തുവിനെ രക്ഷിതായി സ്വീകരിച്ചത് കൊണ്ട് ഞങ്ങൾ ഇന്ന് ജീവിച്ചിരിക്കുന്നു. ഞങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിച്ചവരാണ്. ഒരു റൂമിനകത്ത് നൂറുകണക്കിന് ഫോട്ടോയും നൂറുകണക്കിന് വിഗ്രഹങ്ങളും നൂറുകണക്കിന് നിലവിളക്കും കത്തിച്ചു വെച്ച് ആരാധിച്ച ഞങ്ങളുടെ ലൈഫിൽ കടഭാരം വന്ന് മുടിഞ്ഞ് മുള്ളുവാരി തകർന്നപ്പോൾ കർത്താവ് യേശു രക്ഷകനായി ഇറങ്ങി വന്നതുകൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് പകൽ ദൈവാത്മാവ് പറയുകയാണ്, നിന്റെ അകത്തുള്ള വിഗ്രഹാരാധന ഇന്ന് പൊട്ടണം. വിഗ്രഹാരാധന, അന്യ ദൈവങ്ങളെ ആരാധിക്കുന്നത്, ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷകനായി യേശു അല്ലാതെ മറ്റൊന്നില്ല. ആകാശത്തിന് കീഴിലും ആകാശത്തിലും ഭൂമിയിലും വെള്ളത്തിലും ഒന്നിനെ നീ ആരാധിക്കരുത്. ഒരു വിഗ്രഹങ്ങളെ നീ ആരാധിക്കരുത്. മരിച്ചവനെ നീ ആരാധിക്കരുത്. മരിച്ചവന്റെ ഫോട്ടോ വെച്ച് നീ നോക്കി ആരാധിക്കരുത്. അതിനെ സാമ്പ്രാണി തിരിച്ച് കത്തിക്കരുത്. പണ്ട് സിനിമാ നടൻ ജയൻ മരിച്ച സമയം എൻ്റെ ഒരു അളിയനുണ്ട്. പുള്ളി ഞങ്ങളൊന്നും രക്ഷിക്കുന്നില്ല, സാധാരണ ഇതായിട്ടിരിക്കുക. ആ പുള്ളി ജയൻ്റെ ഫാനായിരുന്നു. ജയൻ മരിച്ചപ്പോൾ എന്ത് ചെയ്തു? ജയൻ്റെ ഫോട്ടോ വെച്ച് എന്നും സാമ്പ്രാണി തിരി കത്തിച്ചു പോയി. ഒരു ദിവസം നോക്കിയപ്പോൾ പുള്ളി ജയനെ പോലെയായി. എടാ എന്നൊക്കെ വിളിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു ശ്രീജു എന്ന് വിളിച്ചോണ്ടിരുന്നത്, എടാ ശ്രീജു എന്നൊക്കെ വിളിക്കുക. ഞാൻ ഞെട്ടിയ പറ്റും. വീട്ടുകാർ പറയുന്നു. അവസാനം ഒരു പൂജാരിയിൽ അടുത്ത് കൊണ്ടുപോയി പുള്ളിയെ നൂല് കെട്ടി ഭസ്മം വാരിയിട്ട് പുള്ളി അങ്ങോട്ട് ജയനെ പോലെ നോക്കുന്നു, ഇരിക്കുന്നു. പുള്ളിയുടെ ശബ്ദമൊക്കെ മാറി, ആക്ഷൻ മാറി, ഭയങ്കര വിഷയം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് മരിച്ചവനെ നീ ആരാധിക്കരുത്. മരിച്ചവൻ്റെ ഫോട്ടോ ജയനെ ആരാധിച്ചുകൊണ്ടിരുന്ന അവസാനം ജയനായി. അയാളെ പുറത്ത് കൊണ്ടുവരാൻ എത്ര പാടുപെട്ടം ഞങ്ങളെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം മരിച്ചവനെ നീ ആരാധിക്കരുത്. കഴിഞ്ഞ ഈ വഴയിലെ ഭാഗത്ത് എൻ്റെ കൂട്ടുകാരൻ ഒരാൾ പണ്ട് ഞങ്ങളെ അടിക്കാൻ വേണ്ടി വരുമെന്ന് പറഞ്ഞ് CSI പള്ളിയിൽ വീഡിയോഗ്രാഫർ, എൻ്റെ അനിയൻ്റെ വീഡിയോഗ്രാഫർ ഗുരുവായിരുന്നു. പുള്ളി എന്ത് ചെയ്തു? അടുത്ത ആഴ്ച ഷിജു നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞ ഈ ഷിജുവിനെയും ശ്രീജുവിനെയും ഇവന്മാരെയൊക്കെ ഏതോ പള്ളിയിലച്ചന്മാർ അവനെയൊക്കെ ഇന്ന് അടുത്ത ആഴ്ച വന്ന് ആ ചർച്ചിൽ കയറി ആ പള്ളിയിലച്ചനെ അടിക്കൂടാന്ന് പറഞ്ഞ് ഞങ്ങളെ വെല്ലുവിളിച്ചിട്ട് പുള്ളി വന്ന വഴിക്ക്, പള്ളിയിൽ അടിക്കാൻ വന്ന വഴിക്ക് സ്കൂട്ടറിൽ നിന്ന് പതുക്കെ വീണ് പതുക്കെ അങ്ങ് ആത്മാവ് മുകളിലോട്ട് പോയി. വളരെ സുഖം, എല്ലാം വളരെ സുഖം. പതുക്കെ ഇങ്ങനെ വന്ന് ഓടി 40 മൈൽ സ്പീഡിൽ വന്ന് വീണിട്ട് പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റു. പിന്നെ അങ്ങ് തറയെ വീണ് ആത്മാവങ്ങത മുകളിലോട്ട് അങ്ങ് പോയി. അയാളുടെ വീട്ടിൽ ഞാൻ ചെന്നപ്പോൾ, ഞങ്ങളവിടെ ചെന്ന ഒരു ദിവസം അവിടെ ചെന്ന് ഇങ്ങനെ കയറിയിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളും മക്കളും എല്ലാം ഉണ്ട്. നമ്മളവിടെ ഇരുന്നപ്പോൾ തന്നെ കാണുകയായി ഫോട്ടോ എന്ന ഒരു സ്പിരിറ്റ് ഇറങ്ങി വന്നിരുന്നു. നേരെ ഇറങ്ങി വന്ന ആ ചെറുക്കൻ്റെ മുകളിലോട്ട് കയറി. അവൻ അങ്ങോട്ട് അവൻ്റെ അപ്പനെ പോലെ ആക്ട് ചെയ്യാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവർ മരിച്ചവനെ നീ വിളിച്ച് വെറുതെ പോയവനെ വിളിച്ച് വരുത്തരുത്. ഹല്ലേലൂയ. ചില ആൾക്കാർ കണ്ടു, ഞാൻ അച്ഛൻ നായ എന്നെ വന്ന് വിളിക്കുന്നു, എന്നെ അപ്പൂപ്പ വന്ന് വിളിക്കുന്നു. രാത്രി കിടക്കുമ്പോൾ യേശുവിനെ ഇതുവരെ ആരും കണ്ടിട്ടില്ല, ദൂതന്മാരും കണ്ടിട്ടില്ല. വർഷങ്ങളായി കർത്താവിനെ അറിഞ്ഞിട്ട്. പക്ഷേ അമ്മ വരും എല്ലാ ദിവസവും. അപ്പൂപ്പൻ വരും, അമ്മ വരും, അച്ഛൻ വരും. പ്രൈസ് ദി ലോർഡ്. ഇഞ്ഞ് വാ മോനെ ഇഞ്ഞ് വാ, നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ഇതാരാ വരുന്നത്? ദൈവം പറഞ്ഞിട്ടേ വരുന്നതാണോ? വെളിച്ചപ്പാടിൻ്റെ ആത്മാവുള്ള വ്യക്തികൾ കാണുന്ന സ്വപ്നങ്ങളാണത്. നിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ഒരു അപ്പൂപ്പനും അമ്മുമ്മയും മരിച്ചുപോയ ആരും നിന്റെ സ്വപ്നത്തിൽ വരത്തില്ല. ഇന്ന് പകൽ ആ കെട്ട് പൊട്ടണം. നിന്റെ സ്വപ്നത്തിനകത്ത് വരേണ്ടത് ദൂതന്മാരാ, മരിച്ചുപോയവരല്ല. മരിച്ചുപോയവര് സ്വർഗത്തിൽ ഇവിടെ പോയതിടത്തുനിന്ന് വരാൻ പറ്റത്തില്ല. ലാസർ മരിച്ചു. ആരാ? ധനവാനായ ലാസർ മരിച്ച്, അല്ല പിന്നെ ധനവാൻ മരിച്ചിട്ട് ധനവാൻ പറയാ, എനിക്ക് ഭൂമിയിലൊന്ന് പോയി സുവിശേഷം പറയണം. വരാൻ പറ്റിയോ?
ബൈബിൾ എന്താ പറയുന്നത്? മരിച്ചവന് വരാൻ പറ്റിയോ? അവിടെ ദൂതൻ പറയാണ് വരാൻ പറ്റും, നിനക്ക് പോകാൻ പറ്റത്തില്ല. അപ്പൊ ആരും വരുന്നില്ല. അതിന്റെ പേരിൽ പിശാച് വരികയാണ്. നിന്റെ അപ്പൂപ്പന്റെ പേരിൽ പിശാച് വരുന്നു, നിന്റെ അപ്പന്റെ പേരിൽ പിശാച് വരുന്നു, നിന്റെ അമ്മയുടെ പേരിൽ പിശാച് വരുന്നു. അപ്പൊ പിശാച് വന്ന് വിളിക്കുക. അപ്പൊ ഉടനെ എൻ്റെ അമ്മ ഇന്നലെ സ്വർഗത്തിൽ ഇങ്ങനെ വന്ന് സ്വപ്നത്തിൽ വന്നു, എന്നെ കെട്ടിപ്പിടിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. ദൈവമക്കളെ, നീ വഞ്ചിക്കപ്പെട്ടു പോകരുത്. ഇത് കാപട്യമാണ്, ഇത് പൈശാചികമാണ്, വഞ്ചനയുടെ ആത്മാവാണ്. ഇതാണ് ശാപം. ഇന്ന് ആരെങ്കിലും അങ്ങനെ മരിച്ചവരെ കാണുന്നവരുണ്ടോ? ഇന്ന് ഇതിനകത്ത് വെച്ച് നീ കെട്ടുപൊട്ടണം. ഇതും കൊണ്ട് നീ നടക്കരുത്. നീ അറിയുന്നില്ല, മരിച്ചവർ നിന്റെ സ്വപ്നത്തിൽ വരുന്നുവെങ്കിൽ അത് പൈശാചികമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ മറുതലിക്കരുത്. പ്രൈസ്. 2 അന്യ ദൈവങ്ങളെ ഇവിടുത്തെ ആരാധന കഴിഞ്ഞിട്ട് മടങ്ങി പോകുമ്പോൾ ആ വെട്ടുകാടിൽ ഒരു 5 മെഴുകുതിരി കൊണ്ടുവന്ന് വെക്കുക. പോണ വഴിയിൽ വെടിവെച്ചാൻ പോകേണ്ട അവിടെ എത്തുമ്പോൾ വണ്ടി ബ്രേക്ക് ചെയ്ത് 2 വെടി വെക്കാനുള്ള പൈസ ഇവിടെ ഇടാം. ഹല്ലേലൂയ. നേർച്ച, കാഴ്ചകൾ, നൂലുകെട്ട്, താലികെട്ട്, എല്ലാ കെട്ടും കെട്ടി ഒരു പരിവായിരിക്കുന്നവർ ഇതിനകത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിന്റെ ശരീരം മുഴുവൻ പച്ച കുത്തുന്നവര്, ദൈവത്തിന്റെ സൃഷ്ടിയിൽ സൃഷ്ടിച്ച മനുഷ്യൻ ആവശ്യമില്ലാത്തതെല്ലാം ചെയ്ത് നിന്റെ ശരീരം തകർത്ത് കടിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, നിന്റെ ശരീരത്തിൽ ഒരു മുദ്ര ഞാൻ അടിക്കും. അതാണ് പരിശുദ്ധാത്മാവ് കൊണ്ടുള്ള മുദ്ര. ആ മുദ്ര നിന്റെ മേൽ വരുമ്പോൾ സകല പിശാചിട്ട മുദ്രകളും ഇന്ന് പകൽക്കാലം അഴിഞ്ഞു മാറും. ചില പിശാചിട്ട ചില മുദ്രകൾ ഇന്ന് പകൽക്കാലം അഴിഞ്ഞു മാറുവാൻ ആത്മാവിൽ നീ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ, എന്റെ മേൽ ഇറങ്ങണമേ, എന്നെ ശക്തീകരിക്കണമേ, എന്നെ ബലപ്പെടുത്തണമേ, എന്നെ അഭിഷേകത്താൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ. അപ്പനെ അമ്മയും ബഹുമാനിക്കണം. അടുത്ത് എന്താണ്? എല്ലാവരും പറഞ്ഞാട്ടെ, അപ്പനെ അമ്മയും. എത്ര കൊള്ളരുതാത്ത മോശക്കാരായ അപ്പനെയും അമ്മയാണെങ്കിലും അപ്പനെയും അമ്മയും ഉപദ്രവിക്കുന്നതിന്റെ കണ്ണ് എന്തെയും കാക്ക കൊത്തി പറിക്കുമെന്നാണ് പറയുന്നത്. നിന്റെ കണ്ണിന്റെ കാഴ്ച കുറയാതിരിക്കണമെങ്കിൽ, ദീർഘായുസ് ഉണ്ടായിരിക്കണമെങ്കിൽ നിന്റെ അപ്പനെയും അമ്മയും നീ ബഹുമാനിക്കണം. നീ ദൈവസ്നേഹമുള്ളവനാണോ? അപ്പനും അമ്മയും കൂടെ വീട്ടിൽ അവിടെ നിന്നെ വളർത്താൻ വേണ്ടി കഷ്ടപ്പെട്ട് വളർത്തി മടിയിലിരുത്തി ചോറ് തന്ന് നിന്നെ കുളിപ്പിച്ച് റെഡിയാക്കി എലി പോലെ ഇരുന്ന നിന്നെ ഇപ്പോൾ ഈ ലെവലിലാക്കി 6 അടി പൊക്കമുള്ളവരാക്കി മാറ്റുമ്പോൾ, ഇന്നലെ ജനിച്ച നീ, അവരുടെ രക്തം മാംസമാണ് നീ. ആ നീ അപ്പനും അമ്മയുടെ മുമ്പിൽ അടിക്കാൻ കൈ ഉയർത്തിയാൽ, നീ അവരെ ചീത്ത വിളിക്കാൻ തുടങ്ങിയാൽ, ആ എന്നും അമ്മയെന്നും പറഞ്ഞ് പഠിപ്പിച്ചവരെ ഇന്ന് അതേ വായ് കൊണ്ട് നീ ചീത്ത വിളിക്കുന്നവനാണെങ്കിൽ നിന്റെ ആ ശാപം ഒരിക്കലും മാറത്തില്ല. അത് മാറണമെങ്കിൽ ഇന്ന് പകല് ആ അപ്പനമ്മമാരുടെ കാലിൽ വീണ് നീ നമസ്കരിക്കണം, അവരോട് ക്ഷമ ചോദിക്കണം. ഹല്ലേലൂയ. അപ്പൊ അപ്പന്റെ അമ്മയുടെ ശാപം. ചില പെൺകുട്ടികൾ കണ്ടിട്ടില്ലേ, വിവാഹപ്രായമാകുമ്പോൾ അപ്പനും അമ്മയും പറയും, മോനെ നില്ല ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ളൊരു പയ്യനെ നമുക്ക് നോക്കാം, കല്യാണം കഴിച്ചു തരാം. പക്ഷേ അവള് ഇങ്ങനെ ജിറാഫിനെ പോലെ തല എത്തി നോക്കുമ്പോൾ ഇതാ ഒരു പൾസറിനകത്ത് എരിവില്ല് പോലെ ഒരുത്തൻ പോകും. അവൾ അടുത്ത ബസ് സ്റ്റോപ്പിൽ നിന്നുകൊണ്ട് അവളെ കാത്തു നിന്ന് അവിടെ നിന്ന് ടാറ്റ ബൈ ബൈ സീ യു എന്നൊക്കെ കാണിച്ച് ചൂളം അടിക്കുമ്പോൾ ഡൈവ് ചെയ്ത് തച്ചോളി ചെയ്തതിനെ പോകുമ്പോൾ പോയി അവള്. പ്രൈസ് ദി ലോർഡ്. അവൻ ഇങ്ങനെ ഒരൊറ്റ പോക്ക, കഷത്തിൽ 2 ഇഷ്ടിക വെച്ചതുപോലെ ഇരിക്കുന്നു, അവൻ കൊണ്ടങ്ങ് പോകുന്നു. പ്രൈസ് ദി ലോർഡ്. 2 വർഷം കഴിയുമ്പോൾ അവന് ഈ പെണ്ണ് എല്ലും തോലുമായി ഇടികൊണ്ട് നീര് അടിച്ചതാ വരുന്നു. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. എന്താ? അപ്പൻ്റെ അമ്മയുടെ കണ്ണുനീര്. പ്രൈസ് ദി ലോർഡ്. നിന്റെ യൗവന കാലത്ത് കാമുകിയായിരിക്കുന്നവളോ അവൾ മരിച്ചവളെന്നാ, ചത്തവളെന്നാ വചനം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അനവധി കാമുകിമാർ ഇടികൊണ്ട് പരിവായി റെഡിയായി ഇവിടെ വന്നിരിപ്പുണ്ട് പലരും. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ യൗവനകാലത്ത് നിന്റെ ആ ആവേശം കാണിക്കരുത്. ആദ്യം എന്താണ്? ആവേശം, പിന്നെ പ്രവേശം, പിന്നെ പരവേശം. ഹല്ലേലൂയ. ഒരാവേശമാണ് ആരെങ്കിലും കാണുമ്പോൾ, എനിക്ക് അവനെ വേണം, എനിക്ക് ഇവനെ വേണം, ഇവളെ വേണം. അവസാനം എന്ത് ചെയ്യുക? പിന്നെ ഒരു പൂച്ചയെടുത്ത് ഒരു പാത്രത്തിൽ ഒരു വാഷ് ബേസിനകത്തിട്ടില്ല, ബഹളവും ചാട്ടും ഇവിടുന്ന് എങ്ങനെ ഇറങ്ങി? പ്രൈസ് ദി ലോർഡ്. നിന്റെ വല്ല ആവശ്യമുണ്ടോ? അപ്പനും അമ്മയും പറയുന്നതൊക്കെ കേട്ട് മാനം മര്യാദയ്ക്ക് വെയിറ്റ് ആൻഡ് സീ. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ വെയിറ്റ് ചെയ്ത് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ സമയമാകുമ്പോൾ നീ വിചാരിക്കുന്ന ആളെന്നും വലിയ സൽമാൻ ഖാനെ പോലെയും മമ്മൂട്ടിയെ പോലെയുള്ള ആളല്ലെങ്കിലും മമ്മൂക്കയെ പോലെയുള്ള ഒരാൾ വന്നാലും നിന്നെ നോക്കുന്നവനാണെങ്കിൽ അതാ നല്ലത്. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. കാണാൻ ഐശ്വര്യറായി ആയിരിക്കും, പക്ഷേ സ്വഭാവം ചന്തമേരിയുടെ ആയിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം. കാണാൻ മമ്മൂട്ടിയായിരിക്കും, സ്വഭാവം മമ്മൂക്കയിലെ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഒരുപാട് പ്രതീക്ഷകളൊന്ന് വെക്കരുത്. നിന്റെ അപ്പനെയും അമ്മയും നീ ദുഃഖിപ്പിക്കരുതേ, നീ കരയിപ്പിക്കരുതേ. അത് ശാപം. ഞങ്ങളുടെ സഭയ്ക്കകത്ത് ഒരു പയ്യനെ കല്യാണം കഴിച്ച, ഞാൻ അവിടെ വീട്ടിൽ ചെല്ലുമ്പോഴൊക്കെ അവന് വേണ്ടി പ്രാർത്ഥിക്കും, തൂത് പറയുകയൊക്കെ ചെയ്യുമ്പോൾ എന്നെ ഇഷ്ടമല്ല, അവൻ ഇറങ്ങി ഓടിക്കളയും. ഈ നമ്മളെ ഇഷ്ടമില്ലാത്തവരെ ഓർത്തോണ്ടാം ഇത് ദുഷ്ടഭൂതം അവൻ്റെ കാര്യം തീരാൻ പോവുകയാണെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്ത് ചെയ്യും? നമ്മളവിടെ ചെല്ലുമ്പോഴെല്ലാം ഇഷ്ടപ്പെടത്തില്ല, സുവിശേഷം പറയുമ്പോൾ ഇഷ്ടപ്പെടത്തില്ല. ഒരു ഭാഷകാർ ഇങ്ങനെ വല്ല സംഭാരം കൊടുത്ത് വിടെന്ന് പറഞ്ഞ് അവൻ ഇറങ്ങിപ്പോവും. അവൻ പോയി വേറൊരു സൈഡിൽ ചെന്ന് ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്ന അവസാനം ആദ്യത്തെ കൊച്ച് ഓട്ടിസം പിടിച്ചു. ആദ്യമായിട്ടൊരു കൊച്ചുണ്ടായി, പക്ഷെ ഓട്ടിസമാ. എന്താ കാരണം? അപ്പൻ്റെ അമ്മയുടെയും കണ്ണുനീര്. ഹല്ലേലൂയ. പിന്നെ അവൻ വീണ് എഴുന്നേറ്റ് ഇന്ന് ഭയങ്കര ശുശ്രൂഷകനായി മാറി. അന്ന് അഭിഷിക്തന്മാരെ കണ്ടുകൂടാ, ഇന്ന് ഞങ്ങളെ വിട്ട് മാറത്തില്ല. ഹല്ലേലൂയ. അന്ന് ആരാധിക്കത്തില്ല, കൈ ഒടിഞ്ഞപ്പോൾ കൈ ആത്മാവിൽ വന്ന് ആരാധിച്ചു. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ. ദൈവമക്കളെ, അപ്പനെ അമ്മയും നീ നല്ല വസ്ത്രമിടുമ്പോൾ, നല്ല ഫുഡ് കഴിക്കുമ്പോൾ, നല്ല ഹോട്ടലിൽ ഭാര്യയുടെ കൈയും പിടിച്ച് നീ ഹോട്ടലിലോട്ട് ചെന്ന് തിന്നിട്ട് വരുമ്പോൾ ഉമ്മറത്ത് അപ്പനും അമ്മയും കൂടെ ഇങ്ങനെ ഇരിക്കും. വൃത്തിയായിട്ട് തിന്നുള്ള ഹോട്ടൽ മുഴുവൻ നിരങ്ങിയിട്ട് നീ വരും. പണ്ട് നിനക്ക് ആഹാരമില്ലാതെ വയറൊട്ടി അവർ കഴിക്കാതെ നിനക്ക് ഉരുട്ടി തന്നതാ. ഇന്ന് നീ നിന്റെ ഉണക്ക ഭാര്യയും കെട്ടുമ്പോൾ അവളെയും കൊണ്ടങ്ങ് പോവുക. മസാല ദോശ വാങ്ങിച്ചു തരാം, വാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കുറച്ച് നാൾ കഴിയുമ്പോൾ ഭാര്യയില്ല, ആരുമില്ല, പിന്നെ അപ്പനും അമ്മയും തന്നെ. ഇവിടെ കവടിയാറിൽ ഞാൻ പോകുന്ന ഒരു വീട്ടിൽ എന്താ ഒരു ആള് 38-40 വയസ്സായേ ഉള്ളൂ, സുമുഖനായൊരു ചെറുപ്പക്കാരൻ, കംപ്ലീറ്റ് പാരലൈസ്ഡായി കിടക്കുന്നു. അമ്മ 99 വയസ്സായി. ഇപ്പം അമ്മയ്ക്ക് അമ്മയാ നോക്കുന്നത്. സുന്ദരിയായ ഭാര്യയും കൊണ്ട് ദുബായിൽ ചെന്ന് താമസിച്ച് അവിടുത്തെ വലിയ വലിയ ലാൻഡ് റോവറും പിന്നെ റേഞ്ച് റോവറും ഒക്കെ വാങ്ങിച്ച് ഭാര്യയൊക്കെ കൊണ്ട് ടൂറിന് വേണ്ടി ഒരു സ്ഥലത്ത് പോയി മരുഭൂമിയിൽ വെച്ച് ആക്സിഡൻ്റായി ആ ഭർത്താവ് തെറിച്ചു പോയി. ഭാര്യ 2 പിള്ളേരെയും കൊണ്ട് ഭർത്താവിനെ എടുത്ത് മരിച്ച് മരവിച്ചതുപോലെയായി. പിന്നെ പാരലൈസ്ഡായി, സംസാരശേഷി നഷ്ടപ്പെട്ട് കംപ്ലീറ്റ് പാരലൈസ്ഡായി. നേരെ കൊണ്ടുവന്ന് വീട്ടിലിട്ടിട്ട് അവൾ പറഞ്ഞു, എഴുന്നേറ്റ് നടക്കാറാകുമ്പോൾ അങ്ങ് വരാൻ. എന്നിട്ട് അവളങ്ങ് പോയി. അവളുടെ അപ്പനും അമ്മയും പറഞ്ഞു, ഈ മകനെ കളയരുത്, എൻ്റെ മോനെ കളയരുത്, നീയേ ഉള്ളൂ. അവൾ പറഞ്ഞു, 100 ഏക്കർ സ്ഥലം എഴുതി തന്നാൽ ഞാൻ നോക്കാം. എൻ്റെ യൗവനകാലം എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത ഇവന് വേണ്ടി കളയാൻ ഞാനില്ല. പ്രൈസ്. ഇതാണ് മനുഷ്യ സ്നേഹം, ഇതാണ് സ്ത്രീകൾ, ഇതാണ് പുരുഷന്മാർ. ഈ ലോകത്തിലെ സകല മനുഷ്യർ നമ്മളെ കൈവിടുന്ന കാലം വരും. നീ ദൈവത്തിൽ ആശ്രയിക്കണം, നീ ദൈവഹിതത്തിന് വേണ്ടി വിട്ടുകൊടുക്കണം. നീ ഒരിക്കലും ദൈവഹിതമില്ലാത്ത റൂട്ടുകളിൽ നീ പോകരുത്. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. അപ്പനെ അമ്മയെ നീ ബഹുമാനിക്കണം. നീ വീട്ടിൽ കയറി വരുമ്പോൾ അവരൊക്കെ കൂടെ നീ കഴിച്ചതിൻ്റെ ആ ഏറ്റവും ബെസ്റ്റ് നിന്റെ അപ്പനും അമ്മയ്ക്കും കൊടുക്കണം. പ്രൈസ്. നിന്റെ അപ്പനെ അമ്മയെ നീ ഓണർ ചെയ്യണം, മാനിക്കണം. അവർ നിനക്ക് വേണ്ടി അവരുടെ ചങ്കിലെ ചോര, അവരുടെ ശരീരം മുഴുവനും, അവരുടെ രക്തം മുഴുവനും നിനക്ക് വേണ്ടി അധ്വാനിച്ച് തന്നതാ. നീ ഒരിക്കലും അവരെ റെസ്പെക്റ്റ് ചെയ്യാതിരിക്കരുത്, നീ ഓണർ ചെയ്യണം. ഹല്ലേലൂയ. അല്ലെങ്കിൽ അത് ശാപമാണ്. ഇന്ന് പകല് അനവധി ആൾക്കാർ ഒരു പരിധി വിട്ട് ഉയരാതെ അനുഗ്രഹിക്കപ്പെടാതെ കിടക്കുന്ന അപ്പനെ അമ്മയുടെയും കണ്ണുനീരാ. അപ്പൻ്റെ അമ്മയുടെ കണ്ണുനീരുണ്ടെങ്കിൽ എത്ര കഴിവുണ്ടെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിലും നീ എഴുന്നേറ്റം പിടിക്കത്തില്ല. ഇന്ന് പകല് നിന്റെ അപ്പനും അമ്മയുടെ ക്ഷമ ചോദിക്കുമ്പോൾ ഒരു വിടുതൽ സംഭവിക്കും. 3 സാധുക്കളെ നീ പീഡിപ്പിക്കരുത്. എന്താണ്? സാധുക്കളെ നമ്മൾ പീഡിപ്പിക്കരുത്. ഒരു ദിവസം ഒരു സഹോദരൻ കയറി വന്നിട്ട് ഒരു ഹോട്ടലിൽ കയറി വന്നിട്ട് പറഞ്ഞു, ഹോട്ടലിൽ കയറി വന്നു, ഭക്ഷണം കഴിച്ചു. റിസപ്ഷനിൽ വന്നിട്ട് പറഞ്ഞു, സാറേ മലയാളിയുടെ കടയാണെന്ന് വിചാരിച്ച് ഞാൻ കയറിയത്, സാറ് എന്നോട് ക്ഷമിക്കണം, എൻ്റെ കയ്യിൽ പൈസയില്ല. ഞാൻ 1 മാസമായി ആഹാരം കഴിച്ചിട്ട് പൈപ്പിലെ വെള്ളം കുടിച്ച് ഞാൻ കിടക്കുക. ഞാൻ വിശപ്പ് സഹിക്കാൻ വയ്യാതെ കഴിച്ചു പോയതാണ്. ഈ ഹോട്ടലിൽ എന്ത് ജോലി വേണോ ഞാൻ ചെയ്യാം, എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ സർട്ടിഫിക്കറ്റുകളുണ്ട്. അയാൾ ചാടി എഴുന്നേറ്റ് ഒരു 4-5 അടി അടിച്ച് അവിടെ ഇട്ട് ഉരുട്ടി. വേറെ ആൾക്കാർ വന്ന് പിടിച്ചു, അടിക്കരുത്, ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചവനെ, അത് ഞങ്ങൾ വേണമെങ്കിൽ ആ പൈസ തരാം, നിങ്ങളെന്തിനായി എന്നെ അടിക്കുന്നത്? അയാൾ പറഞ്ഞു, ഞാൻ വേണമെങ്കിൽ ഭക്ഷണം എന്ത് വേണോ ജോലി ചെയ്യാം. അയാൾ വിട്ടില്ല, അയാൾ അടിച്ച് അവനെ പുറത്താക്കി. അവൻ വെളിയിലിറങ്ങി സഞ്ചി, അവൻ്റെ സർട്ടിഫിക്കറ്റുകളും അവൻ്റെ വാരിപ്പിടിച്ച തുണികളുമായി ഇറങ്ങി കണ്ണുനീരോടെ തിരിഞ്ഞു നോക്കിയിട്ട് ആ കടയുടെ നേരെ ഓപ്പോസിറ്റ് റെയിൽവേ സ്റ്റേഷനാണ്. ട്രെയിൻ വന്നുകൊണ്ടിരിക്കുന്നു.
റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ചെന്ന് ആ ട്രെയിനിൻ്റെ ആ ലൈനിൽ മുമ്പ് ചെന്നിട്ട് ഒന്നുകൂടെ തിരിഞ്ഞു നോക്കി, ഞാൻ ചെയ്തത് തെറ്റാണ്, എന്നോട് ക്ഷമിക്കണം, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയാണ് ഞാൻ വന്നത്, മലയാളിയാണെന്നോ വിചാരിച്ചകത്ത് കയറി എന്നോട് കരുണ കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷേ എന്നോട് നിങ്ങൾ കരുണ കാണിച്ചില്ല, എൻ്റെ തെറ്റെന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യൻ ആ തൻ്റെ കയ്യിലുള്ളതെല്ലാം അവിടെ വെച്ചിട്ട് ആ റെയിൽവേ സ്റ്റേഷനിൽ ആ ട്രെയിനിൻ്റെ മുമ്പ് ചെന്ന് കിടന്ന് അവർ നോക്കി നിൽക്കേ അവൻ്റെ കൈകാലുകൾ, അവൻ്റെ ശിരസ്സുകൾ വേദിച്ച് അവൻ മരണമടഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയട്ടെ, അന്ന് ഉപദ്രവിച്ച് അടിച്ച് ആ ക്രൂരത കാണിച്ച അയാളും അയാളുടെ ഭാര്യയും അവരുടെ കുടുംബവും ഇന്ന് നരകിച്ച് നശിച്ച് നാരായ പേര് പിടിച്ച് ഇന്ന് ഭൂമിയിൽ ഇല്ലാതായിപ്പോയി. അത്രയ്ക്ക് ആ ശാപം അവരെ പിടികൂടിയെങ്കിൽ നിന്റെ ജീവിതത്തിൻ്റെ മുമ്പിൽ ആരെങ്കിലും നിന്റെ മുമ്പിൽ വന്ന് കൈ നീട്ടിയാൽ, ഗതികേട് കൊണ്ട് നീ കൈ നീട്ടിയാൽ, നീ അവനെ ഒരിക്കലും അപമാനിച്ചു വിടരുത്. ഹല്ലേലൂയ, സ്തോത്രം. ഒരു ദൈവദാസനുണ്ടായിരുന്നു, അദ്ദേഹം ഭയങ്കര അഭിഷിക്തനാണ്. അദ്ദേഹം ഒരു വീട്ടിൽ ചെന്ന് 2 തേങ്ങ ചോദിച്ചു. അപ്പോൾ തന്നെ അവർ പറഞ്ഞു, തേങ്ങയല്ലോ ഒന്നുമില്ല, ഉദ്ദേശിച്ച് ഓർഡറാന്ന് പറഞ്ഞു. അയാൾ വെളിയിൽ ഇറങ്ങിയതും ആ വീട്ടിനകത്ത് ഇടി മിന്നലേറ്റ് അവർ മൊത്തം കത്തിപ്പോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചില ദൈവത്തിൻ്റെ ശക്തിയുള്ള അഭിഷിക്തന്മാരുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. സാധുക്കളെ നീ പീഡിപ്പിക്കരുത്, സാധുക്കളെ നീ വേദനിപ്പിക്കരുത്. നിന്റെ ഒരു സഹോദരൻ്റെ വീട്ടിനകത്ത് 1 ഏക്കർ സ്ഥലമുണ്ട്. ആ സ്ഥലത്തിനകത്ത് അപ്പുറത്തവൻ്റെ പശു കയറി. പലപ്പോഴും അവർ പറഞ്ഞിട്ട് കേൾക്ക്, പശുവല്ലേ, മൃഗമല്ലേ, എത്രത്തോളം കയറി, ഈ പശു കയറി പുല്ല് നിന്നുകൊണ്ടിരുന്നപ്പോൾ അയാൾ ഓടി അകത്തോട്ട് ചെന്ന് ഒരു വലിയ കമ്പെടുത്തുകൊണ്ടെന്ന് പശുവിൻ്റെ 2 കൈയും കാലും അടിച്ചൊടിച്ച് ജീവനോടെ ആ പശുവിനെ തൊലി ഉരിച്ചു. പ്രൈസ് ദി ലോർഡ്. ബാംഗ്ലൂരിൽ വെച്ച് ഒരു സഹോദരി എൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാൻ, സോറിയാസിസ് പിടിച്ച്. ഞാൻ പറഞ്ഞു, എത്രയോ തലമുറയുടെ വെളിപ്പാട് ഞാൻ കണ്ടു. പറഞ്ഞു, നിങ്ങളുടെ കുടുംബത്തിനകത്ത് പശുവിൻ്റെ തൊലി ഉരിച്ച ഒരു വ്യക്തിയുണ്ട്. അന്ന് മുതൽ ഇന്ന് വരെ ആ കുടുംബത്തിൽ ജനിക്കുന്ന സകല പിള്ളേരും പല്ലുമില്ല, നഖവും ഇല്ല, തൊലിയുമില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയട്ടെ, ദൈവം, ജീവനുള്ളൊരു ദൈവം മുകളിലുണ്ടെന്നൊരു ഭയം ഇന്ന് പകൽ നിനക്കുണ്ടാകണം. സാധുക്കളെ നീ പ്രീണിപ്പിക്കരുത്, അവരെ പീഡിപ്പിക്കരുത്. അത് നിന്റെ തലമുറയായിട്ട് ശാപമായി മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം നമ്മൾ ദൈവത്തിൻ്റെ കരുണയുള്ളവരാണ്, ദൈവം വിളിച്ചവരാണ്. നമ്മൾ മൃഗങ്ങളെ പോലെ ജീവിക്കാനുള്ളവരല്ല. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഹല്ലേലൂയ. അതുപോലെ തന്നെ അബ്രഹാമിൻ്റെ സന്തതികളെ ഒരിക്കലും നീ ശപിക്കരുത്. ആരാണ് അബ്രഹാമിൻ്റെ സന്തതി? നമ്മൾ. അബ്രഹാമിൻ്റെ സന്തതികളോട് വൈരാഗ്യത്തോടെ നിൽക്കരുത്. അബ്രഹാമിൻ്റെ സന്തതികളെ ശപിക്കരുത്. നീ ശപിച്ചാൽ ആ ശാപം നിനക്ക് തന്നെ വരും. അബ്രഹാമിൻ്റെ സന്തതികളോട് വൈരാഗ്യം ഉണ്ടാകരുത്. ഹല്ലേലൂയ. ഭയങ്കര ഡേഞ്ചറാണ്. പലരുടെയും ലൈഫിലെ ബ്ലെസ്സിങ്ങിൻ്റെ തടസ്സം എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരുടെ കയ്പ്. ഹല്ലേലൂയ. വിരോധം, വൈരാഗ്യം, പക മനസ്സിൽ വെച്ചുകൊണ്ട് ആരാധിക്കാൻ വന്നിരിക്കും. കൂട്ടു സഹോദരങ്ങളോടുള്ള വൈരാഗ്യവും പകയും മനസ്സിൽ വെച്ചുകൊണ്ട് തിരുവത്താഴ ശുശ്രൂഷയ്ക്ക് കെട്ടി ഒരു പിടി. മനസ്സിലായോ? ഞാൻ പറയും, വിശുദ്ധ ചുംബനങ്ങളെ കൊടുക്കേ, ഓടിച്ചെന്ന് കടവൽ കജനോ അല്ലെങ്കിൽ ഭീഷ്മൻ വന്ന ഭീഷ്മ ആലിംഗനം എന്ന് പറയും. ഭീഷ്മാലിംഗനം. ഭീഷ്മരുടെ മുമ്പിൽ കൊണ്ടുവന്ന ഒരു വലിയ വിഗ്രഹം വെച്ചാൽ അയാൾ ഒരൊറ്റ അന്ധനാണ്. എങ്ങേര് പിടിച്ചൊരു ഭീഷ്മനാണോ? ധൃതരാഷ്ട്രം. അയാൾ ഇങ്ങോട്ട് വന്ന് ഒരൊറ്റ പിടി പിടിച്ചാൽ ഏത് ഇരുമ്പ് ഒടിഞ്ഞു പോകും. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, പലരുടെയും കൈ കൊടുപ്പും, പലരുടെയും കെട്ടിപ്പിടുതും, പലരുടെയും ചുംബനവും. ഹല്ലേലൂയ. അത് വിശുദ്ധമല്ല, ലോകത്തിലെ നമ്പർ 1 അശുദ്ധം. പ്രൈസ് ദി ലോർഡ്. ചിലര് ഈ കവിള് കൊടുക്കുന്ന ആ കവിള് തീരാതെ മറ്റേ ആ ആളിൻ്റെ കവിള് ഇല്ലാതാകുന്നതാണ് തോന്നുന്നത്. അതുപോലെ ഉരച്ചങ്ങെടുക്കുക, അതുപോലെ ഒരു കെട്ടിപ്പിടുത്തം. ഇങ്ങോട്ട് വാ, പാസ്റ്റർ പറഞ്ഞുകൊണ്ട് പിടിക്കട്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. എന്നെ പ്രതി നിങ്ങളാരും കെട്ടിപ്പിടിക്കണ്ട. എന്നെ പ്രതി ആരും ഇവിടെ വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് അവൻ്റെ കവളില്ലാതാക്കണ്ട. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രക്തരക്ഷസിനെ പോലെയാണ് ചില ആൾക്കാർ ഈ ഇവിടെയൊക്കെ വരണം നോക്കിയാണ്, ഇവിടെ നിന്ന് രക്തം വലിച്ചു കുടിച്ചു കളയും ചില ആൾക്കാർ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവമക്കളെ, അബ്രഹാമിൻ്റെ സന്തതിയാണ് നീ. നിന്റെ കൂട്ട് സഹോദരങ്ങളോട് വൈരാഗ്യത്തോടെ കയ്പോടെ നീ ഇരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. അയോഗ്യമായി നീ തിരുവത്താഴം കഴിക്കരുത്. ഒരു വലിയ കോടീശ്വരം വന്ന് നേരെ ബാക്ക് സൈഡിലിരുന്ന് തിരുവത്താഴം നടന്നുകൊണ്ടിരുന്നപ്പോൾ പട്ടിയും കൂടെ കൊണ്ടുവന്നു.
ആ പട്ടിയും കൂടെ അവിടെ ഇരുത്തിയിട്ട് തിരുവത്താഴ ശുശ്രൂഷ നടന്നുകൊണ്ടിരുന്നപ്പോൾ അപ്പം കൈ കിട്ടിയപ്പോൾ ഒരംശം കൊണ്ടുവന്ന് പട്ടിക്ക് വിട്ടു കൊടുത്തു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പട്ടി കടിച്ച് പേ ഇളകി അവൻ മരിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അബ്രഹാമിൻ്റെ സന്തതികളോട് വൈരാഗ്യമുള്ളവരാരെങ്കിലും ഇതിനകത്തുണ്ടോ? നിന്റെ കൂട്ടു സഹോദരങ്ങളോട്, ദൈവദാസന്മാരോട്, അഭിഷിക്തന്മാരോട് കയ്പുണ്ടോ? നിന്റെ വലിയ ശാപമാണത്, കൊടിയ ശാപം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ ശാപത്തെ നീ ബ്രേക്ക് ചെയ്യണം. അത് നിന്റെ ഹൃദയത്തിനകത്ത് നിന്ന് എടുത്തു കളഞ്ഞിട്ട് നീ അവരെ അനുഗ്രഹിക്കണം. നീ ഹൃദയത്തോടെ. അനുഗ്രഹം രണ്ട് വിധത്തിലുണ്ട്. മുടിഞ്ഞു പോകൂടാന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുന്നതുണ്ട്. പ്രൈസ് ദി ലോർഡ്. ചില ആൾക്കാർ പറയും ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു എന്ന് വെച്ചാൽ നീ കത്തി പോടാ, ഇതോടുകൂടി തീ ഇറങ്ങി ചാവട്ടെ. പ്രൈസ് ദി ലോർഡ്. ആ അനുഗ്രഹമല്ല, മനസ്സ് തുറന്ന് ഹൃദയത്തോടെ സ്നേഹത്തോടെ നീ അനുഗ്രഹിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് ശാപങ്ങൾ. വളരെ ശ്രദ്ധിക്കണം. കേഴ്സുകൾ പഠിച്ചില്ലെങ്കിൽ ശാപങ്ങളെക്കുറിച്ച് പഠിക്കണം, അനുഗ്രഹത്തെക്കുറിച്ച് പഠിക്കണം. ഇത് രണ്ടും ഒരു വിശ്വാസി പഠിച്ചില്ലെങ്കിൽ അവരാണ് ഇന്ന് ഈ ലോകത്തിൽ പെന്തക്കോസ്ത് കോളത്തിന് ശാപം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതൊക്കെ കുറച്ചേ പറയുന്നുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ മണിക്കൂറുകൾ എടുക്കാനുള്ള ക്ലാസ്സാണ്. പെട്ടെന്ന് ഞാൻ പറഞ്ഞ് പോകാനും പറ്റത്തില്ല, ആകെ ഒരിതില്ല. എന്നാലും അടുത്ത ആഴ്ച ഒന്നും കിട്ടാത്തത് കൊണ്ട് പെട്ടെന്ന് അങ്ങ് പ്രാർത്ഥിച്ചു വിടുക. ഹല്ലേലൂയ. രണ്ട്, നാവിൻ്റെ എന്ന് പറഞ്ഞിട്ട് നാവിൻ്റെ ശാപം. നാവ് കൊണ്ട് നമ്മൾ മറ്റുള്ളവരെ വിമർശിക്കുക, കുറ്റപ്പെടുത്തുക, അപരാധം പറയുക, അപവാദം പറയുക, പരദൂഷണം പറയുക. നമ്മുടെ നാവിനകത്ത് തവളയുടെ രൂപത്തിലൊരു പിശാച് കയറും. ആ സ്പിരിറ്റ് വെളിപ്പാടിന് പുസ്തകത്തിനകത്തുണ്ട്, തവളയുടെ രൂപത്തിലുള്ള സ്പിരിറ്റ്. അതായത് നിന്റെ നാവിൽ അതിരിക്കും. എത്ര മണിക്കൂർ ആരാധിച്ചാലും ആരാധിച്ചു കഴിഞ്ഞ് അടുത്ത സെക്കൻഡിൽ നിനക്ക് പറ്റിയ ഒരു 4 പേരെ കണ്ടാൽ നീ അറിയാതെ കുറ്റം പറയും. കാരണം നിന്റെ നാവിലിരിക്കുന്നത് തവളയുടെ രൂപത്തിലുള്ള ദുരാത്മാവാണ്. അത് നിന്നെ കൊണ്ട് അപവാദം പറയിപ്പിക്കും. അവസാനം നീ മരണത്തിലും ആത്മഹത്യയിലും തകർച്ചയിലും ശാപത്തിലും വീഴും. നാവ് കൊണ്ടുള്ള പാപം കഠിനമായാൽ ക്യാൻസർ പോലെയുള്ള രോഗം വരും. പ്രൈസ് ദി ലോർഡ്. പല സ്വഭാവങ്ങളും പല പാപങ്ങളും പല ശാപങ്ങളും വെളിപ്പെടുന്നത് പല രോഗത്തിൻ്റെ രൂപത്തിലാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാനൊരു വീട്ടിൽ പോയി. ഞാനും എൻ്റെ സഹോദരൻ്റെ കൂടെ ഒരു വീട്ടിൽ വിസിറ്റിങ്ങിന് പോയി. അവിടെ ചെന്ന് കയറിയപ്പോൾ അവരുടെ വീട്ടിലുള്ള ഒരാൾ പണ്ട് മീറ്റിങ്ങിന് വന്ന് ഞാൻ ആ വീട്ടിൽ കയറി ചെന്നപ്പോൾ അവർ ബഹുമാനമില്ലാത്ത പെരുമാറിയത് കൊണ്ട് ഞാൻ ശുശ്രൂഷ സമയത്ത് അത് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഒരു ദൈവത്തിൻ്റെ അഭിഷിക്തം വന്ന വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ബഹുമാനമില്ലാതെയാണോ പെരുമാറുന്നത്, അങ്ങനെയാണോ പെരുമാറുന്നത് പറഞ്ഞു. പക്ഷേ അവർക്കത് മനസ്സിനകത്ത് കയ്പും വിരോധവും വൈരാഗ്യവും വെച്ച് അന്ന് മുതൽ എന്നെ കണ്ടാൽ മിണ്ടത്തില്ല, എൻ്റെ സഹോദരനെ കണ്ടാൽ മിണ്ടത്തില്ല. ഞാൻ അവരെ വീട്ടിൽ പോയപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം പോലും തരാതെ, പ്രൈസ് ദി ലോർഡ്, മനപ്പുറം 1 മണിക്കൂർ ഇരുന്നിട്ട് ഒരു ഗ്ലാസ് ചായ പോലും തരാതെ അങ്ങ് വിട്ടു. പ്രൈസ്. ഒരുപാട് വിഷമമുണ്ടായി. കാരണം നമ്മൾ അത്രയും സ്നേഹിച്ച് കൊണ്ടുവരുന്ന കുടുംബമാണ്, അത്രയും കൊണ്ട് നടന്നവരാ. പക്ഷേ ഒന്ന് ശാസിച്ചപ്പോൾ, ഒന്ന് വഴക്ക് പറഞ്ഞപ്പോൾ അവർക്കത് ഇഷ്ടപ്പെട്ടില്ല. അവർ നാളുകൾ കൊണ്ട് നടന്നു. പരസ്യമായി പല സ്ഥലത്ത് വെച്ച് എന്നെ അപമാനിച്ചു, പരസ്യമായി പരിഹസിച്ചു, പരസ്യമായി വേദനിപ്പിച്ചു. പലപ്പോഴും ഞാൻ അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ, നമ്മളത് വിട്ട്, പ്രൈസലോ, അവരങ്ങ് പോയി. അവരെ സഭയൊക്കെ വിട്ട് നമ്മളെ സഭയും വിട്ട് പോയി. പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിയപ്പോൾ ആ സഹോദരി മൊട്ടയൊക്കെ അടിച്ച് കീമോ ഒക്കെ ചെയ്ത് നടക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്താ അതിന് കാരണം? നമ്മുടെ കാരണമല്ല, അവരുടെ ഹൃദയത്തിനകത്ത് അബ്രഹാമിൻ്റെ സന്തതിയോട് അവർ വെച്ച് പുലർത്തിയ വൈരാഗ്യവും പകയും കയ്പും അവർക്ക് രോഗമായി മാറി. നിന്റെ ഹൃദയത്തിനകത്ത് ഈ ഭാഗത്ത് നീ കൊണ്ട് നടക്കരുത്. നീ അതാണ് ഹൃദയത്തെ സൂക്ഷിക്കണം. നിന്റെ ഹൃദയത്തെ നീ സൂക്ഷിക്കണം. നിന്റെ ഹൃദയത്തെ, ഹാർട്ടിനെ എല്ലാവരും പറഞ്ഞട്ടെ, ഹൃദയത്തെ സൂക്ഷിക്കണം. ഏറ്റവും വലിയൊരു സംഭവമാണ് നിന്റെ ഹൃദയത്തെ എപ്പോഴും നിഷ്കളങ്കമാക്കി നീ വെക്കണം. ഒരു കാര്യവും നീ മറച്ചു വയ്ക്കരുത്, ഒരു കാര്യവും കയ്പായിട്ട് നീ കൊണ്ട് നടക്കരുത്. അവസാനം ഇന്നത്തെ കാലത്ത് വരുന്ന മാരക രോഗമാണ് ക്യാൻസർ എന്ന് പറയുന്നത്. പലതും വരുന്നത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പല രോഗങ്ങളുടെയും കാരണം, പല മരണങ്ങളുടെ കാരണം, പല സൈലൻ്റ് അറ്റാക്കുകൾ വരുന്നത്, പെട്ടെന്ന് തട്ടിപ്പോകുന്ന, പെട്ടെന്ന് ആക്സിഡൻറ്റ് മരിക്കുന്നത്, പലതിൻ്റെയും പുറകിൽ അബ്രഹാമിൻ്റെ സന്തതികളോടുള്ള വൈരാഗ്യമാണ്. കയ്പ്, വിരോധം, വിമർശനം, നാവ് കൊണ്ട് വീട്ടിനകത്തിരുന്ന് വിമർശനം. CSA ചർച്ചിനകത്ത് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ഒരു കുടുംബം ഉണ്ടായിരുന്നു. ആ കുടുംബം പാഷന്മാരെ മുഴുവൻ അപരാധം പറയും. ഒരു ദിവസം സഭയിൽ കമ്മിറ്റി നടന്നുകൊണ്ടിരുന്നപ്പോൾ ആ സഹോദരൻ ചാടി എഴുന്നേറ്റ് ഉപദേശിയെ കോളറിനെ കുത്തി പിടിച്ച് ചോറിലോട് ചേർത്ത് വെച്ചു.
പ്രൈസ് ദി ലോർഡ്. ഭയങ്കര പ്രശ്നം. എന്നിട്ട് പോകുമ്പോൾ സഭയിലുള്ള ആൾക്കാരെ ആ വീട്ടിനകത്ത് അമ്മയും മകനും കൂടെ വിളിച്ച് അകത്ത് കയറ്റി കട്ടൻ ചായയും ചിപ്സും മിച്ചറൊക്കെ ആരി കൊടുത്ത് അവിടെ ഇരുന്ന് പാസ്റ്ററിനെതിരായി ഉപദേശിക്കെതിരായി ഇങ്ങനെ കുറ്റം പറയാൻ തുടങ്ങി. അത് 1 മാസമായി, 2 മാസമായി, 5 മാസമായി, 6 മാസമായി, 1 വർഷമായി. പ്രൈസ് ദി ലോർഡ്. ആ കുത്തിപ്പിടിച്ച പാസ്റ്റർ, ആ ഉപദേശി വേണമെങ്കിൽ ഇവനെ അടിച്ച് അവനെ 7 റൂമും ഒരു അടുക്കളയാക്കാൻ അയാൾക്ക് പറ്റും. പക്ഷെ അയാൾ വേദപുസ്തകം കയ്യിലെടുത്തുകൊണ്ട് ക്ഷമിച്ചു, പുറത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷെ എന്താ സംഭവിച്ച? 1 വർഷം കഴിഞ്ഞപ്പോൾ ഇവനും എൻ്റെ അമ്മയ്ക്കും ഒരേ രോഗം, മാരക രോഗം. എന്ത് രോഗം എന്നറിയില്ല. ഉണങ്ങി അസ്ഥികൂടമായി. തിന്ന് കൊഴുത്ത് നല്ലതായിരുന്നപ്പോഴാണ് പാഷനെ അടിച്ചത്. 1 വർഷം കഴിഞ്ഞപ്പോൾ ലെൻസ് വെച്ചാലും കാണാൻ പറ്റാതെയായി. ഹല്ലേലൂയ. ലെൻസ് വെച്ച് നോക്കിയാൽ കണ്ടുകൂടാ, അതുപോലെ ആയിപ്പോയി. ഡോക്ടർമാരെ ലോകം മുഴുവനും കൊണ്ടുപോയി ചികിത്സിച്ചു. ഞാൻ വിശുദ്ധന്മാരെ അഭിഷിക്തന്മാരെയും കൊണ്ട് അവരെ വീട്ടിൽ പോയി പാവത്തം കരുതി പ്രാർത്ഥിക്കാൻ. എന്നോട് ദൈവം ഓഡിബിൾ വോയിസ് ഞാൻ കേൾക്കുകയാണ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത്. ഞാൻ അവരെ ശപിച്ചിരിക്കുന്നു. ഇതേ ശബ്ദം ഞാൻ പത്തനംതിട്ട ഒരു വീട്ടിൽ പോയപ്പോൾ കേട്ടിട്ടുണ്ട്. ഒരു ക്യാൻസർ ഒന്ന് മരിക്കാൻ 4ാം സ്റ്റേജിലുള്ള ആളിനെ എൻ്റെ കൂട്ടുകാരൻ എന്നെ വിളിച്ചുകൊണ്ട് പോയി. അവരുടെ മുമ്പിൽ ചെന്നപ്പോൾ ഓഡിബിൾ വോയിസ്, കൈവയ്ക്കരുത്, ഞാൻ അവനെ ശപിച്ചിരിക്കുന്നു. ഞാൻ ചോദിച്ചു എന്താ സംഭവം? അവരോട് ഞാൻ എന്നെ കൊണ്ടുപോയതിനോട് ചോദിച്ചു, ഈ പുള്ളി ആരാ, എന്താ സംഭവം, ഇയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഓഡിബിൾ വോയിസ് കേട്ടിരിക്കും. അദ്ദേഹം പറഞ്ഞു, പാഷന്മാരെ നിരന്തരമായി ചീത്ത വിളിക്കുകയും അടിക്കുകയും ചെയ്തവനാണ്. പലപ്പോഴും പാഷന്മാരെ കോളറിനെ കുത്തി പിടിച്ചിട്ടുണ്ട്, ബൈബിളെ അടിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇയാളെ ജോലി ചെയ്താ ആരാധന നടക്കുമ്പോൾ വെളിയിൽ നിന്ന് സ്ത്രീകളെ ചീത്ത വിളിക്കുക, പാഷന്മാരെ ചീത്ത വിളിക്കുക, ഇത് ഇയാളുടെ പരിപാടിയായിരുന്നു. പാരമ്പര്യ ക്രിസ്ത്യാനി, യാക്കോബക്കാരൻ. പക്ഷേ ക്യാൻസർ 4ാം സ്റ്റേജ്. പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നു, കൈവയ്ക്കരുത്, ഞാൻ അവനെ ശപിച്ചിരിക്കുന്നു. ഇന്ന് പകൽ ദൈവമക്കളെ, നമ്മൾ തൊട്ടിരിക്കുന്ന ട്രാൻസ്ഫോമറല്ല കേട്ടോ. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ അവനവൻ്റെ ഇഷ്ടത്തിന് അഹങ്കാരം നികുളം പിടിച്ച് ജനിച്ച അതേ സ്വഭാവം കാണിച്ചുകൊണ്ട് മൃഗങ്ങളെപ്പോലെ നമ്മുടെ ജാതി സ്വഭാവം കാണിച്ച് നടക്കാനുള്ള പരിപാടിയല്ല ഇത്. ഹല്ലേലൂയ, വേറെ ലെവലാണ് ഇത്. ട്രാൻസ്ഫോമറിൽ തൊട്ട് കളിക്കുന്നതിന് തുല്യമാണ്. ഈ ക്രിസ്തീയ ജീവിതം ഭയങ്കരമാണ്. ഇത് ശാപവും കൊണ്ടുവരും, അനുഗ്രഹവും കൊണ്ടുവരും. നീ ഉടുത്തൊരുങ്ങി, നീ പൈസ ചെലവാക്കി ബസ് പിടിച്ച് ഇവിടെ വന്ന് ശപിക്കപ്പെടരുത്. രാവിലെ കഷ്ടപ്പെട്ട് ഉടുത്തൊരുങ്ങി റെഡിയായി വന്ന് പണം മുടക്കി ബസ് പിടിച്ചും വണ്ടി പിടിച്ചും പെട്രോൾ അടിച്ചും ഈ ചർച്ചിൽ കയറി ശാപം പിടിക്കാൻ വരരുത്. നീ വരണമെങ്കിൽ അനുഗ്രഹിക്കപ്പെടാൻ വരണം ഇതിനകത്ത്, അല്ലെങ്കിൽ നീ വരരുത്. കാരണം നീ വിചാരിക്കുന്ന സ്ഥലമല്ല ഇത് ജീവനുള്ള ദൈവം വസിക്കുന്ന സ്ഥലമാണ്. നിന്റെ മേലും നിന്റെ തലമുറയുടെ മേലും ശാപവും വരുത്താം, അനുഗ്രഹവും വരുത്താം. പ്രൈസ് ദി ലോർഡ്. 2 പേരെ ഒരു കുഴിയിലടക്കി. 2 പേരെ മരിക്കുന്നതിന് മുമ്പ് ഇവന് ചാവാൻ പോവുകയല്ലേ, കല്യാണം കഴിക്കാത്ത ചാവുന്നതിന് മുമ്പ് രോഗം മറച്ചു വെച്ചൊരു പെണ്ണിനെ കെട്ടി. അവൾ ചേട്ടാ രാവിലെ എഴുന്നേറ്റ് പറഞ്ഞു, MG കോളേജ് വരെ പോകാൻ വരാൻ പറഞ്ഞ് വിളിച്ചോണ്ട് പോയി. അവനോട് പറഞ്ഞു, ഫ്രണ്ടിൽ നിന്നോ, ഞാൻ അകത്തോട്ട് പോകണം. പോയിട്ട് തിരിച്ച് അവൾ ഇന്ന് വരെ വന്നിട്ടില്ല. പ്രൈസ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടി പോയതാ. പുള്ളി ഇങ്ങനെ ശാപം പിടിച്ചവൻ കെട്ടി. അവൻ്റെ കാര്യത്തിന് അത് തീരുമാനമായി. പറയട്ടെ, നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, വിമർശിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. നാവ് കൊണ്ട് പാപം ചെയ്യരുത്. ഹല്ലേലൂയ, സ്തോത്രം. സാത്താൻ്റെ സേവകന്മാരായി നമ്മൾ മാറരുത്. കപടഭക്തി കാണി. പിന്നെന്ത് ചെയ്യരുത്, നിനക്ക് ഭാവിക്കേണ്ടതിന് മീതെ നീ ഭാവിക്കരുത്. ചില ആൾക്കാരുണ്ട്, വിറയല്, ചുള്ളല്, ചാട്ടം, ഡൈവിങ്. ഏതെങ്കിലും പാഷന്മാരോ ഒന്ന് ഒരു വാക്ക് പറഞ്ഞാൽ മതി. യഥാർത്ഥ ദൈവദാസന്മാരോ ഒന്ന് വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ മിണ്ടാതെ മയിൽക്കുറ്റി പോലെ ഇരിക്കും. ആരെങ്കിലും അമേരിക്കയിൽ പോകും, അവിടെ പോകും, ഇവിടെ പോകുന്ന 2 ദൂത് പറഞ്ഞാൽ ചാടി ഡൈവ് ചെയ്ത് എയറിൽ നിന്നൊക്കെ ഒരു അഭ്യാസം കാണിച്ച് അവിടെ കിടക്കുന്നു, വേളം കാണിക്കുന്നു, തുള്ളുന്നു, ചാടുന്നു, വിറയ്ക്കുന്നു, ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നു. ഇതെല്ലാം കപട വേഷധാരികളാണ്. ഭക്തിയുടെ വേഷം കെട്ടി ശക്തിയെ ത്യജിച്ചവരാണ് പലരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽ നിന്റെ കപട ഭക്തിയല്ല ദൈവം നോക്കുന്നത്, നിന്റെ ഹൃദയം നോക്കുന്നവനാണ്. നീ ഓർഡർ അനുസരിച്ച് ആരാധിക്കണം. നീ ദൈവത്തെ ഭയപ്പെടണം. നിന്റെ വീട്ടിൽ നിന്റെ നല്ല സാക്ഷ്യമുള്ളവളായിരിക്കണം, ഉള്ളവനായിരിക്കണം. നിന്റെ കപടഭക്തി ശാപമാണ്. ഒരു ശാപമുള്ള വ്യക്തിയുടെ ലക്ഷണമാണ് കപടഭക്തി. ഒരാൾ പറയും, ഞാൻ ഭയങ്കര സംഭവമാണ്, ഞാൻ ഭയങ്കര ഇത്ര മണിക്കൂർ ഞാൻ അന്യഭാഷ പറയും, ഇത്ര മണിക്കൂർ ഞാൻ ബൈബിൾ വായിക്കും.
ഇത്ര മണിക്കൂർ ഞാൻ അത് ചെയ്യും, ഇത്ര മണിക്കൂർ എൻ്റെ ഭാഷ, എൻ്റെ അന്യഭാഷ കണ്ടോ, എൻ്റെ പവർ കണ്ടോ, ഓ എന്നൊക്കെ. പക്ഷേ ഇതിലൊന്നും അല്ല കാര്യം, ഇതിലൊന്നുമല്ല, അഭ്യാസങ്ങളിലല്ല കാര്യം. അതൊരു കപടഭക്തിയാണ്. നീ ജീവിച്ച് കാണിക്കണം. നിന്റെ ഭവനത്തിനകത്തൊരു സാക്ഷ്യം വേണം, നിന്റെ സഭയ്ക്കകത്ത് സാക്ഷ്യം വേണം. നിന്റെ കൂട്ടുവിശ്വാസികളെ നീ സ്നേഹിക്കണം, നീ പൊറുക്കണം, ക്ഷമിക്കണം. ക്ഷമിക്കാൻ പറ്റുന്നില്ലേ? നിനക്കൊരാളിനെ സ്നേഹിക്കാൻ പറ്റുന്നില്ലേ? നിന്റെ ആരാധന കപടമാണ്. നിനക്കൊരാളിനോട് സ്നേഹമില്ലെങ്കിൽ, നീ ഒരാളിനോട് പൊറുക്കുന്നില്ലെങ്കിൽ, നീ ഒരാളിനോട് വൈരാഗ്യത്തോടെ നിൽക്കുന്നെങ്കിൽ നിന്റെ ആരാധന കപടമാണ്. അത് യേശുവിന്റെ ആത്മാവല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മളെപ്പോഴും മനസ്സിലാക്കണം, ആരാധനയിലല്ല കാര്യം, ജീവിതത്തിലാണ് കാര്യം. ഹല്ലേലൂയ. കുറെ ബഹളം വെച്ച് ആരാധിക്കുന്നതിലല്ല കാര്യം, നീ ആ ദൈവ സ്നേഹത്തിൽ ആരാധിക്കുക. ആരാധിച്ച് വീണ് തുള്ളി വീണിട്ട് എഴുന്നേക്കുമ്പോൾ പഴയ ആള് മരിച്ചു, പുതിയ ആളായി എഴുന്നേക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അല്ലാന്നുണ്ടെങ്കിൽ അത് കാപട്യ. നമുക്ക് ഇഷ്ടമുള്ളവർ വർഷിപ്പ് ചെയ്യുമ്പോൾ കുറെ ബഹളം, നമുക്ക് ഇഷ്ടമുള്ളവർ പ്രസംഗിക്കുമ്പോൾ കുറെ ബഹളം, നമുക്ക് താല്പര്യമുള്ള വരുമ്പോൾ കുറെ കരച്ചില്, നമുക്ക് ഇഷ്ടമുള്ളവർ അയ്യോ ഭയങ്കര സംഭവമായിരുന്നു. എന്ത് സംഭവം? സംഭവം ആയിരുന്നെങ്കിൽ, അത് സംഭവം ആയിരുന്നെങ്കിൽ നീ ഒരു സംഭവം ആവണ്ടേ? ആ ആളിന്റെ പ്രസംഗം ഭയങ്കരമായിരുന്നു, നിനക്ക് മാനസാന്തരം ഉണ്ടായോ? ആ ആള് പറഞ്ഞ പ്രസംഗം കേട്ട് ഒരു വചനമെങ്കിലും നീ ഏറ്റെടുത്ത് മാനസാന്തരം നിനക്കുണ്ടായോ? 2-3 ദൈവദാസന്മാര് പോയി രാത്രി മുഴുവനും തീയിറക്കി. അഭിഷിക്തന്മാര് തിരിച്ചു വന്നപ്പോൾ ആശാൻ ചോദിച്ചു, ഇന്നെങ്ങനെയാണ് വർഷിപ്പ് ആരാധന? അവിടെ ഫയറായിരുന്നു, തീയിറങ്ങി. അദ്ദേഹം ചോദിച്ചു, ഓ തീയിറങ്ങിയോ? ഓക്കെ. മത്തായിയുടെ ബീഡി വലി മാറിയോ? ഇല്ല, ഇപ്പോഴും ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. മറ്റേ അവനും അവളും തമ്മിലുള്ള പ്രശ്നം, അതിരുതർക്കം മാറിയോ? അത് ഇപ്പോഴും ഉണ്ട്, കേസ് കിടക്കുകയാണ്. പിന്നെ എന്ത് തീ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്ത് പുക? എല്ലാം കട്ട പുകയല്ലേ. കുറെ ബഹളങ്ങളും കുറെ കട്ട തീയൊക്കെ ഇറങ്ങി. പക്ഷെ തീ ഇറങ്ങിയാൽ നിനക്ക് മാനസാന്തരം ഉണ്ടാകട്ടെ. നിന്റെ ബീഡി വലി മാറിയോ? നിന്റെ റോങ് റിലേഷൻഷിപ്പ് മാറിയോ? നിന്റെ നുണ പറച്ചിൽ മാറിയോ? നിന്റെ കുറ്റം പറച്ചിൽ മാറിയോ? നിന്റെ പരദൂഷണം മാറി? ഇവിടുന്ന് ഇറങ്ങി ഇന്നും ഞാൻ എന്താ പ്രവചിക്കുകയാണ്, മീറ്റിംഗ് കഴിഞ്ഞ് നീ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ നീ പരദൂഷണം പറയും. കാരണം നിന്റെ സ്ഥായിയായ സ്വഭാവം പിന്നെയും ശങ്കരൻ. ഹല്ലേലൂയ. ഇവിടുന്ന് ഇറങ്ങി സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ നിന്റെ ഒറിജിനൽ സ്വഭാവം നീ കാണിക്കും. ഹല്ലേലൂയ. അപ്പൊ അത് ഉണ്ടാകാതിരിക്കണം. ഇതിനകത്തിരുന്ന് നീ ശാപത്തെ, കേഴ്സിനെ ബ്രേക്ക് ചെയ്യണം. ഇത് ശാപമാണ്, നിന്റെ സ്വഭാവം മാറണം. ആട്ടിൻ തോൽ അണിഞ്ഞ ചെന്നായായി നീ മാറരുത്. ഇന്ന് പകൽക്കാലം വയറിന് വേണ്ടി ശുശ്രൂഷിക്കരുത്. നമ്മൾ ഇന്ന് പകല് ശക്തമായി മനുഷ്യന്റെ മുഖം നോക്കി മിനിഷി ചെയ്യരുത്. കാപട്യമുള്ള ശുശ്രൂഷകൾ തകരും, യഥാർത്ഥ ശുശ്രൂഷകൾ നിലനിൽക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ കപടഭക്തിയൊക്കെ അവസാനിപ്പിക്കണം. മത്സരബുദ്ധി പറഞ്ഞാട്ടെ, അടുത്തൊരു കാര്യം, മത്സരബുദ്ധി. കോരഹപുത്രന്മാര് മോശയ്ക്കെതിരായിട്ടൊരു ഗൂഢാലോചന നടത്തി, ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. എന്ത് ചെയ്തു? മത്സരിച്ചു, അവനോട് മത്സരിച്ചു. അവസാനം എന്ത് ചെയ്തു? എല്ലാം കൂടെ ഭൂമി പിളർന്ന് നേരെ അങ്ങ് പോയി. അപ്പൊ ദൈവത്തിനോടും ദൈവദാസന്മാരോടും സഭകളോടും കൂട്ടുവിശ്വാസികളോടും അവന് പ്രാർത്ഥന കൊടുത്തു, അവന് പ്രസംഗം കൊടുത്തു, അവനെ ശുശ്രൂഷകനാക്കി, അവനെ അത് ചെയ്തു, അവനെ അത് ചെയ്തു, ഇവനെ ഇത് ചെയ്തു. ഇത് മത്സരിക്കരുത്. നീ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുമ്പോൾ തക്ക സമയത്ത് ദൈവം നിന്നെ ഉയർത്തും. മത്സരബുദ്ധി പൈശാചികമാണ്, ശാപമാണ്. നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ദുരാത്മാവ് നിന്നെ ഭൂമിക്ക് അടിയിലോട്ട് കൊണ്ടുപോകും. അപ്പൊ ശാപം ഒരിക്കലും നമ്മൾ വിളിച്ചു വരും. ഞാൻ പറഞ്ഞല്ലേ, നമുക്ക് വേണമെങ്കിൽ അനുഗ്രഹിക്കപ്പെടാം, നമുക്ക് വേണമെങ്കിൽ ശപിക്കപ്പെടാം. രണ്ടും നമ്മുടെ ഇഷ്ടമാണ്, നമ്മുടെ വില്ലാണ്. ഫ്രീ വില്ല് ദൈവം തന്നിട്ടുണ്ട്, ഏത് വേണം തിരഞ്ഞെടുക്കാം. മത്സരബുദ്ധി, ഹല്ലേലൂയ, സ്തോത്രം. അതുപോലെ തന്നെ നേർച്ചകൾ, ഒരിക്കലും നേർച്ച നേരരുത്. പറഞ്ഞാട്ടെ, നേർച്ച നേരരുത്. ഞാൻ വന്ന് പിന്നെ പറയുകയാണ്, ഞാൻ അടുത്ത ആഴ്ച ഭാഷയെ ഞാൻ 2-3 കസേര വാങ്ങിച്ചിട്ട് തരാം. പിന്നെ അടുത്ത വർഷമാണ് പറഞ്ഞത് ഈ പുള്ളി. പറയാനും ചെയ്യാനും പറ്റാത്ത കാര്യം ദൈവദാസന്മാരോടാണെങ്കിലും സഭയോട് നീ പറഞ്ഞാൽ അത് നിവർത്തിച്ചില്ലെങ്കിൽ അത് ശാപമാണ്. നീ വാ തുറക്കരുത് ആവശ്യമില്ലാതെ. ഞാൻ അത് ചെയ്യാം, ഇത് ചെയ്യാം, അത് കൊടുക്കാം, ഇത് കൊടുക്കാം എന്ന് ദൈവദാസന്മാരോടാണെങ്കിലും ഒരു സഭയിലാണെങ്കിലും വന്ന് നിന്ന് അനാവശ്യമായി നേർച്ചകൾ നേരരുത്.
നിന്റെ വായി തുറന്ന് ഓരോന്ന് പറയരുത്. നിന്നെ കൊണ്ട് പറ്റാത്ത കാര്യം നീ പറയരുത്. ചില ആൾക്കാർ ഞങ്ങൾ പിന്നെ എന്തോ ടെമ്പോ ട്രാവലർ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞ ആളുടെ ഒന്നും കാണാനില്ല. പ്രൈസലാ. ഒരാൾ എന്നോട് പറഞ്ഞു 75 ലക്ഷം രൂപ നിങ്ങൾക്ക് തരാം. ഞാൻ ഒരു ദൂത് പറഞ്ഞു നിങ്ങൾക്ക് 2 കോടി രൂപയുടെ വീട് കെട്ടും. അദ്ദേഹം പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് 75 ലക്ഷം രൂപയുടെ ചെക്ക് തന്നു. എനിക്കൊരു ചെക്ക് എഴുതി തന്നു 75 ലക്ഷം. ഞാൻ പറഞ്ഞു ബ്രദറെ, ആവശ്യമില്ലാതെ ആവേശം കാണിക്കരുത്. എനിക്കറിയാം യവൻ ചെയ്യൂലെന്ന്. നമുക്കൊരുത്തനെ കാണുമ്പോഴേ വായിൽ വട ചുടുമെന്ന് പറയും ആൾക്കാർ. എണ്ണയിലും ചൂടും, പക്ഷേ ചില ആൾക്കാർ വായിലും. സ്തോത്രം. ഇവരങ്ങ് വാവിഷ്ണക്കാരായി ഇവരങ്ങ് പറയുകയാണ് ഞാൻ അത് ചെയ്യാം ഇത് ചെയ്യാം. എനിക്ക് 2 കോടിയുടെ വീട് കെട്ടിയ പാസ്റ്ററിന് 100% ഞാൻ യഥാർത്ഥ വിശ്വാസി, ഞാൻ അഭിഷിക്തനാണ്, ഞാൻ ആത്മാവിൽ പറയുകയാണ്. ഏതാത്മാവ്? ഹല്ലേലൂയ. അവസാനം 2 കോടി രൂപയുടെ വീട് കിട്ടിയപ്പോൾ എന്നെ വിളിച്ചു. ഞാൻ അവിടെ പോയപ്പോൾ 5000 രൂപ. പക്ഷെ അവ അവിടെ താമസിച്ചില്ല. പ്രൈസ് ലോർഡ്. ഇപ്പോഴും ആ വീട് പൂട്ടി തന്നെ കിടക്കുക, വിൽക്കാൻ കിടക്കുക. ആവശ്യമില്ലാതെ നേർച്ച നേരരുത്. ആവശ്യമില്ലാതെ വായിൽ എന്ത് ചെയ്യരുത്? വാ തുറന്ന് അത് ചെയ്യാം ഇത് ചെയ്യാന്ന് പറയരുത്. ഉള്ളതും കൂടെ പോകും, അനുഭവിക്കാൻ പറ്റാത്ത സ്ഥിതിയായി പോകും. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് പകല് കർത്താവ് യഥാർത്ഥത്തിൽ ഈ ആത്മാർത്ഥത കൂടിപ്പോയ വലിയ വിഷയമാണ് കേട്ടോ. എനിക്ക് ആത്മാർത്ഥത നിങ്ങളോട് കൂടിപ്പോയതുകൊണ്ട് എനിക്ക് ഈ സഹോദര്യം കൊണ്ടൊരു സ്ഥലം വരെയൊക്കെ പോകാനുള്ളത്. അതുകൊണ്ട് പെട്ടെന്ന് നിർത്തുകയും വേണം. എന്നാൽ നിങ്ങളെ കണ്ട കെട്ട് പൊട്ടിക്കുകയും വേണം. നിങ്ങളിങ്ങനെ പോയാൽ എനിക്ക് അങ്ങോട്ട് നിങ്ങളവിടെ അത്ര സ്നേഹമാണ്, ദൈവസ്നേഹം കേട്ടോ. അപ്പോൾ എൻ്റെ ഇടയിൽ ഇനി സ്നേഹമില്ലാത്ത ഭാഷ എന്ന് പറയരുത്. സ്നേഹമില്ലാത്തവനാണെങ്കിൽ 3/4 മണിക്കൂർ കൊണ്ട് ഞാൻ നിർത്തിയേനെ. പ്രൈസ്. 1/2 മണിക്കൂർ കൊണ്ട് എനിക്കെന്തോ നിങ്ങൾ വിടുവിക്കപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും വന്നപ്പോൾ പ്രമാണം കൊണ്ടാണ് വന്നത്. 5000 രൂപ, 10000, 1 ലക്ഷം ഇന്നത്തെ കേസ് ബ്രേക്കിംഗ് കഴിയുമ്പോൾ പാസ്റ്ററിൻ്റെ ലക്ഷങ്ങൾ തരും എന്ന് പറഞ്ഞിട്ട് വന്നത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ ഇരിക്കുന്നു, ഞാൻ നിൽക്കുന്നു. ആയാസം കൂടുതൽ ആർക്കാ? നിങ്ങൾ മിണ്ടാതിരിക്കുന്നു, ഉറങ്ങുന്നു 45 ഡിഗ്രി ചെരിഞ്ഞ്. പ്രൈസ് ലോർഡ്. ഞാനിവിടെ നിന്ന് ഓരോ വരം പ്രസംഗിക്കുന്നു. ആർക്കാണ് ബുദ്ധിമുട്ട്? എനിക്കാണോ നിങ്ങൾക്കാണോ? നിങ്ങൾക്ക് AC ഇട്ട് ഞാൻ ഇവിടെ വന്നിരുത്തിയിരിക്കുക. കറണ്ട് ചാർജ് എത്രയെന്ന് പോലും ഇന്ന് വരെ നിങ്ങളാരും ചോദിച്ചിട്ടില്ല. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ ഒരല്പം ഇരുന്നാലും കുഴപ്പമില്ല. വയറ് വെച്ചാൽ ഇവിടെ നല്ല അടി. ഇന്നത്തെ സൂപ്പറാണ് ചിക്കനും ചോറും. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പെട്ടെന്ന് 1-2 കാര്യം പറഞ്ഞു. യഥാർത്ഥത്തിൽ ഒരുപാടുണ്ട്. കാരണം അത്രയും കെട്ടുകൾ പൊട്ടിയാലേ നമ്മൾ വിടുവിക്കപ്പെടൂ. കുടുംബജീവിതങ്ങൾ തകരുന്നതൊരു ശാപമാണ്. ഭാര്യ ഭർത്തൃ ബന്ധം തകരുന്ന, കുടുംബജീവിതം തകർന്നത്, അനാഥരായി പോകുന്നത്. നിങ്ങൾ ഒറ്റപ്പെട്ടവരാണോ? നിങ്ങൾ എല്ലാവരും ഉണ്ടെങ്കിലും ആരുമില്ലാത്തവരാണോ? നിങ്ങളുടെ ഭാര്യ നിങ്ങളെ ഇട്ടിട്ട് പോയോ? മക്കൾ നിന്നെ ഇട്ടിട്ട് പോയോ? നിന്റെ ഭർത്താവ് നിന്നെ ഉപേക്ഷിച്ചോ? നിന്റെ കുടുംബജീവിതം തകർന്നതാണോ? ശാപമാണ്. ഹല്ലേലൂയ. അതിന്ന് പകൽ പൊട്ടണം. തലമുറയില്ലാത്തത് ശാപം. വചനം പറയുന്നു, സന്തതി പരമ്പരകളോടുകൂടി നീ എന്ത് ചെയ്യുക? ഭൂമിയെ അടക്കി വാഴുക. ശാപം. ഹല്ലേലൂയ. വിവാഹം നടക്കുന്നില്ലയോ? ദൈവം പറയുന്നു നീ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് നന്നല്ല. അപ്പോൾ വിവാഹം നടക്കാത്തത് ശാപം. ഇന്ന് പകൽ ആ കേഴ്സുകൾ പെട്ടാൻ പോവുകയാണ്. ഒറ്റയ്ക്ക് ആരുമില്ല, അപ്പനും അമ്മയും വീടും കൂടുമില്ലാതെ നീ അലഞ്ഞു തിരിഞ്ഞ്, ഭാര്യയും മക്കളുമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന വ്യക്തിയാണോ? കർത്താവ് പറയുക, ഈ ശാപം ഇന്ന് പകൽക്കാലം നിന്റെ ജീവിതം വിട്ട് മാറാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. ഒറ്റപ്പെട്ടവർ, തകർന്നവർ, അടിക്കടി അസ്ഥി ഒടിയുന്നു, ആക്സിഡൻ്റ് ഉണ്ടാകും. അങ്ങനെയുള്ളവർ മാത്രം കരങ്ങൾ ഉയർത്തിയാട്ടെ. മിക്കവാറും ഉള്ള 1 വർഷത്തിനകത്ത് പലപ്പോഴായിട്ട് ആക്സിഡൻറ്റുകൾ ഉണ്ടാവുകയും കൈയൊടിയുന്നു, കാലൊടിയുന്നു, അങ്ങനെയുള്ള സംഭവം ഇങ്ങനെ വരികയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അതൊരു ശാപമാണ്. ഇന്ന് രാവിലത്തെ സെഷനിൽ ഒരാളുണ്ടായിരുന്നു. ഹല്ലേലൂയ. ചില ആൾക്കാർ 6 മാസത്തിലൊരിക്കൽ വീണ കൈയൊടിയും കാലൊടിയും, ഒരു ആക്സിഡൻറ്റ്. ഹല്ലേലൂയ. രണ്ടാമത് വീട്ടിനകത്ത് ദുർമരണം. മരിക്കേണ്ട സമയത്ത് മരിക്കാതെ അവരുടെ നല്ല പ്രായത്തിൽ മരിക്കുന്നു. ആക്സിഡൻറ്റ്, മരണം, സൂയിസൈഡ്, കൊലപാതകം, ഇതെല്ലാം ശാപത്തിൻ്റെ ലക്ഷണമാണ്. ഇരുന്ന ഇരിപ്പിന് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നു. ശാപമാണ്. അത് തലമുറകളിലേക്ക് വരാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. പെട്ടെന്ന് ക്യാൻസർ വന്ന് മരിക്കുന്നു. അത് അപ്പൻ്റെ അമ്മയുടെ രോഗം, മരണം, അത് തലമുറയിലേക്ക് വരും. അതാണ് ഇൻഷുറൻസ് എടുക്കാൻ പോകുമ്പോഴും ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ നിനക്ക് ഷുഗറാണോ ഹാർട്ട് അറ്റാക്കാണോ, അപ്പന് വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കും. അമ്മയ്ക്ക് വന്നിട്ടുണ്ടോ?
എന്താ ഡോക്ടർമാർ ചോദിക്കുന്നത്? ജിജു ഡോക്ടർ ഉണ്ടല്ലേ, ചോദിക്കാറില്ലേ? അപ്പനുണ്ടോ അമ്മയ്ക്കുണ്ടോ എന്ന് ചോദിക്കുന്നത് ഡോക്ടർമാർ, ഇൻഷുറൻസുകാർ ചോദിക്കും. എന്തിനാ ചോദിക്കുന്നത്? നിന്റെ അപ്പൻ്റെ ലൈഫിലുള്ളത്, നിന്റെ അമ്മയുടെ ലൈഫിലുള്ളത് അത് നിന്റെ ലൈഫിൽ വരും. ഒരു സ്ത്രീ 18 വയസ്സിൽ ഒരാളിൻ്റെ കൂടെ ഒളിച്ചോടി പോയി ഇടിയൊക്കെ കൊണ്ട് തിരിച്ചു വന്ന് 2 പിള്ളേരുമായി. പക്ഷേ അവരുടെ മൂത്ത മോൾക്ക് 18 വയസ്സായപ്പോൾ അവർ വേറൊരുത്തൻ്റെ കൂടെ പോയി. ഹല്ലേലൂയ. ശാപം. അപ്പൻ ഹാർട്ട് അറ്റാക്ക്. 40 വയസ്സിലെ ആണുങ്ങൾ മൂത്തവർ മരിക്കുന്ന ഒരു കുടുംബം. പുള്ളി സൂയിസൈഡ് വേലക്കാരനാണ്, പക്ഷേ 40 വയസ്സിൽ മരിച്ചു. ശാപം. ഹല്ലേലൂയ. പൊട്ടണ്ടേ? പൊട്ടണം. ഇതൊന്നും നമ്മൾ കൊണ്ട് നടക്കണം. നമ്മൾ ശാപം കൊണ്ട് നടക്കേണ്ടവരല്ല, നമ്മൾ അനുഗ്രഹിക്കപ്പെടേണ്ടവരാണ്, നമ്മൾ ഉയർച്ച പ്രാപിക്കേണ്ടവരാണ്. ഈ ശാപം ഇന്ന് പൊട്ടണം. എല്ലാ കെട്ടുകളും എല്ലാ ശാപങ്ങളും ഇന്ന് പൊട്ടണം. പഠിക്കാൻ പറ്റുന്നില്ല, വിദ്യാഭ്യാസം മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. പ്രൈസ് ദി ലോർഡ്. എല്ലാ ശാപം. പ്രൈസ് ദി ലോർഡ്. നല്ലൊരു ചെരുപ്പിടാൻ സാധിക്കുന്നില്ല, അത് ശാപമാണ്. ഹല്ലേലൂയ. നല്ലൊരു വീട്ടിൽ കിടക്കാൻ പറ്റില്ല, വാടക വീടാ, ശാപ. ചില ആൾക്കാരുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ തോർത്ത് ചോദിക്കും, എന്താ കൈ തുടയ്ക്കാൻ വേണ്ടി തോർത്ത് ചോദിക്കും. 2000 വർഷം പഴക്കമുള്ള കറുത്ത് ഇരുണ്ട് കരിമ്പടയുള്ള തീയിലിട്ട വേവത്തുമില്ല, വെള്ളത്തിലിട്ട നനയാത്ത തോർത്തായിരിക്കും. പക്ഷേ ഇതിൻ്റെ മണം അടിച്ചാലേ ഇവർക്ക്, ചില ആൾക്കാരുണ്ട് തല തോർത്താൻ വേണ്ടി, കുളിച്ചിട്ട് തല തോർത്താൻ വേണ്ടിയിട്ടിരിക്കുന്ന തോർത്ത് കണ്ടിട്ടില്ലേ? വർഷങ്ങളായി ഉണങ്ങി ചുരുണ്ട് കറുത്ത് ഇരുണ്ട്. ശാപം. പണം ഇല്ലാത്തതുകൊണ്ടല്ല, വെറും 10-35 രൂപ കൊടുത്ത് നല്ല തോർത്ത് കിട്ടും. പക്ഷേ ഇതിൻ്റെ മണം അടിച്ചാലേ അവർക്കൊരു സന്തോഷം. പ്രൈസ്. നല്ല വസ്ത്രങ്ങളെല്ലാം അലമാരയെ സൂക്ഷിച്ച് വെച്ച് എല്ലാ ദിവസവും തൊട്ട് വണങ്ങും. പക്ഷെ വീട്ടിൽ ഇട്ടുകൊണ്ട് നിൽക്കുന്നത് കണ്ടാൽ വെളിയിൽ പറയാൻ കൊള്ളത്തില്ല. നാട്ടുകാർ മേടിച്ചോടും ഇവരെ വസ്ത്രധാരണം കണ്ട. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും പ്രശ്നം, നമ്മൾ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പം 2:30 മണിയായി, മീറ്റിംഗ് കഴിഞ്ഞു, പാസ്റ്റർ ഒരല്പം വിശ്രമിച്ചാലും എന്ന് പറയും. നമ്മൾ അകത്ത് കയറി കിടക്കിടന്ന് ബോധക്കെടും. കാരണം എത്രയോ വർഷമായി ആ തലയണ ഒന്ന് കഴുകിയിട്ട്, എത്രയോ വർഷമായി ആ പുതപ്പിലെ പൊടി അങ്ങ് അടിച്ചിട്ട്, എത്രയോ വർഷമായി ആ അശയിൽ കിടക്കുന്ന തുണി മാറ്റിയിട്ട്, ഒരു സൈഡിൽ 2000 തുണി കഴിവായിട്ടേക്കുന്നു, മറു സൈഡിൽ അശയിൽ 2000, അതിനകത്ത് തേള് പഴുതാര എല്ലാം കാണും. ബാത്റൂമിൽ കയറി കഴിഞ്ഞാൽ ബോധം കെട്ട് തറ വീഴും. ഫ്രൈസലോ. വൃത്തിയില്ല, വെടുപ്പില്ല, അൺക്ലീൻ സ്പിരിറ്റ്. അടുത്ത് ചെല്ലുമ്പോൾ ഇതാ ഒരു ഗ്ലാസ് വെള്ളം തരുമോ, കുടിക്കുന്നത് അപ്പം ബോധം കെടും. മീനാറ്റം. ഫ്രൈസലോ. ഹല്ലേലൂയ. എന്താ ഇത് സംഭവിക്കുന്നത്? ദൈവമക്കളെ, നമ്മൾ വിശുദ്ധരാണ്, നമ്മുടെ ദൈവം വിശുദ്ധനാണ്. കാട്ടിനകത്തും മേട്ടിനകത്തും മലയിലും ഇരിക്കുന്ന ദൈവത്തെയല്ല നീ ആരാധിക്കുന്നത്, അവൻ വിശുദ്ധനാണ്. അവൻ വിശുദ്ധനാണ്. നീ വിശുദ്ധിയുള്ളവനായിരിക്കണം, നീ ക്ലീൻ ആയിരിക്കണം, നിനക്കൊരു വൃത്തിയും വെടുപ്പും വേണം. കണ്ടുള്ള ആൾക്കാർ ആരാധനയ്ക്ക് വരുമ്പോൾ 2000 പിന്നെ എണ്ണ എടുത്ത് തലയിൽ അങ്ങ് തേക്കും. 1 കിലോ എണ്ണ എടുത്ത് തലയിൽ തേച്ച് കുറേ പൗഡർ ഇട്ട് വേര് വന്നിരിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ തലയിൽ കൈവയ്ക്കുമ്പോൾ അന്നത്തേക്കുള്ള എണ്ണ നമുക്ക് കിട്ടും. ഹല്ലേലൂയ. കുളിക്കത്തില്ല, നനയ്ക്കത്തില്ല, സ്പ്രേയും വാരി അടിച്ചുകൊണ്ട് വന്നിരിക്കുക. നിങ്ങൾ നോക്കുക, ഒരു ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ അങ്ങനെ പോകും ആൾക്കാർ. മുസ്ലിങ്ങൾ നോക്കുക, നിസ്കരിക്കാൻ പോകുമ്പോൾ 5 നേരം നിസ്കാരത്തിൽ 5 നേരം അവർ ഇവിടെയെല്ലാം അവർ കഴുകി വൃത്തിയാക്കുമെന്ന് അവരോട് ചോദിച്ചാൽ നമ്മൾ ഞെട്ടിപ്പോവും. നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ ഇത് കണ്ണിലെ പഴുപ്പൊക്കെ അങ്ങോട്ട് കളഞ്ഞിട്ട് എന്ത് ചെയ്യും? കുറച്ച് സ്പ്രേ എടുത്ത് അടിച്ച് ഷേവും ചെയ്യത്തില്ല, വൃത്തിയില്ല, വെടുപ്പുമില്ല. ഏതെങ്കിലും ഒരു വരണ വരവിൽ തേളിനെയൊക്കെ തട്ടിക്കളഞ്ഞിട്ടാണ് വരുന്നത്. വന്ന് നമ്മളങ്ങനെ ഇരിക്കും, വന്നിട്ട് അവിടെ ഇരുന്ന് ഉറക്കുക. പ്രൈസലോ. ശാപമല്ലേ ഇത്? ഇത് പൊട്ടണം. ഇതെല്ലാം പൊട്ടുന്നതിന് വേണ്ടിയാണ് യേശുവിനെ നീ അറിഞ്ഞത്. നിന്റെ മുൻകോപങ്ങൾ, നിന്റെ പൊട്ടിത്തെറികൾ, നിന്റെ അനുസരണക്കേടുകൾ, നിന്റെ അപ്പൻ്റെ സ്വഭാവം, അമ്മയുടെ സ്വഭാവം നമുക്ക് വേണ്ട. റോസ് ചന്ദ്രൻ്റെ സ്വഭാവമല്ല എനിക്ക് വേണ്ടത്, യേശുവിൻ്റെ സ്വഭാവമാണ്. ഞാൻ കിടുന്ന ബീജത്തല്ല, കെടാത്ത ബീജത്താൽ, യേശുവിൻ്റെ രക്തത്താൽ സൃഷ്ടിക്കപ്പെട്ടവൻ. എൻ്റെ പാപങ്ങൾ, എൻ്റെ ശാപങ്ങൾ ഇന്ന് പകൽപാലം പൊട്ടി ഞാൻ പുതിയ സൃഷ്ടിയായിരിക്കുന്നു. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നാട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാമോ? ഇന്ന് പകൽ വളരെ വേഗത്തിൽ വായികളെ തുറന്ന് ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾ ഏറ്റു പറയും. യേശുവേ പറഞ്ഞാട്ടെ. യേശുവേ, ഞാൻ അങ്ങയുടെ മക്കളാണ്, ഞാൻ അങ്ങയുടെ മകളാണ്, ഞാൻ അങ്ങയുടെ മകനാകുന്നു. അങ്ങയുടെ രക്തത്താൽ ഞാൻ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു. പറഞ്ഞ, ഞാൻ അങ്ങയുടെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ സ്നാനപ്പെട്ടു, യേശുവിനോട് കൂടെ ഞാൻ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ഞാൻ പുതിയ സൃഷ്ടിയായിരിക്കുന്നു. ഹല്ലേലൂയ. യേശുവിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് ഞാൻ പ്രാപിച്ചിരിക്കുന്നു. ഹേ ദുഷ്ടപിശാചേ,
നിനക്കെന്റെ മേൽ അധികാരമില്ല. ഉറക്കെ പറഞ്ഞാട്ടെ, നിനക്കെന്റെ മേൽ അധികാരമില്ല. നിനക്കെന്റെ മേൽ അധികാരമില്ല. ഒരു രോഗത്തിന് എന്റെ മേൽ അധികാരമില്ല. യേശു കർത്താവ് മരത്തിന്മേൽ തൂങ്ങപ്പെട്ടു. അവൻ മരിച്ചത്, അവൻ മരത്തിന്മേൽ തൂങ്ങപ്പെട്ടത്, അവൻ ക്രൂശിക്കപ്പെട്ടത് എന്റെ ശാപങ്ങൾക്ക് വേണ്ടിയാണ്, എന്റെ പാപത്തിന് വേണ്ടിയാണ്. എന്റെ അകൃത്യങ്ങളും എന്റെ അതിക്രമങ്ങളും എന്റെ ലംഘനങ്ങളും എന്നോട് ക്ഷമിക്കണമേ. എന്റെ പാപം എന്നോട് ക്ഷമിക്കണമേ. എന്നെ വിശുദ്ധീകരിക്കണമേ. ഹേ പിശാചേ, നിന്റെ സ്ഥാനം എന്റെ കാൽ കീഴിലാണ്. നിനക്കെന്റെ തലയിലിരിക്കാനല്ല, എന്റെ ശരീരത്തിലിരിക്കാനല്ല. നിന്റെ സ്ഥാനം എന്റെ കാൽ കീഴിലാണ്. ഞാൻ നിന്നെ ചവിട്ടി മതിക്കുന്നു. ഹാർട്ട് അറ്റാക്ക് രോഗങ്ങളെ ചവിട്ടി മതിക്കുന്നു. ആസ്മാറ്റിക് രോഗങ്ങളെ ചവിട്ടി മതിക്കുന്നു. ക്യാൻസർ രോഗങ്ങളെ ചവിട്ടി മതിക്കുന്നു. സകല പാപങ്ങളും ഞാൻ ചവിട്ടി മതിക്കുന്നു. ഇപ്പോൾ പിശാചേ, എന്റെ മേലോ എന്റെ കുടുംബത്തിന്റെ മേലോ ഞാൻ മുതൽ ആദാം വരെയും ഞാൻ മുതൽ ഹവ്വ വരെയുമുള്ള എല്ലാ അകൃത്യങ്ങളും, എല്ലാ അതിക്രമങ്ങളും, എല്ലാ വിഗ്രഹാരാധനകളും, എല്ലാ ലംഘനങ്ങളും, എല്ലാ നേർച്ചകളും, എല്ലാ കാഴ്ചകളും, എല്ലാ വ്യഭിചാരങ്ങളും, എല്ലാ കൊള്ളകളും, എല്ലാ സാധുക്കളെ പ്രീണിപ്പിച്ചതും, സകല മാരക രോഗങ്ങളും, സകല പൈൽസ് രോഗങ്ങളും, സകല സോറിയാസിസ് രോഗങ്ങളും ഇപ്പോൾ എന്നെ വിട്ടുമാറട്ടെ. ഇപ്പോൾ സാമ്പത്തിക ശാപങ്ങൾ എന്നെ വിട്ടുമാറട്ടെ. എന്റെ ഓർമ്മ കുറവുകൾ എന്നെ വിട്ടുമാറട്ടെ. എന്റെ കുടുംബജീവിത തകർച്ചകൾ എന്നെ വിട്ടുമാറട്ടെ. എന്റെ ദാരിദ്ര്യങ്ങൾ എന്നെ വിട്ടുമാറട്ടെ. എന്റെ ശാപങ്ങൾ എന്നെ വിട്ടുമാറട്ടെ. എന്റെ അകൃത്യങ്ങൾ എന്നെ വിട്ടുമാറട്ടെ. നിനക്കെന്റെ മേൽ അധികാരമില്ല. പ്രൈസ് ദി ലോർഡ്. നിനക്കെന്റെ മേൽ അധികാരമില്ല. പ്രൈസ് ദി ലോർഡ്. കരങ്ങളെ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ ശക്തിയോടെ. ശക്തമായി കരങ്ങളെ ചേർത്തടിച്ച് ചില ശാപങ്ങൾ, ഞാൻ ഈ ശാപങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ നിന്റെ മേലുള്ള ശാപം നിനക്കറിയാൻ നീ കേട്ടു. അതിനെ ഇന്ന് പകൽ ആത്മനിറവിൽ ആരാധിച്ച് നിന്റെ കാൽ കീഴിൽ ചവിട്ടി മെതിച്ച് പാമ്പുകളെ, തേളുകളെ, ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടി മെതിച്ചുകൊണ്ട് ആത്മശക്തിയോടെ ആരാധിച്ച് എല്ലാ കേസുകൾ ബ്രേക്ക് ആകട്ടെ. ദീർഘകാലമായ രോഗങ്ങൾ, എല്ലാ ശാപങ്ങളും അഴിയട്ടെ. എല്ലാ ശാപക്കെട്ടുകളും അഴിയട്ടെ. എല്ലാ ശാപങ്ങളും, എല്ലാ പാരമ്പര്യമായ ശാപങ്ങൾ അഴിഞ്ഞു മാറട്ടെ. പാരമ്പര്യ ശാപങ്ങൾ അഴിഞ്ഞു മാറട്ടെ. പാരമ്പര്യ ശാപങ്ങൾ അഴിയട്ടെ. പാരമ്പര്യ ശാപങ്ങൾ അഴിയട്ടെ. പാരമ്പര്യ ശാപങ്ങൾ അഴിയട്ടെ. പാരമ്പര്യ ശാപക്കെട്ടുകൾ അഴിഞ്ഞു മാറുവാൻ, എല്ലാ രോഗങ്ങളും ശാപങ്ങളും അഴിഞ്ഞു മാറാൻ യേശുവിന്റെ നാമത്തിൽ ആ കേസുകളെ ഞാൻ ബ്രേക്ക് ചെയ്യാം. ആ കേസുകളെ ഞാൻ ബ്രേക്ക് ചെയ്യാം. ആ ശാപങ്ങളെ ഞാൻ അഴിക്കുകയാ. അഴിയട്ടെ. എല്ലാ പൈശാചിക ശക്തികൾ, ദുരാത്മാക്കൾ, കൈവശ ശക്തികൾ ഇപ്പോൾ അഴിഞ്ഞ് പുറത്തു വരട്ടെ. ശാപക്കെട്ടുകളെ, ശൂന്യമായത്, കൈകളെ ശൂന്യമാക്കുന്നത്, ജീവിതത്തെ ശൂന്യമാക്കുന്ന ശാപങ്ങൾ കെട്ടുപൊട്ടട്ടെ. എല്ലാ ശാപക്കെട്ടുകളും പൊട്ടട്ടെ. ഫ്രീ ആകട്ടെ. എല്ലാ ശാപങ്ങളും പൊട്ടി മാറട്ടെ. എല്ലാ ശാപങ്ങളും പൊട്ടട്ടെ. എല്ലാ ശാപങ്ങളും പൊട്ടട്ടെ. 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 ബ്രേക്ക്, 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 ബ്രേക്ക് ദി നെയിം ഓഫ് ജീസസ്. പൊട്ടട്ടെ. നീ തന്നെ പൊട്ടിക്ക. നീ പ്രാർത്ഥിച്ച് പൊട്ടിക്ക. നീ ആരാധിച്ച് പൊട്ടിക്ക. ചിലരുടെ ജീവിതത്തിലെ കെട്ടുകൾ ഇന്ന് പൊട്ടുകയാണ്. കുടുംബ ജീവിതത്തിലെ ശാപങ്ങൾ, തലമുറകളുടെ ശാപങ്ങൾ ഇന്ന് പകൽ അഴിയട്ടെ. പൊട്ടട്ടെ. കെട്ടുപൊട്ടട്ടെ. കേസറിയട്ടെ. ഹൃദയത്തിനകത്തുള്ള പക, വിരോധം, വൈരാഗ്യം, എല്ലാ ശാപങ്ങളും ഇന്ന് പകൽ അഴിഞ്ഞു മാറുവാൻ നിന്റെ മേൽ ദൈവത്തിന്റെ തീ, ദൈവത്തിന്റെ തീ, ദൈവത്തിന്റെ തീ, 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 ഫയർ. വലിയൊരു തീ നിന്റെ മേൽ വീഴുകയാ. ഇന്ന് ചില കെട്ടുകൾ കൂട്ടമായി പൊട്ടുന്നു.
കൂട്ടമായി കെട്ടുകൾ പൊട്ടുകയാണ്. ആത്മാവിൽ കരങ്ങളെ അടിച്ചുകൊണ്ട് നിന്റെ രോഗങ്ങളും നിന്റെ ഭാരങ്ങളും കഷ്ടങ്ങളും ശാപങ്ങളും പൈശാചികമായ നുഖങ്ങളെ, ആത്മനിറവിന് ദാരിദ്ര്യങ്ങളെ, സാമ്പത്തിക ശാപങ്ങളെ, കടം വാങ്ങിക്കുന്ന ശക്തികളെ ഇന്ന് പകൽ അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ പൊട്ടട്ടെ, പൊട്ടി മാറട്ടെ, പൊട്ടി മാറട്ടെ, പൊട്ടി മാറട്ടെ, പൊട്ടി മാറട്ടെ, പൊട്ടി മാറട്ടെ, പൊട്ടട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ കെട്ടുകളും അഴിയട്ടെ, എല്ലാ ശാപങ്ങളും പൊട്ടട്ടെ. അനുസരണക്കേടിന്റെ ആത്മാവിനെ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു. അഹങ്കാരത്തിന്റെ ആത്മാവിനെ ബ്രേക്ക് ചെയ്യുന്നു. നിഗളത്തിന്റെ ആത്മാവിനെ ബ്രേക്ക് ചെയ്യുന്നു. ജാതിക സ്വഭാവങ്ങളെ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു. ക്രിസ്തുവിന്റെ വിശുദ്ധ ജാതിയായി, വിശുദ്ധ രാജപുരോഹിത വർഗമായി, ക്രിസ്തുവിന്റെ മഹിമ കണ്ട സാക്ഷിയായി മാറാൻ ഇന്ന് പകൽ നിന്റെ അകത്തൊരു തീ. ഓ ഫയർ, ഫയർ, ഫയർ. എല്ലാ ദുരാത്മമണ്ഡലങ്ങളും, വ്യാജാത്മശക്തികളും, കപട ശക്തികളും, എല്ലാ അനുസരണക്കേടിന്റെ ആത്മാവിനെയും മനുഷ്യന്റെ സ്വസ്ഥതയെ കെടുത്തുന്ന, സമാധാനത്തെ കെടുത്തുന്ന, കുടുംബജീവിതങ്ങളെ തകർക്കുന്ന ദുരാത്മാവിനെ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. നിന്റെ മുട്ടുവേദനകൾ, നിന്റെ ഹാർട്ടിന്റെ പ്രോബ്ലങ്ങൾ, നിന്റെ ആർത്തറൈറ്റീസുകൾ, നിന്റെ തൈറോയിഡുകൾ, നിന്റെ ഗർഭപാത്രങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നു. യെസ്, വിവാഹം നടക്കാത്തോട് വിവാഹം നടക്കട്ടെ. അതിന്റെ ശാപം പൊട്ടട്ടെ, കെട്ടുപൊട്ടട്ടെ. ഫയർ, 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 ഫയർ. വലിയൊരു ഗ്ലോറി, വലിയൊരു ഗ്ലോറി, ഡബിൾ പോർഷൻ പവർ, ഡബിൾ പോർഷൻ അനോയിന്റിംഗ്, വലിയ ഗ്ലോറി ഇപ്പോൾ റിലീസ് ആകുന്നു. വിവാഹത്തിന്റെ തടസ്സങ്ങളെ, ബോണ്ടേജുകളെ ഇപ്പോൾ ബ്രേക്ക്, 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 ബ്രേക്ക്. എല്ലാ പോവർട്ടി സ്പിരിറ്റുകളെ, സാമ്പത്തിക ശാപങ്ങളെ, ലോണിന്റെ ശക്തികളെ, പലിശയ്ക്ക് പൈസ എടുക്കുന്ന ശാപങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്രേക്ക്. ഉടകമനവ ശന്ധരവ രക്ഷ ഭാരവ.